ഹായ് എവരിവൺ, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു എഡ്യൂക്കേറ്റർ ലേണിംഗ്. നിങ്ങളുടെ സ്വന്തം RRP ആണ്. മക്കളെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. കറണ്ട് ഇലക്ട്രിസിറ്റിയുടെ ഫസ്റ്റ് സെഷൻ അത്യാവശ്യം കുറച്ച് ലെങ്തി ഉണ്ടായിരുന്നു, പക്ഷെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ അത് നിങ്ങൾ പ്രോപ്പറായിട്ട് പഠിച്ചു എന്ന വിശ്വാസത്തോടെയാണ് രണ്ടാമത്തെ സെഷന്റെ ഈ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. ഒരു കാര്യം ഞാൻ നിങ്ങളോട് മുൻകൂട്ടി എടുത്തു പറയുന്നു, ഈ വീഡിയോ കാണാനിരിക്കുന്ന ഏതെങ്കിലും ഒരു സ്റ്റുഡന്റ് ഫസ്റ്റ് പാർട്ട് കണ്ടിട്ടില്ല എങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഫസ്റ്റ് പാർട്ട് കണ്ടിരിക്കണം. ഫസ്റ്റ് പാർട്ട് കണ്ടതിന് ശേഷം മാത്രമേ സെക്കൻഡ് പാർട്ട് കാണാവുള്ളൂ. സെക്കൻഡ് പാർട്ടിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ ടോപ്പിക്കുകൾ നമ്മൾ പഠിക്കുന്നുണ്ട്. സെൽസിന്റെ കോമ്പിനേഷൻ, അതേപോലെ ക്രിച്ച്ഓഫ് ലോ, ഇതൊക്കെ പഠിക്കുന്നുണ്ട്. പിന്നെ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ്, മീറ്റർ ബ്രിഡ്ജ്, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ് നീറ്റ് സിലബസ് വെച്ചിട്ട് ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്നത്. സോ എല്ലാവരെയും ഞാൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. നമ്മൾ ആദ്യം പഠിക്കുന്ന ഒരു ടോപ്പിക്കാണ് സെല്ല്. നമുക്കറിയാം വാട്ട് ഈസ് എ സെൽ. സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ സെൽ ഇസ് എ സോഴ്സ് ഓഫ് കോൺസ്റ്റന്റ് EMF, അങ്ങനെ പറയാം. സെൽ എന്ത് ചെയ്യുന്നു? സെല്ല് സ്റ്റോർ ചെയ്യുന്നത് കെമിക്കൽ എനർജീനെയാണ് സ്റ്റോർ ചെയ്യുന്നത്. ഈ കെമിക്കൽ എനർജീനെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഒരു ഡിവൈസിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? സെൽ എന്ന് വിളിക്കുന്നത്. ഞാൻ സെല്ലിന്റെ ഇമേജ് കൊടുത്തിട്ടുണ്ട്. പ്രൈമറി സെല്ല്, സെക്കൻഡറി സെൽസ്, അങ്ങനെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സെൽസ് ഉണ്ട്. നിങ്ങൾ അതൊന്നും ഇവിടെ കറണ്ട് ഇലക്ട്രിസിറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്ന് നിർബന്ധമില്ല. സിംപ്ലി സെൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സോഴ്സ് ഓഫ് കോൺസ്റ്റന്റ് EMF ആണ്. ആ സെല്ലിന്റെ പണി എന്താന്ന് ചോദിച്ചാൽ അത് കെമിക്കൽ എനർജി സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് ഇലക്ട്രിക്കൽ എനർജീനെ സപ്ലൈ ചെയ്യുക എന്നതാണ് ഒരു സെല്ലിന്റെ ഉത്തരവാദിത്തം. ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഒരു സെല്ലെന്ന് പറഞ്ഞൊരു ഡിവൈസ് അല്ലെങ്കിൽ ആ പറയുന്ന ഒരു ഇലക്ട്രിക്കൽ എലമെന്റുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നമ്മൾ കേൾക്കുന്ന രണ്ട് ടേമുകളിലെ ഫസ്റ്റ് വൺ ആണ് EMF. അതേപോലെ അടുത്തൊരു ടേമാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അപ്പൊ എന്താണ് EMF? മക്കൾ, EMF എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ലോജിക്കാണ്. ഇത്രയേ ഉള്ളൂ. ഇപ്പൊ നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചു നോക്കിയേ, ഈ കാണുന്നത് ഒരു സെല്ലാണ്. ഇപ്പൊ ഈ കാണുന്നത് ഒരു സെല്ലാണ്. അപ്പൊ നമുക്കറിയാം സെല്ലിന് ഒരു പോസിറ്റീവ് ടെർമിനലുണ്ട്, സെല്ലിന് ഒരു നെഗറ്റീവ് ടെർമിനലുണ്ട്. അതിന്റെ പോസിറ്റീവ് ടെർമിനലിൽ നിന്ന് പുറത്തേക്കാണ് ഒരു ഐ കറണ്ട് വിഡ്രോ ചെയ്യുന്നു. ഇതിന്റെ EMF ആണ് എന്ന് വിളിക്കുന്നത്. ഇനി നമ്മൾ റൈറ്റ് നൗ ശ്രദ്ധിച്ചിരിക്കണം, റൈറ്റ് നൗ ഈ സെല്ലിനെ ഒരു സർക്യൂട്ടിലൊന്നും കണക്ട് ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ അതൊരു ഓപ്പൺ സർക്യൂട്ടായിട്ട് ആക്ട് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. അപ്പൊ ഒരു സെല്ലിനെ സർക്യൂട്ടിലോട്ട് കണക്ട് ചെയ്തിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഓപ്പൺ സർക്യൂട്ടിന് അക്രോസ് ആണ് കണക്ട് ചെയ്തിട്ടുള്ളതെങ്കിൽ ഈ സെല്ലിൽ നിന്ന് വിഡ്രോ ചെയ്യുന്ന കറണ്ട് സീറോ ആയിരിക്കും. ആ സെല്ലിൽ നിന്ന് വിഡ്രോ ചെയ്യുന്ന കറണ്ട് സീറോ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ടെർമിനലിന് അക്രോസ് ഉള്ള സെല്ലിൽ നിന്ന് വിഡ്രോ ചെയ്യുന്ന കറണ്ട് സീറോ ആണെങ്കിൽ ഈ സെല്ലിന്റെ ടെർമിനലിന് അക്രോസ് ഉള്ള വാല്യൂവിനെയാണ് നമ്മൾ സിംപ്ലി EMF എന്ന് വിളിക്കുന്നത്. ഇതാ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് ദ മാക്സിമം പൊട്ടൻഷ്യൽ ഡിഫറൻസ് ദാറ്റ് ദ സെൽ ക്യാൻ പ്രൊവൈഡ് ബിറ്റ്വീൻ ഇറ്റ്സ് terminal when no current withdrawn from it, when no current drawn from the cell. അല്ലെങ്കിൽ EMF is the voltage across the terminal of a cell when it is not supplying any current, അല്ലെങ്കിൽ it is connected across an open circuit. ഒരു ഓപ്പൺ സർക്യൂട്ടിന് അക്രോസ്, ഇപ്പൊ ഇതൊരു സർക്യൂട്ട് തന്നെയാണെന്ന് വിചാരിച്ചോ, ഇവിടെ ഒരു എക്സ്റ്റേണൽ റെസിസ്റ്റൻസും ഒക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ ഒരു സ്വിച്ച്, ഈ സ്വിച്ച് ഞാൻ ക്ലോസ് ചെയ്തിട്ടില്ല. ഇവിടെ ഒരു എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് R ഒക്കെ ഉണ്ട്, പക്ഷെ സ്വിച്ച് ഞാൻ ക്ലോസ് ചെയ്തിട്ടില്ല. അപ്പൊ ഓപ്പൺ സർക്യൂട്ട്, അങ്ങനെയാണ് സെല്ല് തരുന്ന കറണ്ട് സീറോ ആണ്. അപ്പൊ ഇതിന്റെ ടെർമിനലിന് അക്രോസ് കിട്ടുന്ന വോൾട്ടേജിനെ വിളിക്കുന്ന പേരാണ് EMF. അപ്പൊ അത് കഴിഞ്ഞ് നമ്മൾ പഠിക്കുന്ന ടേം ഇന്റേണൽ റെസിസ്റ്റൻസ്. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ടേം ആണ്, സെല്ലുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് അറിയേണ്ട മറ്റൊരു ടേം ആണ് ഇന്റേണൽ റെസിസ്റ്റൻസ്. അപ്പൊ വാട്ട് ഈസ് ഇന്റേണൽ റെസിസ്റ്റൻസ്? സിംപ്ലി റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ എ സെൽ. ഒരു സെൽ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും സെല്ലിന്റെ EMF എന്നും ഇവിടെ ഇതിനോട് ചേർന്ന് ഒരു സ്മോൾ ലെറ്റർ R കൂടെ എഴുതും. ഇത് ഇത്രയും കൂടെ ചേരുന്നതാണ് ഒരു സെല്ല്. അപ്പൊ അതിന്റെ EMF ആണ്. ഈ കാണുന്ന റെസിസ്റ്റൻസ് R ആണ്. ഈ ആറിനെ വിളിക്കുന്ന പേരാണ് ഇന്റേണൽ റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ എ സെൽ. അതേപോലെ പറയാറുണ്ട്, ഇഫ് എ സെൽ ഈസ് സെഡ് ടു ബി ഐഡിയൽ, ഒരു സെല്ല് ഐഡിയൽ ആണെങ്കിൽ അതിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് സീറോ ആയിരിക്കും. ഇഫ് എ സെൽ ഈസ് സെഡ് ടു ബി ഐഡിയൽ, ഇറ്റ്സ് ഇന്റേണൽ റെസിസ്റ്റൻസ് ഈസ് സീറോ. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ അതൊക്കെ അവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അടുത്തൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് ടെർമിനൽ വോൾട്ടേജ്, അല്ലെങ്കിൽ സിംപ്ലി പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് വിളിക്കും. അത് വളരെ സിമ്പിൾ ലോജിക്. ഇപ്പൊ പഠിച്ച കോൺസെപ്റ്റുമായിട്ട് നമ്മൾ EMF പഠിച്ചില്ല. EMF എന്തായിരുന്നു പഠിച്ചത്? ഒരു സെല്ലിന്റെ EMF ആണ്. എന്നിട്ട് നമ്മളൊരു എക്സ്റ്റേണൽ സർക്യൂട്ട് വഴി
നിങ്ങളൊരു സ്വിച്ചിലോട്ട് കണക്ട് ചെയ്തു. പക്ഷെ അവിടെ എന്തായിരുന്നു, സ്വിച്ച് ഓപ്പൺ ആയിരുന്നു. ഇവിടെ നിങ്ങൾ ഈ സ്വിച്ച് ക്ലോസ് ചെയ്തു എന്ന് വിചാരിക്കുക. സ്വിച്ച് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഇതിൽ നിന്ന് ഒരു കറണ്ട് വിഡ്രോ ചെയ്യും. അപ്പൊ പുറത്തേക്ക് ഒരു കറണ്ട് വിഡ്രോ ചെയ്യും. സോ കറണ്ട് നോട്ട് ഈക്വൽ ടു സീറോ ആണ്. കറണ്ട് സീറോ അല്ല, ഐ നോട്ട് ഈക്വൽ ടു സീറോ ആണ്. അപ്പൊ അതിൽ നിന്ന് ഒരു കറണ്ട് വിഡ്രോ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ കാണുന്ന റെസിസ്റ്ററിന് അക്രോസ്, അതിന്റെ ടെർമിനലിന് അക്രോസ് കിട്ടുന്ന വോൾട്ടേജിനെ വിളിക്കുന്ന പേരാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ദാറ്റ് വോൾട്ടേജ് ഈസ് നോൺ ആസ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്, അല്ലെങ്കിൽ ദാറ്റ് ഈസ് നോൺ ആസ് ടെർമിനൽ വോൾട്ടേജ്. ടെർമിനൽ വോൾട്ടേജ്. അപ്പൊ ഈ ടെർമിനൽ വോൾട്ടേജ് കാണാൻ ഒരു ഇക്വേഷൻ ഉണ്ട്, ശ്രദ്ധിച്ചിരിക്കണം. നിങ്ങൾ നോക്കിക്കേ, ഈ സർക്യൂട്ടിൽ നിന്ന് പുറത്തേക്ക് വരുന്ന കറണ്ട് ഐ അല്ലേ, ആ കറണ്ടിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞേ. ഇതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്, ശ്രദ്ധിച്ചിരിക്കണം. ഡെറിവേഷൻ ഒക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്, പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി. ഞാൻ ഈ സ്വിച്ച് ക്ലോസ് ചെയ്തു, അപ്പൊ ഇതുവഴി ഒരു കറണ്ട് വിഡ്രോ ചെയ്യുന്നുണ്ട്. ഇവന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് R ആണെന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് വരുന്ന കറണ്ട് ഐ അല്ലേ, ഐ കാണാനുള്ള ഇക്വേഷൻ എന്താ, ഇ എം എഫ് ബൈ റെസിസ്റ്റൻസ്. അപ്പൊ കറണ്ട് കാണാനുള്ള ഇക്വേഷൻ നെറ്റ് ഇ എം എഫ് ഡിവൈഡഡ് ബൈ നെറ്റ് റെസിസ്റ്റൻസ് ആണ് R പ്ലസ് സ്മോൾ ലെറ്റർ ആർ. കറണ്ട് ഐ ഈസ് ഈക്വൽ ടു ഇ ഡിവൈഡഡ് ബൈ R പ്ലസ് സ്മോൾ ലെറ്റർ ആർ. ക്ലിയർ? അപ്പൊ ഇതൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത്, ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ ഐ ഇൻറ്റു ആർ എന്ന് വരും. ഐ ഇൻറ്റു ആർ പ്ലസ് ഐ ഇൻറ്റു സ്മോൾ ലെറ്റർ ആർ വിച്ച് ഈസ് ഈക്വൽ ടു ഇ. അപ്പൊ ഈ ഐ ആർ ഇപ്പുറത്ത് കൊണ്ടുവരാം. ഈ ഐ ഇൻറ്റു ആർ ആണ് വി. അപ്പൊ വി ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും, ഇ മൈനസ് ഐ ആർ എന്ന് കിട്ടും. വി ഈസ് ഈക്വൽ ടു ഇ മൈനസ് ഐ ആർ. ഒരു സ്വിച്ച് ക്ലോസ് ചെയ്യുമ്പോൾ ഈ സെല്ലിൽ നിന്ന് കറണ്ട് പുറത്തേക്ക് വിഡ്രോ ചെയ്യും. ദാറ്റ് ഈസ് നോൺ ആസ് ഡിസ്ചാർജിങ് ഓഫ് എ സെൽ. അപ്പൊ നമുക്കൊരു ഇക്വേഷൻ കിട്ടി, വി ഈക്വൽ ടു ഇ മൈനസ് ഐ ആർ. നമ്മൾ പഠിക്കും, അങ്ങോട്ട് പോകുമ്പോൾ ഡിസ്ചാർജിങ് ഓഫ് എ സെല്ലൊക്കെ പഠിക്കാനുണ്ട്. ഇവിടുന്ന് നിങ്ങൾക്ക് കിട്ടിയ ഇക്വേഷൻ എന്താ, വി ഈസ് ഈക്വൽ ടു ഇ മൈനസ് ഐ ആർ. ഈ വിനെ വിളിക്കുന്ന പേരാണ്, ഈ കാണുന്ന വീനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ വോൾട്ടേജ് എന്ന് വിളിക്കും. ഈ കാണുന്ന ഈ ആണ് ഇ എം എഫ് ഓഫ് എ സെല്ല്. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. ക്ലിയർ ആണല്ലോ? ഇനി ഇവിടെ നിന്ന് ശ്രദ്ധിച്ചു നോക്കിയേ, തൊട്ട് മുമ്പ് പഠിച്ച ഇക്വേഷൻ, തൊട്ട് മുമ്പ് പഠിച്ചത് ഇന്റേണൽ റെസിസ്റ്റൻസ് അല്ല, സോറി, ഇ എം എഫ് എന്ന് പറയുന്ന കോൺസെപ്റ്റിലേക്ക് ഒന്ന് വന്നേ. നമ്മൾ ഇപ്പൊ എഴുതിയ ഇക്വേഷൻ എന്താ, വി ഈക്വൽ ടു ഇ മൈനസ് ഐ ആർ എന്നാണ് നമ്മൾ പഠിച്ചത്. നമ്മൾ ഇപ്പൊ എഴുതിയ ഇക്വേഷൻ വി ഇസ് ഈക്വൽ ടു ഇ മൈനസ് ഐ ആർ എന്നാണ് ഇപ്പൊ എഴുതിയ റിലേഷൻ. ഇവിടെ ഐ എത്രയാ, ഐ 0 ആണ്. അപ്പൊ ഇവിടെ ഐ എന്ന് പറയുന്ന വാല്യൂ 0 ആയിപ്പോയി. ഐ 0 ആയപ്പോൾ വി ആരാവും, വി എന്ന് പറയുന്നത് ഇ ആവും. ഐ 0 ആയാൽ വി എന്ന് പറയുന്നത് ഇ ആയിട്ട് മാറി. നമ്മൾ തൊട്ട് മുമ്പ് അതല്ലേ പഠിച്ചേ, ഇ എം എഫ് ഈസ് ദി ടെർമിനൽ വോൾട്ടേജ് വെൻ ഇറ്റ് ഈസ് നോട്ട് സപ്ലൈങ് എനി കറണ്ട്. എക്സ്റ്റേണൽ ഡിവൈസിലേക്ക് കറണ്ട് ഒന്നും തരുന്നില്ലെങ്കിൽ അതിന്റെ ടെർമിനലിനുള്ളതാണ് ഇ എം എഫ്. എക്സ്റ്റേണൽ ഡിവൈസിലേക്ക് അത് കറണ്ട് തന്നാൽ അന്നേരം അതിന്റെ ടെർമിനലിനുള്ളതാണ് വോൾട്ടേജ്. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, യെസ്. ഇതാണ് ഞാൻ ഇപ്പൊ പറഞ്ഞത്, ഡിസ്ചാർജിങ് ഓഫ് എ സെൽ. നമ്മൾ ഒരു സെല്ലിന്റെ പോസിറ്റീവ് ടെർമിനലിൽ നിന്ന് കറണ്ട് വിഡ്രോ ചെയ്യുന്നു. ഓർത്ത് വെക്കുക, സെല്ലിന്റെ പോസിറ്റീവ് ടെർമിനലിൽ നിന്ന് കറണ്ട് വിഡ്രോ ചെയ്താൽ, ഒരു സെല്ലിന്റെ പോസിറ്റീവ് ടെർമിനലിൽ നിന്ന് ഒരു കറണ്ട് വിഡ്രോ ചെയ്താൽ ഉറപ്പായിട്ട് അതിന്റെ നെഗറ്റീവ് ടെർമിനലിൽ എത്തിയിരിക്കണം. അപ്പൊ പോസിറ്റീവ് ടെർമിനലിൽ നിന്ന് വിഡ്രോ ചെയ്യുന്ന കറണ്ട് അതിന്റെ നെഗറ്റീവ് ടെർമിനലിലേക്ക് എത്തിയിരിക്കണം. അപ്പൊ അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, വി ഈക്വൽ ടു ഇ മൈനസ് ഐ ആർ. ഇപ്പൊ പഠിച്ച ഇക്വേഷൻ. ഇനി ഇവിടെ നോക്കിക്കേ, സെല്ലിൽ നിന്ന് ഐ ആർ കുറയുന്നതല്ലേ വി, സെല്ലിന്റെ ഇ എം എഫിൽ നിന്ന് ഐ ആർ കുറയുന്നതല്ലേ വി. അപ്പൊ ഉറപ്പായിട്ട് വലുതാരാ, ഇ എം എഫ് ആയിരിക്കണം. ഇയിൽ നിന്ന് ഐ ആർ കുറയുന്നതാ വി. അപ്പൊ ഈ വലുതായിരിക്കണം, എന്നാലേ ഒരു സെല്ല് ഡിസ്ചാർജ് ചെയ്യപ്പെടത്തുള്ളൂ. ഈ വലുതാണെങ്കിൽ സെല്ല് ഡിസ്ചാർജ് ചെയ്യപ്പെടും. ഈ ചെറുതാണെങ്കിൽ, ഔട്ട്സൈഡ് ഉള്ള വി വലുതാണെങ്കിൽ ഉറപ്പായിട്ടും സെല്ല് ചാർജ് ചെയ്യപ്പെടും. കാര്യം എന്താ, കറണ്ട് ഓൾവേസ് ഫ്ലോസ് ഫ്രം ഹൈ പൊട്ടൻഷ്യൽ ടു ലോ പൊട്ടൻഷ്യൽ. ഹയർ പൊട്ടൻഷ്യൽ എവിടാണോ അവിടുന്ന് ലോവർ പൊട്ടൻഷ്യലിലോട്ടാണ് കറണ്ട് ഫ്ലോ. ഇവിടെ റൈറ്റ് നൗ ഇ എം എഫ് ആണ് വലുത്. അപ്പൊ ഇവിടുന്ന് കറണ്ട് പുറത്തോട്ട് പോകും. ഇനി വി വലുതായാൽ ഇത് ചാർജ് ചെയ്യപ്പെടും. ക്ലിയർ? വാ, അപ്പൊ കറണ്ട് ഡ്രോൺ ഫ്രം ദ സെല്ല് ഐ ഈസ് ഈക്വൽ ടു ഇ ബൈ ആർ പ്ലസ് ആർ. ജസ്റ്റ് ഇക്വേഷൻസ് കൊടുത്തിട്ടുള്ളൂ. ഡയറക്റ്റ് നമുക്ക് പഠിക്കാനുള്ള ഇക്വേഷൻ ആണ്. അവിടുത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇക്വേഷൻ ഡയറക്റ്റ് നിങ്ങൾക്ക് പഠിക്കാവുന്നതേ ഉള്ളൂ, ഒന്നുമില്ല. ഇവിടെ കറണ്ട് ഐ ഈസ് ഈക്വൽ ടു ഇ ബൈ ആർ പ്ലസ് ആർ. ശരിയാണ്. കറണ്ട് ആണ് നെറ്റ് ഇ എം എഫ് ബൈ നെറ്റ് റെസിസ്റ്റൻസ്. ഇവർ സീരീസ് ആണ്, അതാണ് ഈ എടുത്തിരിക്കുന്നത്. ഇനി വി കാണാൻ വി ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു ആർ ആണ്. ഐക്ക് നമ്മൾ ഈ വാല്യൂ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, അത്രേ ഉള്ളൂ. അതേപോലെ ഇന്റേണൽ റെസിസ്റ്റൻസ്, പൊട്ടൻഷ്യൽ ഡ്രോപ്പ് അക്രോസ് ദി സെല്ല്. ഈ സെല്ലിന്റെ ഇവിടുത്തെ റെസിസ്റ്റൻസ് കാരണം ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ ഡ്രോപ്പിന്റെ ജനറൽ ഇക്വേഷൻ ആണ് ഇത്, ഐ ആർ. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ അതൊക്കെ നിങ്ങൾ നോക്കുക. ചാർജിങ് ഓഫ് എ സെല്ല്, ഇവിടെ നിങ്ങൾ നോക്കിക്കുക, ചാർജിങ് ഓഫ് എ സെല്ല്. അപ്പൊ ഇവിടെ നിങ്ങൾ റൈറ്റ് നൗ എന്താ ചെയ്യുന്നത്, സെല്ലിനെ ചാർജ് ചെയ്യുക. അപ്പൊ പുറത്തിരിക്കുന്ന ആളുടെ വി, ചാർജറിന്റെ പുറത്തിരിക്കുന്നവന്റെ വി കൂടുതലായിരിക്കും, ഈ ചെറുതായിരിക്കും. അതെവിടെ എഴുതിയിരിക്കുന്നത്,
വി വലുതായിരിക്കും, ഈ ചെറുതായിരിക്കും. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യം. ക്ലിയർ? ബേസിക് ആയിട്ടുള്ള കാര്യം. ഇനി ഒരു കാര്യം കൂടെ ഓർത്തു വെക്കുക. ഒരു സെല്ല് ഡിസ്ചാർജിങ് ആണെങ്കിൽ, ഓർത്തു വെച്ചോണം, അത് മനസ്സിലാക്കാനുള്ള എളുപ്പ വഴി അതേ ഉള്ളൂ. ഒരു സെല്ല്, ശ്രദ്ധിച്ചിരിക്കുക, ഒരു സെല്ല് ഡിസ്ചാർജിങ് ആണെങ്കിൽ, ഒരു സെല്ല് ഡിസ്ചാർജിങ് ആണെങ്കിൽ അതിന്റെ പോസിറ്റീവ് ടെർമിനലിൽ നിന്ന് കറണ്ട് പുറത്തേക്ക് ഒഴുകും. ഒരു സെല്ല് ഡിസ്ചാർജിങ് ആണെങ്കിൽ അതിന്റെ പോസിറ്റീവ് ടെർമിനലിൽ നിന്ന് കറണ്ട് പുറത്തേക്കായിരിക്കും. അറ്റ് ദ സെയിം ടൈം ഒരു സെല്ല് ചാർജിങ് ആണെങ്കിൽ, ഒരു സെല്ല് ചാർജ് ചെയ്യപ്പെടുകയാണെങ്കിൽ അതിന്റെ പോസിറ്റീവ് ടെർമിനലിന് അടുത്തോട്ട് കറണ്ട് ഫ്ലോ ചെയ്യും. ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ ഫിഗർ ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും. ദേ ഇവിടുന്ന് കറണ്ട് പുറത്തേക്കാണ്, അറ്റ് ദ സെയിം ടൈം ഇവിടുന്ന് കറണ്ട് പോസിറ്റീവിനകത്തേക്കാണ്. അതാണ് വ്യത്യാസം. അപ്പൊ ഓർത്തോണം, തൊട്ട് മുമ്പ് പഠിച്ചത്, ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ചാർജിങ്ങിനെ പറ്റിയാണ്. ചാർജിങ് അല്ലെ? ചാർജിങ് ആണെങ്കിൽ V is equal to E പ്ലസ് IR ഉം അല്ലെ? അറ്റ് ദ സെയിം ടൈം ഡിസ്ചാർജിങ് ആണെങ്കിൽ V is equal to E മൈനസ് IR. കണ്ടോ? മൈനസ് ഡിസ്ചാർജ് സെല്ലിൽ നിന്ന് ചാർജ് നഷ്ടപ്പെടുന്നു. അപ്പൊ ഈ മൈനസ് IR ആണ്. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അടുത്തത് സെല്ലിൻ ഓപ്പൺ സർക്യൂട്ട്. അതായത് നമ്മളൊരു സെല്ല് ഒരു ഓപ്പൺ സർക്യൂട്ടിൽ കൊണ്ടുവച്ചു. അതായത് എക്സ്റ്റേണൽ സർക്യൂട്ട് ഒന്നുമില്ല. എക്സ്റ്റേണൽ സർക്യൂട്ട് ഇല്ലെങ്കിൽ ഇതുവഴി വരുന്ന കറണ്ട് 0 ആണെന്ന് ഇപ്പൊ പഠിച്ചതേ ഉള്ളൂ. അപ്പൊ കറണ്ട് 0 ആണെങ്കിൽ VE ആയിട്ട് മാറും. കറണ്ട് 0 നമ്മളിപ്പോ പഠിച്ചതല്ലേ ഉള്ളൂ. ഇവിടെ എക്സ്റ്റേണലി സർക്യൂട്ട് ഒന്നും ഇല്ല. നമ്മളിപ്പോ പഠിച്ചത് സെല്ല് ഡിസ്ചാർജ് ചെയ്താലുള്ള ഇക്വേഷൻ V is equal to E മൈനസ് IR എന്നാണ്. റൈറ്റ് നൗ I 0 ആണ്. സോ ഒബ്വിയസ്ലി V എന്ന് പറഞ്ഞാൽ E ആയിട്ട് മാറും. ഇതാണ് EMF ഓഫ് എ സെല്ല്. നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. അടുത്തത് ഷോർട്ട് സർക്യൂട്ടഡ് സെല്ല് എന്ന് വെച്ചാൽ ഒരു സെല്ലിനെ ഷോർട്ട് സർക്യൂട്ട് ചെയ്യുക എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം, നമ്മളിപ്പോ ഈ സെല്ലിന് അക്രോസ് ഒരു വയറാണല്ലോ കണക്ട് ചെയ്യുന്നത്. ഇപ്പൊ ഇവിടെ നിങ്ങൾ ആക്ച്വലി എന്താ ചെയ്യുന്നത്? ഈ സെല്ലിന്റെ ടെർമിനലിന് അക്രോസ്, ഇതാണ് സെല്ലിന്റെ ടെർമിനലുകൾ എന്ന് വിചാരിക്കുക. ഈ സെല്ലിന്റെ ടെർമിനലിന് അക്രോസ് ഇത് ഇങ്ങനെ ഒരു വയർ കണക്ട് ചെയ്ത് വെച്ചേക്കുന്നത്. ഇത് ഇങ്ങനെ ഒരു വയറാണ് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ ആ ഒരു തിക്ക് കണ്ടക്ടിങ് വയർ വിത്ത് നെഗ്ലിജിബിൾ റെസിസ്റ്റൻസ്, അതിന്റെ റെസിസ്റ്റൻസ് 0 ആണ്. ഈ കാണുന്ന വയറിന്റെ റെസിസ്റ്റൻസ് 0 ആണ്. തിക്കായിട്ടുള്ള ഒരു നെഗ്ലിജിബിൾ റെസിസ്റ്റൻസ് ഉള്ള ഒരു കണ്ടക്ടിങ് വയർ. പക്ഷെ അതിന്റെ റെസിസ്റ്റൻസ് എത്രയാ? 0 ആണ്. അങ്ങനെ ഒരു വയർ കണക്ട് ചെയ്താൽ അതിനെയാണ് ഷോർട്ട് സർക്യൂട്ട് എന്ന് വിളിക്കുന്നത്. അപ്പൊ റൈറ്റ് നൗ നിങ്ങൾ ഷോർട്ട് സർക്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ എക്സ്റ്റേണലി ഉള്ള റെസിസ്റ്റൻസ് ഇല്ല. നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ച ഇക്വേഷൻ എന്തായിരുന്നു? അതൊക്കെ ഓർമ്മ വേണം, മനസ്സിൽ അതൊക്കെ ഉണ്ടെങ്കിൽ. തൊട്ട് മുമ്പ് പഠിച്ചത് എന്തായിരുന്നു? ഇവിടെ ഒരു സെല്ല് അല്ലെ, ഇതിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് R ഉണ്ടായിരുന്നു, സെല്ലിന്റെ EMF E ആയിരുന്നു. എന്നിട്ട് നമ്മൾ ഇവിടെ ഒരു റെസിസ്റ്റർ ആയിരുന്നു കണക്ട് ചെയ്തത് അല്ലെ. ഇവിടെ സ്വിച്ച് ഒക്കെ ഉണ്ട്. ഓക്കെ, സ്വിച്ച് ഉണ്ട്. ഇവിടെ റെസിസ്റ്റൻസ് R ആയിരുന്നു. അപ്പൊ ഈ കേസിൽ നമ്മൾ എന്താ കറണ്ട് പഠിച്ചത്? ഈ കേസിൽ നമ്മൾ കറണ്ടിന്റെ ഇക്വേഷൻ പഠിച്ചത് I is equal to നെറ്റ് EMF E ആണ് ഡിവൈഡഡ് ബൈ നെറ്റ് റെസിസ്റ്റൻസ് E ക്യാപിറ്റൽ R പ്ലസ് സ്മോൾ r ആയിരുന്നു. ക്യാപിറ്റൽ R പ്ലസ് സ്മോൾ r ആയിരുന്നു നമ്മൾ പഠിച്ച ഇക്വേഷൻ. ഇതായിരുന്നു നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ച ഇക്വേഷൻ ആണോ? എന്നിട്ട് ക്രോസ് മൾട്ടിപ്ലൈ ഇതൊക്കെ V ഒക്കെ എഴുതിയത്. റൈറ്റ് നൗ നമ്മൾ ഷോർട്ട് സർക്യൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ ക്യാപിറ്റൽ R എന്ന് പറയുന്ന വാല്യൂ 0 ആയിപ്പോ. അപ്പൊ ഇക്വേഷൻ എന്ത് കിട്ടും? അപ്പൊ കിട്ടുന്ന ഇക്വേഷൻ ആണ് I is equal to E by R. I is equal to E by R. അപ്പൊ this is known as I max. ഇതാണ് അവിടുത്തെ മാക്സിമം കറണ്ട്. അല്ലെ? മാക്സിമം കറണ്ട് എനിക്ക് കിട്ടി E by R. എന്താ അങ്ങനെ മാക്സിമം ആവാൻ കാരണം? എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് 0 ആയിപ്പോയി. ഒപ്പോസിഷൻ കുറഞ്ഞു, എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് ഒന്നും ഇല്ല. അതാണ് ഷോർട്ട് സർക്യൂട്ടിന്റെ ബേസിക് കോൺസെപ്റ്റ്. അപ്പൊ അവിടുത്തെ കറണ്ട് മാക്സിമം ആയിട്ട് മാറി. ക്ലിയർ? ഇനി V ഉണ്ടോ? ഇല്ല, V 0. എന്താ കാര്യം? V ഉണ്ടാവണമെങ്കിൽ R വേണം. V എന്ന് പറഞ്ഞാൽ ആരാ? V എന്ന് പറഞ്ഞാൽ IR. R ഇല്ല, 0. അപ്പൊ V ഉറപ്പായിട്ട് എന്തായി പോണം? 0 ആണ്. ഇനി നമ്മൾ പഠിച്ച ഒരു ഇക്വേഷൻ എന്തായിരുന്നു? ജനറൽ ഇക്വേഷൻ V ഈക്വൽ ടു E മൈനസ് IR എന്നല്ലേ പഠിച്ചത്? നോക്കിക്കേ, V ഈക്വൽ ടു, അങ്ങനെ നമുക്കത് പ്രൂവ് ചെയ്യാം. V ഈക്വൽ ടു E മൈനസ് I ഇൻറ്റു R എന്നാണ് നമ്മൾ പഠിച്ചത് അല്ലേ? V ഈക്വൽ ടു E മൈനസ് IR, സ്മോൾ ലെറ്റർ R അല്ലേ? അതെ, V ഈക്വൽ ടു അല്ലേ? അങ്ങനെ തന്നെയല്ലേ പഠിച്ചത്? നോക്ക്, ഡിസ്ചാർജിങ് V ഈക്വൽ ടു E മൈനസ് IR എന്നാണ് നമ്മൾ പഠിച്ചത്. ഓക്കെ, റൈറ്റ് നൗ നിങ്ങൾ ഈ ഇക്വേഷനിലോട്ട് ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ.
ഐയുടെ വാല്യൂ എന്താ? ഇ ബൈ ആർ. അപ്പൊ ഈ ഐക്ക് നിങ്ങൾ ഇ ബൈ ആർ എന്നൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പൊ എന്ത് വരും? ഇ മൈനസ് ഐക്ക് പകരം ഇ ബൈ ആർ ഇൻറ്റു ആർ. ഇവിടുന്ന് ഒരു ആറും കട്ട് ചെയ്യാം. ഇ മൈനസ് ഇ 0 ആയി. കണ്ടോ? വി 0 ആയി. നമുക്ക് അങ്ങനെയും വി 0 ആവും എന്നുള്ളത് പറയാം. ദാറ്റ് ഈസ് നോൺ ആസ് ഷോർട്ട് സർക്യൂട്ട്. ഷോർട്ട് സർക്യൂട്ട് വളരെ ഇമ്പോർട്ടന്റ് കോൺസെപ്റ്റുകളാണ് ഇപ്പൊ പറഞ്ഞത്. നിങ്ങൾ പ്രോപ്പർ ആയിട്ട് ഇത് പഠിക്കണം, എന്നാലേ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവത്തുള്ളൂ. ഓക്കെ അല്ലേ? യെസ്. അടുത്തൊരു ടോപ്പിക്കിലേക്ക് പോകാം. സെൽസ് ഇൻ സീരീസ്. മക്കൾ ഇവിടെ നോക്കിക്കേടാ, കുറെ സെല്ലുകൾ സീരീസിൽ കൊടുത്തിരിക്കുക. സീരീസ് ആണ് നിങ്ങൾക്കറിയാം. ഇവിടുന്ന് ഒരു കറണ്ട് വരുന്നു. കറണ്ട് ഇങ്ങനെ ഫ്ലോ ചെയ്ത് ഇങ്ങനെ കയറി വരിക അല്ലെ? ഈ സെല്ലുകളിൽ നിന്ന് കറണ്ട് ഫ്ലോ ചെയ്ത് ഇങ്ങനെ കയറി ആറിലോട്ട് മുകളിലോട്ട് പോവാണ്. അപ്പൊ നമുക്കറിയാം ഇവന്മാരെല്ലാം സീരീസ് കോമ്പിനേഷനാണ്. സീരീസ് ആണെങ്കിൽ ഇവരെല്ലാവരും ഒരു സൈഡിലോട്ടാണ് കറണ്ട് തരുന്നത് അല്ലെ? അപ്പൊ E1 പ്ലസ് E2 പ്ലസ് E3 അങ്ങനെ അപ് ടു En വരെ പോകും നെറ്റ് EMF. E1 പ്ലസ് E2 പ്ലസ് E3. അപ്പൊ ഇവൻ തരുന്ന കറണ്ട് ഇതുവഴി കയറി ഇങ്ങനെ കറണ്ട് വന്ന് ടോട്ടൽ കറണ്ടാണ് ആയി കിട്ടുന്നത്. അപ്പൊ നെറ്റ് EMF അവരെ ചുമ്മാ എടുത്ത് ആഡ് ചെയ്യുക. നെറ്റ് ഇന്റേണൽ റെസിസ്റ്റൻസ് കാണാനോ? R1 പ്ലസ് R2 പ്ലസ് RN എന്ന് എഴുതുക. നെറ്റ് ഇന്റേണൽ റെസിസ്റ്റൻസ്. അപ്പൊ അതാ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് R നെറ്റ്. ഈ R നെറ്റിന്റെ കൂടെ ഒരു R കൂടെ എക്സ്ട്രാ വരും. എന്താ കാര്യം? പുറത്തൊരു R കൂടെ ഇരിപ്പുണ്ട്. ഇവൻ പ്ലസ് ഇവൻ പ്ലസ് ഇവൻ അപ് ടു ഇവൻ. ക്ലിയർ? അപ്പൊ ക്യാപിറ്റൽ R പ്ലസ് ബാക്കി സ്മോൾ ആറുകളുടെ സമ്മേഷൻ എടുക്കുക. നെറ്റ് EMF കാണാൻ E1 പ്ലസ് E2 അപ് ടു En എന്ന് എടുക്കുക. അപ്പൊ കറണ്ട് കാണാൻ EMF ബൈ റെസിസ്റ്റർ. അതാണ് ഈ എടുത്തിരിക്കുന്നത്. ഇനി ഇത് രണ്ട് സെല്ലേ ഉള്ളെങ്കിൽ ഈ ഇക്വേഷൻ നമ്മൾ പഠിച്ചു വെക്കേണ്ടതാണ്. രണ്ട് സെല്ലേ ഉള്ളെങ്കിൽ നെറ്റ് കറണ്ട് കാണാൻ നെറ്റ് EMF ബൈ നെറ്റ് റെസിസ്റ്റർ. നെറ്റ് EMF എന്താ? E1 പ്ലസ് E2. നെറ്റ് റെസിസ്റ്റൻസ് എന്താ? R1 പ്ലസ് R2 പ്ലസ് ഈ ഒരു റെസിസ്റ്ററോടുണ്ട് R. വേറെ കാര്യമൊന്നുമില്ല. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. യെസ്. അടുത്തത് എന്താ? ഐഡന്റിക്കൽ സെൽസ് ഇൻ സീരീസ്. ഇപ്പൊ നമ്മൾ പഠിച്ചത് n ഡിഫറൻറ്റ് സെൽസുകളായിരുന്നു. EMF E1 E2 E3 ഇന്റേണൽ റെസിസ്റ്റൻസ് R1 R2 R3 എന്നാ പഠിച്ചത്. ഇവിടെ എന്ത് സംഭവിച്ചു? ഈ സെല്ലുകൾ ഐഡന്റിക്കൽ ആയിട്ട് മാറി. സെല്ലുകൾ ഐഡന്റിക്കൽ ആകുമ്പോൾ EMF സെയിം ആകും. E എന്ന് വരും. ഇന്റേണൽ റെസിസ്റ്റൻസ് R എന്ന് വരും. എക്സ്റ്റേണലി ഒരു ക്യാപിറ്റൽ R ഉണ്ട്. അപ്പൊ എന്താ സംഭവിക്കുന്നത്? ഫോർ n ഐഡന്റിക്കൽ റെസിസ്റ്റേഴ്സ് നെറ്റ് EMF നെറ്റ് ഇന്റേണൽ റെസിസ്റ്റൻസ് R1 പ്ലസ് R2 അപ് ടു RN എന്നാ. പക്ഷെ ഇത് ആറാ, ഇതും ആറാ. അപ്പൊ R പ്ലസ് NR എന്ന് വരും. n ടൈംസ് R. കാര്യം R1 ആറാണ്, R2 ആറാണ്, ഇതും ആറാണ്. അപ്പൊ n എണ്ണം ഉണ്ട്, NR. ക്ലിയർ? അതേപോലെ തന്നെ നെറ്റ് EMF എടുത്താൽ NE. കാര്യം E പ്ലസ് E2E 5 എണ്ണം വന്നാൽ 5E, n എണ്ണം വന്നാൽ NE. അപ്പൊ കറണ്ട് എന്ത് വരും? നെറ്റ് EMF ബൈ നെറ്റ് റെസിസ്റ്റർ. നെറ്റ് EMF NE ആണ്. നെറ്റ് റെസിസ്റ്റൻസ് ഈ NRന്റെ ഈ ആറുടെ സീരീസ് ആഡ് ചെയ്യണം. അത്രേ ഉള്ളൂ. ഇനി രണ്ട് സെല്ല് വന്നാൽ 2E ബൈ R പ്ലസ് 2R. ഒന്നുമില്ല, ഇവിടുത്തെ N2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ബേസിക് ആയിട്ടുള്ള കാര്യം. അടുത്തത് സെൽസ് ഇൻ പാരലൽ. പാരലൽ ആണെങ്കിൽ നിങ്ങൾ ഈ ഇക്വേഷൻ എല്ലാം കൂടെ ഒന്നും കാണാൻ പഠിക്കുകയൊന്നും വേണ്ട, അതിന്റെ ആവശ്യമില്ല. രണ്ട് സെൽസിന്റെ ഒക്കെ ജനറൽ ഇക്വേഷൻ ഒന്ന് പഠിച്ചിരുന്നാൽ നല്ല കാര്യം. ഇവിടെ നിങ്ങൾ നോക്കിക്കേ, പാരലൽ ആണെങ്കിൽ നമുക്കറിയാം ഇവന്റെ റെസിസ്റ്റൻസ് R1 ഇവന്റെ R2 അപ് ടു RN വരെ ഉണ്ട്. അപ്പൊ റെസിപ്രോക്കൽ എടുത്ത് ആഡ് ചെയ്യണം പാരലൽ ആണെങ്കിൽ. സോ 1/R1 പ്ലസ് 1/R2 അപ് ടു 1/RN എന്ന് കിട്ടും. അതേപോലെ നെറ്റ് EMF കാണാനുള്ള ഇക്വേഷൻ ആണ് ഈ എഴുതി വെച്ചിരിക്കുന്നത്. നെറ്റ് EMF കാണാൻ E1 ബൈ R1 പ്ലസ് E2 ബൈ R2 അപ് ടു En ബൈ RN ഡിവൈഡഡ് ബൈ 1/R1 പ്ലസ് 1/R2 ഇങ്ങനെ പോകും. അപ്പൊ ഇതൊന്നും നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് വെക്കണ്ട, ഇത് ലോജിക് വൈസ് ഓർത്തിരുന്നാൽ മതി. പക്ഷെ ഇത് നിങ്ങളൊന്ന് പഠിച്ചിരിക്കുക. രണ്ട് സെല്ല് E1 E2 രണ്ട് സെല്ലുകൾ മാത്രമാണ്. വെറും രണ്ട് സെല്ലേ ഉള്ളൂ പാരലൽ ആയിട്ടെങ്കിൽ നെറ്റ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ R1ഉം R2ഉം പാരലൽ. അപ്പൊ R1 R2 ബൈ R1 പ്ലസ് R2. നെറ്റ് EMF എന്ന് പറഞ്ഞാൽ E1 R2 പ്ലസ് E2 R1 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2. ഇതൊക്കെ ബൈ ഹാർട്ട് ചെയ്യണം. നിങ്ങളുടെ NCERT ഡയറക്റ്റ് ഈ വാല്യൂസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ടോട്ടൽ കറണ്ട് കാണാൻ ചോദിച്ചാൽ നെറ്റ് EMF ഡിവൈഡഡ് ബൈ നെറ്റ് റെസിസ്റ്റൻസ്. നെറ്റ് റെസിസ്റ്റൻസ് പറയുമ്പോൾ സ്മോൾ ലെറ്റർ ആറുകളുടെ R നെറ്റും വരും, പ്ലസ് ഇവിടെ ഒരു പുറത്തൊരു R കൂടെ വരുന്നുണ്ട്. ക്ലിയർ? അതൊക്കെ ഡയറക്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക. വളരെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. കോൺസെപ്റ്റ് ക്ലിയർ ആണെന്ന് വിചാരിക്കും. ഇതിപ്പോ നിങ്ങൾ എങ്ങനെ ഓർത്താൽ മതി, ഞാൻ ഇതിന്റെ ഒരു ഐഡിയ പറഞ്ഞുതരാം. ഇവിടെ ശ്രദ്ധിച്ചിരിക്കണേ, ദയവ് ചെയ്ത് ഇവിടെ ശ്രദ്ധിച്ചിരിക്കുക. അതായത് നിങ്ങൾ ഇത്ര ഓർത്തിരുന്നാൽ മതി. നമ്മൾ ആദ്യം പഠിച്ചത് സെൽസ് ഇൻ സീരീസ് ആയിരുന്നു. അതിലിപ്പൊ ഞാൻ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് സെല്ലിന്റെ കാര്യം. ഇവിടെ ഒരു സെല്ല്, ഇപ്പൊ ഞാൻ 2 സെൽസിന്റെ കോമ്പിനേഷൻ ആണ് പറഞ്ഞത്. രണ്ട് സെൽസ് ഇപ്പൊ പറഞ്ഞ കാര്യം പെട്ടെന്ന് ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു വിടുവാണ്, ശ്രദ്ധിച്ചിരിക്കണം. ഇവിടെ ഒരു സെല്ലുണ്ട്, ഇവിടെ ഒരു സെല്ലുണ്ട്. ഇവന്റെ EMF E1ഉം ഇവന്റെ EMF E2 ആണെന്ന് നിങ്ങൾ വിചാരിക്കുക.
ഇവന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് R1ഉം ഇവന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് R2. എന്നിട്ട് നിങ്ങൾ ഇതിനെ ഒരു എക്സ്റ്റേണൽ സർക്യൂട്ടിലോട്ട് കണക്ട് ചെയ്തു, ഒരു എക്സ്റ്റേണലി ഉള്ള റെസിസ്റ്ററിലോട്ട് കണക്ട് ചെയ്തു. സിമ്പിൾ ലോജിക്കൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ സെല്ലുകൾ വിഡ്രോ ചെയ്യുന്ന ഒരു കറണ്ട് ആണ് I. ഈ I കറണ്ട് എന്തായാലും ഇതിൽ കൂടെ കയറി ഇങ്ങനെ കയറിയാന്നല്ലോ വരുന്നത്. അപ്പൊ ഇവിടുത്തെ നെറ്റ് EMF എത്രയാ? നെറ്റ് EMF അവരുടെ സം എടുത്താൽ മതി, E1 പ്ലസ് E2 എടുത്താൽ മതി അല്ലെ. നെറ്റ് റെസിസ്റ്റൻസ് എത്രയാണ്? നെറ്റ് റെസിസ്റ്റൻസ് ക്യാപിറ്റൽ R പ്ലസ് സ്മോൾ R1 പ്ലസ് R2 എടുത്താൽ മതി. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ കറണ്ട് എന്ന് പറയുന്നത് നെറ്റ് EMFനെ നെറ്റ് റെസിസ്റ്റൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി അല്ലേ. കറണ്ട് കാണാൻ നെറ്റ് EMFനെ നെറ്റ് റെസിസ്റ്റൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. സീരീസിൽ ഇത് ഡയറക്റ്റ് ചെയ്യാൻ പറ്റും, വളരെ സിമ്പിൾ ആണ്, വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. ഇനി ഇത് പാരലലിന്റെ കേസാണ് വരുന്നതെന്ന് വിചാരിക്കുക. അതായത് ഇവിടെ ഒരു സെല്ലുണ്ട്, അതിന് പാരലായിട്ട് ഇവിടെ ഒരു സെല്ലുണ്ട്, എന്നിട്ട് ഇവർക്ക് രണ്ടുപേർക്കും കോമൺ ആയിട്ട് ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ടെന്ന് വിചാരിക്കുക. ക്ലിയർ? അപ്പൊ ഇവിടെ നോക്കിക്കേ, ഇവന്റെ EMF ആണ് E1, ഇവന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് R1, ഇവന്റെ EMF E2, ഇവന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് R2 ആണെന്ന് വിചാരിക്കും. ഇവർ രണ്ടുപേരുടെ തരുന്ന കോമൺ കറണ്ട് ആണ് ഇങ്ങോട്ട് വരുന്നത് I, നെറ്റ് കറണ്ട് I. അപ്പൊ ആദ്യം എന്ത് ചെയ്യണം? ഇവരെ റീപ്ലേസ് ചെയ്യണം. അതായത് ഇവിടെ രണ്ട് സെല്ല് ഇരിക്കുമല്ലോ, ഈ സെല്ലിനെ റീപ്ലേസ് ചെയ്യാന്നുള്ള നമ്മുടെ പണി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇവരുടെ നെറ്റ് EMF കണ്ടുപിടിക്കും, E നെറ്റ്. അത് കാണാനുള്ള ഇക്വേഷൻ ആണ് E1 R2 പ്ലസ് E2 R1 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2. ഇത് ബൈ ഹാർട്ട് ചെയ്യണം. രണ്ട് സെല്ലുകൾ പാരലൽ ആയാൽ നെറ്റ് EMF കാണാൻ E1 R2 പ്ലസ് E2 R1 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2. അതേപോലെ സ്മോൾ ലെറ്റർ ആറിന്റെ നെറ്റ് കാണാൻ പോവാം. ഇവരുടെ രണ്ടുപേരുടെ ഇന്റേണൽ റെസിസ്റ്റൻസ് R നെറ്റ് നമ്മൾ കാണും. എന്താ R നെറ്റ്? പാരലൽ അല്ലേ? പാരലൽ ആണെങ്കിൽ R1 R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2 എന്ന് കിട്ടും. ഇപ്പൊ എന്താ നമ്മൾ ചെയ്തത്? എന്താന്ന് വെച്ചാൽ ഈ രണ്ട് സെല്ലുകളെ മാറ്റി നിങ്ങൾ ഒരൊറ്റ സിംഗിൾ സെല്ലാക്കി. ഇപ്പൊ ഒരു എക്സ്റ്റേണൽ റെസിസ്റ്റൻസും അവിടെ ഉണ്ട്. അപ്പൊ ഈ ഒരൊറ്റ സിംഗിൾ സെല്ലാക്കുമ്പോൾ ശ്രദ്ധിച്ചിരിക്കണം, ഇപ്പൊ ഇവന്റെ EMF എന്താ? ഇവന്റെ EMF E നെറ്റ് ആണ്. ഇവന്റെ റെസിസ്റ്റൻസ് എന്താ? R നെറ്റ് ആണ്. നിങ്ങൾ ഈ രണ്ട് സെല്ലുകൾക്ക് പകരം ഇവിടെ ഒരൊറ്റ സെല്ല് കൊണ്ട് വെച്ചു. ക്ലിയർ? അപ്പൊ ഇവിടെ E നെറ്റും R നെറ്റും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇവന്റെ എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് R ആണ്, ഇതുവഴി വിഡ്രോ ചെയ്യുന്ന കറണ്ട് I ആണ്. നമുക്കിനി ആ I കറണ്ട് കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കും? I എന്ന് പറഞ്ഞാൽ നെറ്റ് EMF ഡിവൈഡഡ് ബൈ നെറ്റ് റെസിസ്റ്റൻസ് എടുത്താൽ മതി. നെറ്റ് റെസിസ്റ്റൻസ് എങ്ങനെ കിട്ടും? R നെറ്റ് എങ്ങനെ കിട്ടും? R നെറ്റ് എന്ന് പറഞ്ഞാൽ ഈ ക്യാപിറ്റൽ ആറിനോട് ഇവന്റെ അത് ഒന്ന് ശ്രദ്ധിച്ചോണം. ഇവിടെ ഇത് സ്മോൾ R നെറ്റ് അല്ലേ? യെസ്, ഇവിടെ സ്മോൾ R നെറ്റ് ആണ്. ഞാൻ എഴുതിയപ്പോ ക്യാപിറ്റൽ R നെറ്റ് എന്ന് എഴുതിപ്പോയി. ഇത് സ്മോൾ R നെറ്റ് ആണ് അല്ലേ? അപ്പൊ ക്യാപിറ്റൽ R നെറ്റ് കിട്ടാൻ ഈ ക്യാപിറ്റൽ ആറിനോട് ഈ R നെറ്റ് അല്ലേ സീരീസ് ആയാൽ മതി. മനസ്സിലായെന്ന് വിചാരിക്കും. ഇതൊക്കെ വളരെ ഈസി ആയിട്ട് നിങ്ങൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങളാണ്, ഇത്രയും ഇൻ ഡെപ്തിൽ പറയേണ്ട കാര്യമില്ല. എങ്കിലും അത് പെട്ടെന്നൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഐഡന്റിക്കൽ സെൽസ് ഇൻ പാരലൽ. അടുത്ത കേസ് നമ്മളിപ്പോ പറഞ്ഞ കേസ് തന്നെയാണ്, ഐഡന്റിക്കൽ സെൽസ് ഇൻ പാരലൽ. ഇപ്പൊ റൈറ്റ് നൗ നമ്മൾ പറഞ്ഞത് സെൽസ് ഐഡന്റിക്കൽ അല്ല, പാരലൽ ആണ്, പക്ഷെ ഐഡന്റിക്കൽ അല്ല. ഇവിടെ എന്താ സംഭവിച്ചത്? ഐഡന്റിക്കൽ സെല്ലുകൾ പാരലലായി. അപ്പൊ ഐഡന്റിക്കൽ സെല്ല് പാരലൽ ഒന്നുമില്ല, ഇവനും എല്ലാം പാരലലാ. പാരലൽ കോമ്പിനേഷൻ ആണ്, EMF സെയിം ആണ്. അപ്പൊ ഇവര് തരാൻ പോകുന്ന നെറ്റ് EMF E ആകും. നെറ്റ് റെസിസ്റ്റൻസ് ഇത് ആറാണ്. അങ്ങനെ N ബ്രാഞ്ചസ് ഉണ്ടെങ്കിൽ അത് R/N ആവും. ഇവിടെ എത്ര ബ്രാഞ്ച്? N ബ്രാഞ്ച്. N ഐഡന്റിക്കൽ സെല്ലാണ്. അപ്പൊ N ഐഡന്റിക്കൽ സെല്ലാണെങ്കിൽ പാരലൽ ആവുമ്പോൾ R/N ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പം R നെറ്റ് R/N ആയി. അപ്പൊ നെറ്റ് EMF എന്ത് വരും? നെറ്റ് EMF എന്ന് പറയുന്നത് നെറ്റ് EMF ഇങ്ങനെ എഴുതേണ്ട കാര്യമില്ല. NE/R ഡിവൈഡഡ് ബൈ N/R. ഇവിടുന്ന് R എല്ലാം വെട്ടിപ്പോവും. ഇങ്ങനെ ചെയ്യണമെന്നില്ല. നെറ്റ് EMF പാരലൽ കോമ്പിനേഷൻ ആണ്, EMF സെയിം ആണ്. അപ്പൊ നെറ്റ് EMF E ആണ്. ഇതൊന്നും ചെയ്ത് നോക്കണമെന്നില്ല, ഇങ്ങനെ ഡയറക്റ്റ് പറയാം. അവിടുന്ന് കറണ്ടും കണ്ടുപിടിക്കാം. നെറ്റ് EMF കൊണ്ട് നെറ്റ് റെസിസ്റ്റൻസ് കൊണ്ട് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇനി അത് തന്നെ രണ്ട് സെല്ല് വരുവാണെങ്കിൽ ഇവിടെ കിട്ടുന്ന N-നെല്ലാം 2 കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, വേറെ കാര്യമൊന്നുമില്ല. അപ്പൊ നിങ്ങൾ രണ്ട് സെല്ലിന്റേത് പഠിക്കണം എന്നില്ല, ഐഡന്റിക്കലില് N സെൽസിന്റേത് പഠിച്ചു വെക്കുക. ക്ലിയർ?
ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദ ടെർമിനൽ വോൾട്ടേജ് ഈസ് E/2 വെൻ എ കറന്റ് 2 ആംപിയർ ഈസ് ഫ്ലോയിങ് ത്രൂ 2 ഓം. ഇത് ഇന്റേണൽ റെസിസ്റ്റൻസ് കാണാനാണ് ചോദിച്ചിരിക്കുന്നത്. മക്കളെ, നമുക്കറിയാം സെല്ല് ഡിസ്ചാർജ് ചെയ്യുമ്പോൾ ടെർമിനൽ വോൾട്ടേജ് കാണാനുള്ള ഇക്വേഷൻ V ഈസ് ഈക്വൽ ടു E മൈനസ് IR ആണ്. P ഈസ് ഈക്വൽ ടു E മൈനസ് IR ആണ്. ഇവിടുന്ന് IR ഇപ്പുറത്ത് കൊണ്ടുവന്നാൽ IR ഈക്വൽ ടു E മൈനസ് V എന്ന് കിട്ടും. ടെർമിനൽ വോൾട്ടേജ് E/2, ടെർമിനൽ വോൾട്ടേജ് E/2 തന്നിട്ടുണ്ട്. അപ്പൊ ഈ വിക്ക് E/2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ E മൈനസ് E/2, അഗൈൻ അത് E/2 എന്ന് കിട്ടും. സോ IR ഈക്വൽ ടു നമുക്ക് E/2 എന്ന് കിട്ടും. സോ ഇവിടുന്ന് R ഈക്വൽ ടു എന്ത് എഴുതാം? E ഡിവൈഡഡ് ബൈ 2I എന്നങ്ങ് എഴുതാം. 2I എന്ന് എഴുതാം. ക്ലിയർ? ഇനി നമ്മൾ പൊതുവെ ഈ ഐയുടെ വാല്യൂ ഒക്കെ തന്നിട്ടുണ്ട്. ഇത് ഇവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് E/4 എന്ന് കിട്ടും. പക്ഷെ നമുക്ക് ഓപ്ഷൻ നമ്പറിലല്ല, അത് ഇയിലല്ല. അപ്പൊ അതുകൂടെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഐക്ക് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. I എന്ന് പറഞ്ഞാൽ V/R ആണ് അല്ലേ? ഐയുടെ ജനറൽ ഇക്വേഷൻ V/R അല്ലേ? സോ നമുക്ക് ഇവിടുന്ന് R ഈക്വൽ ടു E ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ഐക്ക് പകരം ഞാൻ V/R എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ക്വസ്റ്റ്യനകത്ത് R തന്നിട്ടുണ്ട് 2 ഓം ആണ് അല്ലേ? R 2 ഓം ആണ് തന്നിട്ടുണ്ട്. സോ ഇവിടുന്ന് എനിക്ക് ഈ ആറും 2ഉം കട്ട് ചെയ്ത് കളയാം. സോ R ഈക്വൽ ടു E ഡിവൈഡഡ് ബൈ V എന്ന് കിട്ടും. V എത്രയാ? V അഗൈൻ E/2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ E/2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇയും കട്ട് കളയാം. 2 മോളിൽ പോകും. 2 ഓം എന്ന് കിട്ടും. സോ ആൻസർ ഈസ് ഇന്റേണൽ റെസിസ്റ്റൻസ് 2 ഓം. സിമ്പിൾ ആയിട്ട് ചെയ്തെടുക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. ശ്രദ്ധിച്ചിരിക്കുക. When a current of 4 ampere drawn from the cell, then terminal voltage is 20 volt. Drawn from the cell ആണ്. അപ്പൊ ടെർമിനൽ വോൾട്ടേജ് ഡ്രോൺ ഫ്രം ദ സെൽ ആകുമ്പോൾ V ഈക്വൽ ടു E മൈനസ് IR ആണ് അല്ലെ? 4 ആംപിയർ കറന്റ് ഡ്രോൺ ഫ്രം ദ സെൽ V 20 ആണെന്ന് പറഞ്ഞിട്ട്. സോ 20 ഈക്വൽ ടു E മൈനസ് I എത്രയാണ്? 4 ആണ് ഇൻറ്റു ഇന്റേണൽ റെസിസ്റ്റൻസ് R ആണ്. ഇക്വേഷൻ നമ്പർ 1. ഇനി അടുത്ത എന്താ പറഞ്ഞിരിക്കുന്നത്? ഇഫ് എ കറന്റ് ഓഫ് 1 ആംപിയർ ഗിവൺ ടു ദ സെയിം സെൽ, നിങ്ങൾ ആ സെയിം സെല്ലിലേക്ക് കൊടുക്കുകയാണ് എന്ന് വെച്ചാൽ ചാർജിങ് ആണ്. ചാർജിങ് ആണെങ്കിൽ ഇക്വേഷൻ എന്താ? V ഈക്വൽ ടു E പ്ലസ് IR ആണ്. സോ അപ്പൊ V എത്രയാണ്? ദെൻ ടെർമിനൽ വോൾട്ടേജ് ഈസ് 25. അപ്പൊ ഇവിടെ 25 ഈക്വൽ ടു E പ്ലസ് IR. I1 ആണ്, ഇന്റേണൽ റെസിസ്റ്റൻസ് R ആണ്. ഇക്വേഷൻ നമ്പർ 2. 2 ഇക്വേഷൻ കിട്ടി. ചോദിച്ചിരിക്കുന്നത് എന്ത് കാണാനാ? കാൽക്കുലേറ്റ് EMF ഓഫ് ദ ബാറ്ററി. ബാറ്ററിയുടെ EMF കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ അൺനോൺ ആയിട്ടുള്ളത് EMF നമുക്ക് അറിയത്തില്ല, ആറും അറിയത്തില്ല. അപ്പൊ എന്ത് ചെയ്യാം? നമുക്ക് ഇവിടുന്ന് ആറിനെ അല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു വാല്യൂവിനെ ക്യാൻസൽ ഔട്ട് ചെയ്താൽ മതി. എന്തായാലും ഈ ക്യാൻസൽ ഔട്ട് ചെയ്യേണ്ട കാര്യം നമുക്ക് കണ്ടുപിടിക്കണം. കാൽക്കുലേഷൻ സിമ്പിൾ ആണ്. അപ്പൊ എന്താ ചെയ്യുന്നത്? ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവിടെ ഞാൻ ആറിനെ ഈ ഒരു ഇക്വേഷനെ കൂടെ 4 കൊണ്ട് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത് ഈ ഇക്വേഷൻ എടുത്തേ 20 ഈക്വൽ ടു E മൈനസ് 4R അല്ലേ? ഇനി രണ്ടാമത്തെ ഇക്വേഷനെ ഞാനൊരു 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ, കാര്യം ഇവിടെ 4R, അപ്പൊ ഇത് 4R ആക്കിയാൽ ആഡ് ചെയ്യുമ്പോൾ അതും കട്ട് ചെയ്ത് കളയാം. അപ്പൊ ഇത് 4 കൊണ്ട് മൾട്ടിപ്ലൈ. അപ്പൊ 25നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ LHSൽ 100 വിച്ച് ഈസ് ഈക്വൽ ടു 4E പ്ലസ് 4R എന്ന് കിട്ടും. 2 ഇക്വേഷനായി. ഇത് മൊത്തത്തിൽ ആഡ് ചെയ്താൽ മൈനസ് 4Rഉം പ്ലസ് 4Rഉം എനിക്ക് കട്ട് ചെയ്ത് കളയാം. ഇവിടെ 100 പ്ലസ് 20 120 which is equal to 4E plus E, that is equal to 5E. Therefore E equal to 120 divided by 5. അപ്പൊ അതിന് ആപ്റ്റ് ആയിട്ടൊരു ഓപ്ഷൻ നമുക്ക് എടുക്കാമല്ലോ. എത്ര വരും? 120 ഡിവൈഡഡ് ബൈ 5 എന്ന് പറയുമ്പം 2 അല്ലേ? 10 2 20 4 24 വോൾട്ട് എന്ന് കിട്ടും. ഓപ്ഷൻ 4 എടുക്കാം. സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആണ്. അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. The terminal voltage of the battery whose EMF is 10 volt. Terminal voltage 10 volt തന്നിട്ടുണ്ട്. And internal resistance 1 ohm. When connected through an external resistance 4 ohm shown in the figure. The terminal voltage whose EMF terminal voltage ആണ് കണ്ടുപിടിക്കേണ്ടത്. Whose EMF ആണ് 10 volt. നമുക്ക് തെറ്റിപ്പോകരുത്. നമുക്ക് തന്നിരിക്കുന്നത് EMF ആണ്. EMF ആണ് തന്നിരിക്കുന്നത്. യെസ്. അപ്പൊ ഇവിടെ ശ്രദ്ധിച്ചേ. V ഈക്വൽ ടു E മൈനസ് IR എന്നാണ്. നമുക്ക് ടെർമിനൽ വോൾട്ടേജ് ആണ് കാണേണ്ടത്. അപ്പൊ ഇവിടെ ശ്രദ്ധിച്ചിരിക്കണം. EMF നമുക്ക് തന്നിട്ടുണ്ട് 10 ആണ്. മൈനസ് IR ഇന്റേണൽ റെസിസ്റ്റൻസ് 1 ഓം ആണ്.
കറണ്ട് തന്നിട്ടില്ല. കറണ്ട് തന്നിട്ടില്ല. അപ്പൊ കറണ്ട് കാണാനുള്ള ഇക്വേഷൻ എന്താ? കറണ്ട് കാണാനുള്ള ഇക്വേഷൻ എന്താ? നമുക്ക് പല രീതിയിൽ കറണ്ട് കണ്ടുപിടിക്കാം. ഇവിടെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. ഇന്റേണൽ റെസിസ്റ്റൻസ് ആൻഡ് 4 ഓം റെസിസ്റ്റൻസ്. ഇത് 4 ഓം ആണ്, ഇത് 1 ഓം ആണ്. സർക്യൂട്ടിലെ കറണ്ട് കണ്ടുപിടിച്ചുകൂടെ? കറണ്ട് എന്ന് പറയുന്നത് നെറ്റ് ഇ എം എഫ് ഡിവൈഡഡ് ബൈ നെറ്റ് റെസിസ്റ്റൻസ് ആണ് അല്ലെ. ഇ എം എഫിന്റെ ടോട്ടല് റെസിസ്റ്റൻസിന്റെ ടോട്ടൽ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. സോ വിച്ച് ഈസ് ഈക്വൽ ടു നെറ്റ് ഇ എം എഫ്. ഇ എം എഫ് 10 വോൾട്ട് ആണ്, 10 വോൾട്ട് ആണ്, ഡിവൈഡഡ് ബൈ നെറ്റ് റെസിസ്റ്റൻസ് 4 1 5 ആണ്. ആൻസർ 2 ആംപിയർ എന്ന് കറണ്ട് കിട്ടും അല്ലെ. സോ ഇവിടെ നമുക്ക് ഇത് എത്ര കിട്ടി? 2 കിട്ടി. ഇന്റേണൽ റെസിസ്റ്റൻസ് എത്രയായിരുന്നു? ഇന്റേണൽ റെസിസ്റ്റൻസ് 1 ആണ്. സോ ആൻസർ ഈസ് 8 വോൾട്ട്. അങ്ങനെ ഓപ്ഷൻ അതിൽ ഉണ്ടാവണം. ആൻസർ ഈസ് 8 വോൾട്ട്. ഓപ്ഷൻ 3 സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന ക്വസ്റ്റൻ ആണ്. Two cells of same EMF but different internal resistance R1 and R2 are connected in series with a resistance R. അതായത് നമ്മുടെ കയ്യിൽ 2 സെല്ലുകളുണ്ട്. പക്ഷെ ക്വസ്റ്റ്യൻ ഈ പറയുന്നു സെയിം ഇ എം എഫ് ആണ്. അപ്പൊ ഇവന്റെ ഇ എം എഫ് ഇ, ഇവന്റെ ഇ എം എഫ് ഇ. പക്ഷെ ഇവന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് R1 ആണ്, ഇവന്റേത് R2 ആണ്. ഡിഫറന്റ് ഇന്റേണൽ റെസിസ്റ്റൻസ് ആണ്. അവരുമായിട്ട് സീരീസിൽ ഒരു എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് R കണക്ട് ചെയ്തിട്ടുണ്ട് അല്ലേ. The value of resistance R for which the potential difference across first cell is 0. അതായത് ഈ ഒന്നാമത്തെ സെല്ലിന് അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഞാൻ V1 എന്ന് വിളിക്കുക. V1 ഇത് 0 ആണ്. അത് 0 ആണെങ്കിൽ ഈ ആറിന്റെ വാല്യൂ ഏതാണ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യം ശ്രദ്ധിച്ചിരിക്കുക, എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക, ഒരു സെല്ലിന്റെ ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ വരുന്നതെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ആ സെല്ലിന്റെ അല്ലെങ്കിൽ ആ സർക്യൂട്ടിലെ അല്ലെങ്കിൽ ആ സെല്ല് തരുന്ന നെറ്റ് കറണ്ട് കണ്ടുപിടിക്കുക. ഇപ്പൊ നിങ്ങൾ നോക്കിക്കേ, നമ്മൾ തൊട്ട് മുമ്പ് ചെയ്ത ക്വസ്റ്റ്യനില് നെറ്റ് കറണ്ട് കണ്ടുപിടിച്ചു. അതിന് എന്നാലേ ഈ ആൻസറിലേക്ക് എത്താൻ പറ്റത്തുള്ളൂ. അപ്പം മെജോറിറ്റി ഓഫ് ക്വസ്റ്റ്യനിലും അങ്ങനെ നമുക്ക് കറണ്ട് കണ്ടുപിടിക്കേണ്ടി വരും. അപ്പൊ അതൊന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പൊ ഇവിടുത്തെ നെറ്റ് കറണ്ട് എന്താ? നെറ്റ് കറണ്ട് കാണാൻ നമുക്കറിയാം, കറണ്ട് കാണാൻ നെറ്റ് ഇ എം എഫ് ഡിവൈഡഡ് ബൈ നെറ്റ് റെസിസ്റ്റൻസ് എടുത്താൽ മതി. അപ്പൊ നെറ്റ് ഇ എം എഫ് എന്ന് പറഞ്ഞാൽ 2E. നെറ്റ് ഇ എം എഫ് എന്ന് പറഞ്ഞാൽ E പ്ലസ് E 2E ഡിവൈഡഡ് ബൈ നെറ്റ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ R1 പ്ലസ് R2 പ്ലസ് R. അപ്പം ക്യാപിറ്റൽ R പ്ലസ് R1 പ്ലസ് R2. ഇക്വേഷൻ നമ്പർ 1. ഇനി രണ്ടാമത്തെ ഇക്വേഷനൂടെ ഞാൻ ഇവിടെ നിന്ന് കണ്ടുപിടിക്കാൻ പോവാം. നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചു നോക്കുക. ക്വസ്റ്റ്യനകത്ത് ഒരു ക്ലൂ തന്നായിരുന്നു. ഈ ഫസ്റ്റ് സെല്ലിന് അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് 0 ആണെന്ന്. അതായത് V1 0 ആണെന്ന്. നമുക്കറിയാം സെല്ലുകളെല്ലാം ഡിസ്ചാർജ് ചെയ്യപ്പെടുവാണ്. അപ്പൊ ഡിസ്ചാർജ് ചെയ്യുവാണെങ്കിൽ ഇക്വേഷൻ എന്താ? V ഈക്വൽ ടു, അപ്പൊ ഇവിടെ V1 ആണ്, ഈക്വൽ ടു E മൈനസ് I അവന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് R1. അപ്പൊ ഇത് 0 അല്ലേ? ഇത് 0 ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് എഴുതാം? E ഈക്വൽ ടു IR1 എന്ന് എഴുതിക്കൂടെ? E ഈസ് ഈക്വൽ ടു IR1. അപ്പൊ ഇവിടുന്ന് I പറഞ്ഞ് I ഈസ് ഈക്വൽ ടു E ബൈ R1. ഇക്വേഷൻ നമ്പർ 2. ഈ രണ്ട് ഇക്വേഷനിലെയും നമുക്ക് LHS കിട്ടിയിരിക്കും. നമ്മൾ കണ്ടുപിടിച്ച കറണ്ട് I ആണ്. അപ്പൊ ഈ I കിട്ടി. അപ്പൊ ഇത് ഇക്വേറ്റ് ചെയ്തുകൂടെ മക്കൾ? ഇതങ്ങ് ഇക്വേറ്റ് ചെയ്തടാ. ഇത് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ഇക്വേഷൻ, ഫസ്റ്റ് ഇക്വേഷൻ 2E ഈക്വൽ ടു R പ്ലസ് R1 പ്ലസ് R2 ആയിരുന്നു. രണ്ടാമത് കിട്ടിയ ഇക്വേഷൻ E ബൈ R1 ആയിരുന്നു. E ബൈ R1 ആയിരുന്നു. ഇവിടുന്ന് ഈ രണ്ട് കട്ട് ചെയ്യാം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 2R1 ഈക്വൽ ടു R പ്ലസ് R1 പ്ലസ് R2 ആണ്. നമ്മളോട് R കാണാനാണ് ചോദിച്ചത് അല്ലെ? R കാണാനാണ് ചോദിച്ചത്. ഈ 2R1 ഇപ്പുറത്ത് കൊണ്ടുപോവാ, അല്ലെങ്കിൽ ഈ R ഇവിടെ നിന്നോട്ടെ, R ഇവിടെ നിന്നോട്ടെ. 2R1 മൈനസ് R1 ദാറ്റ് ഈസ് R1 മൈനസ് R2. R1 മൈനസ് R2 അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടാവണം. R1 മൈനസ് R2 ഫസ്റ്റ് ഓപ്ഷൻ എടുക്കാം. R1 മൈനസ് R2 നമുക്ക് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. കോൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആണല്ലോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 2 cells EMF 1.25 volt and 0.75 volt and each internal resistance 1 ohm are connected in parallel. Effective EMF. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. നമ്മളോട് ചോദിച്ചത് നെറ്റ് EMF കാൽക്കുലേറ്റ് ചെയ്യാനാണ്. അവർ പാരലൽ ആണെന്നും പറയുന്നുണ്ട്. അപ്പൊ രണ്ട് സെല്ലുകൾ പാരലൽ ആണെങ്കിൽ ഇഫക്റ്റീവ് EMF കാണാൻ നമ്മൾ ഡയറക്റ്റ് ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. E1R2 പ്ലസ് E2R1 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2. ഇതാണ് ജനറൽ ഇക്വേഷൻ. അപ്പൊ E1
E1 എത്രയാ 1.25 into R2 that is 1 plus അല്ലേ ഓഫ് ഇന്റേണൽ റെസിസ്റ്റൻസ് 1 ഓം എല്ലാത്തിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് സെയിം ആണ്. E2 EMF എത്രയാ 0.75 into again internal resistance 1 divided by internal resistanceകളുടെ സം ആണ് that is 2. ഇത് 1.25 പ്ലസ് 0.75 എന്ന് തന്നെ കിട്ടുന്നത്. അപ്പോൾ 1.25 പ്ലസ് 0.75 എന്ന് പറയുമ്പോൾ again അത് 2 എന്ന് തന്നെ കിട്ടുന്നത്. 2/2 പ്രത്യേകിച്ചൊന്നും ഇല്ല. ഇങ്ങനെ ക്വസ്റ്റ്യൻ ഒന്നും നീറ്റിന് ചോദിച്ച് കാണാറില്ല. ഇതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിപ്പോയി. ഇങ്ങനത്തേത് ചോദിച്ച് കാണാറില്ലെന്ന് തന്നെ ചോദിക്കാറൊക്കെ ഉണ്ട്, പക്ഷെ അത് വളരെ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കുറവായിരിക്കും ഇങ്ങനെ ചോദിക്കുന്ന ക്വസ്റ്റ്യനുകൾ. യെസ്, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. എന്താ ചോദിച്ചിരിക്കുന്നത്? ദ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് കറണ്ട് ഇൻ ദ സർക്യൂട്ട്. അതിന്റെ ഡയറക്ഷനൂടെ പറയണം. നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചു നോക്കിയേ, കറണ്ട് കാണാൻ നമുക്കറിയാം ഐ എന്ന് പറയുന്നത് നെറ്റ് EMF അല്ലേ, നെറ്റ് EMF ഡിവൈഡഡ് ബൈ നെറ്റ് റെസിസ്റ്റൻസ് ആണെന്ന് നമുക്കറിയാം, വിച്ച് ഈസ് ഈക്വൽ ടു, ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇവിടെ ഈ സെല്ലിന്റെ പോസിറ്റീവും ഈ സെല്ലിന്റെ പോസിറ്റീവും കൂടെ കണക്ട് ചെയ്തിരിക്കുന്നത്. നമ്മൾ സാധാരണ ഇത്രയും നേരം പഠിച്ചത് ഒരു സെല്ല് ഇങ്ങനെ വെച്ചു, അടുത്ത സെല്ല് ഇങ്ങനെയോ വെക്കുന്നത്. അതായത് ഒരു സെല്ലിന്റെ നെഗറ്റീവിനെ അടുത്ത സെല്ലിന്റെ പോസിറ്റീവായിട്ടാണ് കണക്ട് ചെയ്തത്. അപ്പൊ അവിടെ EMFകൾ ആഡ് ചെയ്ത് പോയാൽ മതി. ഇതിനെ വിളിക്കുന്ന പേരാണ് പ്രോപ്പർ കണക്ഷൻ. ഈ കണക്ഷനെ വിളിക്കുന്ന പേര് പ്രോപ്പർ കണക്ഷൻ. ഇതാണ് നമ്മൾ ഓൾറെഡി പഠിച്ച കോൺസെപ്റ്റ്. ഇതായിരുന്നു നമ്മൾ ഇത്ര നേരം പഠിച്ചത്. പക്ഷെ ഇവിടെ നേരെ തിരിഞ്ഞല്ലേ ഇരിക്കുന്നത്, അതായത് ഇവര് മുഖാമുഖം നോക്കിയിരിക്കുന്ന കൊണ്ട് ഇതിനെ വിളിക്കുന്ന പേര് റോങ് കണക്ഷൻ. അങ്ങനെയാണെങ്കിൽ നെറ്റ് EMF കാണാൻ വലുത് ഇന്ന് ചെറുതങ്ങ് കുറച്ചാൽ മതി. ഇത്ര നേരം നമ്മൾ ആഡ് ചെയ്തുകൊണ്ടായിരുന്നത്. ഇത് വലിയ EMF ചെറിയ EMF കുറയ്ക്കുക. നിങ്ങൾക്കും അറിയാവുന്ന കാര്യമാണ്. കാര്യം ഈ സെല്ലിന്റെ പോസിറ്റീവിന് ഇങ്ങോട്ട് കറണ്ടും ഈ സെല്ലിന്റെ പോസിറ്റീവിന് അതിന്റെ ഓപ്പോസിറ്റും. അപ്പൊ നെറ്റ് EMF ആണ് അവരുടെ ഡിഫറൻസ് എടുക്കുക. 10 - 5 that is 5 volt നെറ്റ് EMF ഡിവൈഡഡ് ബൈ നെറ്റ് റെസിസ്റ്റൻസ്. റെസിസ്റ്റൻസ് എന്തായാലും എപ്പോഴും ആഡ് ചെയ്യപ്പെടത്തേ ഉള്ളൂ. ഈ 10 ആണ് വലുത്, അതുകൊണ്ട് നെറ്റ് കറണ്ട് ഇവിടുന്ന് പുറത്തേക്കായിരിക്കും നെറ്റ് കറണ്ട്. അപ്പൊ ഈ കറണ്ട് 1 കൂടെ കയറി 7 കൂടെ കയറി 2 കൂടെ വരും. അപ്പൊ അവന്മാര് സീരീസാ, 7 1 8 2 10. അപ്പൊ 5/10 എന്ന് പറഞ്ഞാൽ 5/10 എന്ന് 1/2 1/2 എന്ന് പറഞ്ഞാൽ 0.5 ആംപിയർ ആണ്. 0.5 ആംപിയർ എങ്ങനെയാ? ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്, ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അപ്പൊ ആൻസർ 0.5 ആംപിയർ ഫ്രം A to B ഇങ്ങനെ പോകും. ശരി, ഇവിടുന്ന് കറങ്ങി ഇങ്ങനെ വന്നിട്ട് ഇവിടുന്ന് ഇങ്ങോട്ടാ പോകുന്നത്. അപ്പൊ എയിൽ നിന്ന് ബിയിലോട്ടാണ് അല്ലേ. സോ ആൻസർ ഈസ് A to B through E. ശരിയാണ്. ആൻസർ ഈസ് ഓപ്ഷൻ 1. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നത്. സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കാം. കറണ്ട് ഇലക്ട്രിസിറ്റിയിൽ നിങ്ങൾക്ക് ഏറ്റവും വെയിറ്റേജ് കൊടുക്കാൻ പറ്റിയ ടോപ്പിക്കുകളിൽ ഒരെണ്ണമാണ് ക്രിച്ച്ഹോഫ്സ് ലോ. നമുക്കറിയാം ക്രിച്ച്ഹോഫ്സ് ലോ എന്ന് പറയുമ്പോഴത്തേക്ക് 2 ലോ ആണ്. ഇതാണ് അദ്ദേഹം വളരെ നമുക്ക് ആസ് എ ഫിസിക്സ് അധ്യാപകൻ, ആസ് എ ഫിസിക്സ് സ്റ്റുഡന്റ് അല്ലെങ്കിൽ ഒരു സയൻസ് സ്റ്റുഡന്റ് നമ്മൾ ഭയങ്കരമായിട്ട് സ്നേഹിക്കേണ്ട ബഹുമാനിക്കേണ്ട ഒരാളാണ്. ചിലർ വിചാരിക്കും ഇദ്ദേഹമാണല്ലോ നമുക്ക് ഈ പണി തന്നതെന്നൊക്കെ വിചാരിക്കും. എന്തായാലും എന്തെങ്കിലുമൊക്കെ കോൺസെപ്റ്റ് ഒക്കെ നമ്മൾ പഠിക്കണ്ടേ. അപ്പൊ നമ്മളൊക്കെ വളരെ കാര്യമായി ബഹുമാനിക്കേണ്ട മനുഷ്യനാണ് ഇദ്ദേഹമൊക്കെ കേട്ടോ. യെസ്, അപ്പൊ നമുക്ക് നോക്കാം. ക്രിച്ച്ഹോഫ് ലോയിൽ നമുക്കറിയാം ഇദ്ദേഹം ഈ ലോസിലൂടെ സർക്യൂട്ട് എങ്ങനെ അനലൈസ് ചെയ്യാം അതിനുവേണ്ടിയുള്ള ലോസ് ആണ് അദ്ദേഹം കണ്ടുപിടിച്ചത്. ബേസിക്കലി നമുക്ക് 2 ലോ ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് വൺ ജംഗ്ഷൻ റൂൾ ആൻഡ് സെക്കൻഡ് വൺ ലൂപ്പ് റൂൾ. നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പൊ ഈ ഓരോ റൂളും എന്താണെന്നും അതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നവരാണ്. ജംഗ്ഷൻ റൂൾ എന്താ പറയുന്നത് എല്ലാവരും ഇവിടെ ശ്രദ്ധിച്ചിരിക്കുക. അതായത് കറണ്ട് ലോ അല്ലെങ്കിൽ ജംഗ്ഷൻ റൂൾ എന്നൊക്കെ അതിനെ വിളിക്കും, അല്ലെങ്കിൽ KCL ക്രിച്ച്ഹോഫ് കറണ്ട് ലോ എന്നൊക്കെയാണ് വിളിക്കുന്നത്. അദ്ദേഹം ഇത്രേ പറയുന്നുള്ളൂ, ഒരു ജംഗ്ഷൻ എടുത്താൽ ആ ജംഗ്ഷനിലേക്ക് എൻ്റർ ചെയ്യുന്ന കറണ്ടുകളുടെയും ലീവ് ചെയ്യുന്ന കറണ്ടുകളുടെയും സമ്മ് ഈക്വൽ ആയിരിക്കും. അല്ലെങ്കിൽ ഒരു ജംഗ്ഷൻ കൺസിഡർ ചെയ്താൽ അവിടുത്തെ ഓൾജിബ്രായിക് സം ഓഫ് ദ കറണ്ട് മീറ്റിംഗ് അറ്റ് ദാറ്റ് ജംഗ്ഷൻ 0. സ്റ്റേറ്റ്മെന്റ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ലൂപ്പ് വോൾട്ടേജ് റൂൾ അല്ലെങ്കിൽ ലൂപ്പ് റൂളിലേക്ക് നമുക്ക് വരുന്നതിന് മുമ്പ് ആദ്യം ഞാൻ ജംഗ്ഷൻ റൂൾ പെട്ടെന്നൊന്ന് പറഞ്ഞു വിടാം. ഇവിടെ ശ്രദ്ധിച്ചിരിക്കുക. അതായത് വളരെ സിമ്പിൾ ലോജിക്കിൽ പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പറയാം. ഇപ്പൊ ഇതൊരു ഈ കാണുന്നത് ഒരു ജംഗ്ഷനാണ്. ഇപ്പൊ ഈ കറണ്ടിലേക്ക് വന്ന് എൻ്റർ ചെയ്യുന്ന ഒരു കറണ്ടാണ് I1. ലീവ് ചെയ്യുന്ന മറ്റൊരു കറണ്ട് I2. I3യും ലീവ് ചെയ്യുന്നു, I4ഉം എൻ്റർ ചെയ്യുവാണെന്ന് വിചാരിക്കുക. അപ്പൊ അദ്ദേഹം പറഞ്ഞത് അറ്റ് എനി ജംഗ്ഷൻ algebraic sum of the current is 0 meeting at that junction 0 ആണെന്നാ പറയുന്നത്. അങ്ങോട്ട് എൻ്റർ ചെയ്യുന്ന കറണ്ട് I1 ആണ്,
I2 ലീവ് ചെയ്യുവാണ്, I3 ലീവ് ചെയ്യുവാണ്, I4 എൻ്റർ ചെയ്യുവാണ്, ഈക്വൽ ടു 0 അല്ലെ. എൻ്റർ ചെയ്യുന്ന കറണ്ടുകൾ നമ്മൾ പ്ലസ് ആയിട്ടും ലീവ് ചെയ്യുന്ന കറണ്ടുകൾ മൈനസ് ആയിട്ടും എടുത്തു. ആൻഡ് ഫൈനലി ഇവിടുന്ന് നമുക്ക് എന്താ എഴുതാം? I1 പ്ലസ് I4 എന്ന് പറയുന്നത് I2 പ്ലസ് I3 ആയിട്ട് എഴുതാം. അതായത് എൻ്റർ ചെയ്യുന്ന കറണ്ടാണ്, ഇത് ലീവ് ചെയ്യുന്ന കറണ്ടാണ്. ദ സം ഓഫ് ദ കറണ്ട് എൻ്ററിംഗ് ടു ദ ജംഗ്ഷൻ ഈക്വൽ ടു സം ഓഫ് ദ കറണ്ട് ലീവിംഗ് ദ ജംഗ്ഷൻ. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ അടുത്ത ലോയായ വോൾട്ടേജ് ലോ അല്ലെങ്കിൽ KVL ക്രിച്ച്ഹോഫ് വോൾട്ടേജ് ലോ അല്ലെങ്കിൽ മെഷ് റൂൾ, ലൂപ്പ് റൂൾ എന്നൊക്കെ വിളിക്കും. അതിൽ അദ്ദേഹം പറയുന്നത് ഇൻ എനി ക്ലോസ്ഡ് ലൂപ്പ് ദി ഓൾജിബ്രൈക് സം ഓഫ് പ്രൊഡക്റ്റ് ഓഫ് കറണ്ട് ആൻഡ് റെസിസ്റ്റൻസ് ഈക്വൽ ടു നെറ്റ് EMF ഇൻ ദാറ്റ് ലൂപ്പ് എന്നാണ് പറയുന്നത്. ലൂപ്പ് റൂൾ എന്താണെന്നൊക്കെ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഓൾജിബ്രൈക് സം ഓഫ് പ്രൊഡക്റ്റ് ഓഫ് കറണ്ട് ആൻഡ് റെസിസ്റ്റൻസ് ഈക്വൽ ടു നെറ്റ് EMF എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അതെങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? നമുക്ക് ആ കോൺസെപ്റ്റ് ഒന്ന് നോക്കി വരാം. ശ്രദ്ധിച്ചിരിക്കുക. അതായത് ഇപ്പൊ ഇവിടെ ഒരു സെല്ലുണ്ട്, ഇവിടെ ഒരു സെല്ലുണ്ട്. ഈ ബ്രാഞ്ചിൽ ഇങ്ങനെ കുറെ റെസിസ്റ്ററുകളും ഉണ്ടെന്ന് വിചാരിക്കുക. ഇവന്റെ EMF E1 ആണ്, ഇവന്റെ EMF E2 ആണ്, ഇവന്റെ റെസിസ്റ്റൻസ് R1, ഇവന്റെ റെസിസ്റ്റൻസ് R2, ഇവന്റെ റെസിസ്റ്റൻസ് R3. ഇനി ഇവിടെ നമുക്ക് ഒരു അസംഷൻ എടുക്കാം. ഈ സെല്ലിന്റെ EMF E1 ഗ്രേറ്റർ ദാൻ E2 ആണെന്ന് വിചാരിക്കാം. അപ്പൊ ഇവിടുത്തെ നെറ്റ് EMF എന്ന് പറഞ്ഞാൽ എന്താ? E1 ഗ്രേറ്റർ ദാൻ E2 ആണെങ്കിൽ ഇവനാണ് നെറ്റ് കറണ്ട് ഇങ്ങോട്ട് തരുന്നത്. കാര്യം ഇത് വലുതും ഇത് ചെറുതുമാണ്, ഇവർ ഓപ്പോസിറ്റ് പൊളാരിറ്റിയിലായിരിക്കുന്നതും. അപ്പൊ നെറ്റ് കറണ്ട് ഇങ്ങോട്ട് വരും. അപ്പൊ ഇവര് തമ്മിൽ നെറ്റ് തരുന്ന കറണ്ട് ഇങ്ങനെ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. സോ ഇവിടുന്ന് വരുന്ന കറണ്ട് I എന്ന് എടുക്കാം, നെറ്റ് കറണ്ട് ആയി. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഉണ്ടാവുന്ന ഡ്രോപ്പ് എന്താ? ഇവിടെ ഉണ്ടാകുന്ന ഡ്രോപ്പ് ആണ്, ഇവിടെ ഉണ്ടാകുന്ന ഡ്രോപ്പ് V1, ഇവിടുത്തെ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് V2, ഇവിടുത്തെ ഡ്രോപ്പ് എന്ന് പറയുന്നത് V3 ആണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞത് ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഈ റൂളിലേക്ക് ഇവിടേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് ആ ഡെഫിനിഷനിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. നെറ്റ് സം ഓഫ് IR ആര്? V ആ. അപ്പൊ സം ഓഫ് V എടുത്താൽ EMF ഇക്വലന്റ് ആയിരിക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഇവിടെ ഉണ്ടാവുന്ന ഡ്രോപ്പ് V1 അല്ലേ, ഇവിടെ ഉണ്ടാവുന്ന ഡ്രോപ്പ് V2 അല്ലേ, ഇവിടെ ഉണ്ടാവുന്ന ഡ്രോപ്പ് V3 അല്ലേ? അതെന്ന് പറയുന്നത് അവിടുത്തെ നെറ്റ് EMF ഇക്വലന്റ് ആണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. V1 ആരാ? IR1 അല്ലെ, I ഇൻറ്റു R1. V2 ആരാ? I ഇൻറ്റു R2. V3 ആരാ? I ഇൻറ്റു R3 വിച്ച് ഈസ് ഈക്വൽ ടു നെറ്റ് EMF ആരാ? E1 മൈനസ് E2. കാര്യം E1 വലുതാണ്. ഇങ്ങനെ ഒരു ഇക്വേഷൻ എഴുതാൻ പറ്റുമെന്നാണ് അദ്ദേഹം രണ്ടാമത്തെ റൂളിലൂടെ പറഞ്ഞത്. ക്ലിയർ? ഇനി ഇവിടെ നിങ്ങൾ ഓർക്കുക, ക്രിച്ച്ഹോഫ് ലോ ഇങ്ങനെ ഇക്വേഷൻ എഴുതുമ്പോഴും അവിടുത്തെ സൈൻ കൺവെൻഷൻ നമ്മൾ അറിഞ്ഞിരിക്കണം. വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പൊ അതെങ്ങനെയാണ് അദ്ദേഹം പറയുന്നതെന്ന് വെച്ചാൽ, ഇതൊരു സെല്ലാണ്, ഈ കാണുന്ന പോയിന്റ് A ആണ്, ഈ കാണുന്ന പോയിന്റ് B ആണ്, ഈ സെല്ലിന്റെ EMF E ആണ്. നമ്മൾ എയിൽ നിന്ന് ബിയിലോട്ടാണ് മൂവ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. ഒരു സർക്യൂട്ടിൽ നിങ്ങൾ എയിൽ നിന്ന് ബിയിലോട്ടാണ് പോകുന്നതെങ്കിൽ നിങ്ങൾ കാണുന്ന രണ്ടാമത്തെ സിമ്പൽ ഏതാണോ അതെടുക്കുക എന്നാണ്. നിങ്ങൾ ഒന്നാമത് എയിൽ നിന്ന് ബിയിലോട്ട് വരുമ്പോൾ നിങ്ങൾ ഒന്നാമത് കാണുന്നത് പോസിറ്റീവ് സിമ്പിൾ ആണ്, രണ്ടാമത് കാണുന്ന നെഗറ്റീവ് സിമ്പിൾ ആണെങ്കിൽ ഇവിടുത്തെ EMF നിങ്ങൾ -E എടുക്കണം. അതേസമയം ഇതേപോലെ നമ്മളൊരു സെല്ല് കൺസിഡർ ചെയ്യുന്നു. ഇത് A ആണ്, ഇത് B ആണ്, ഇവന്റെ EMF E ആണ്, ഇത് പ്ലസ് ആണ്, ഇത് മൈനസ് ആണ്. നിങ്ങൾ ഇങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ അത് +E എടുക്കണം. കാര്യം നിങ്ങൾ ബിയിൽ നിന്ന് എയിലോട്ടാണ് വന്നത്, നിങ്ങൾ രണ്ടാമത് കണ്ട സിമ്പിൾ പോസിറ്റീവ് ആണ്. അപ്പൊ രണ്ടാമത്തെ സിമ്പിൾ ഏതാണോ ആ രണ്ടാമത്തെ സിമ്പിൾ അങ്ങ് എടുക്കുക. വളരെ സിമ്പിൾ ആണല്ലോ. ഇതേപോലെ ഒരു റെസിസ്റ്റർ ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഇത് A ആണ്, ഇത് B ആണ്. കറണ്ട് പോകുന്നത് A to B ആണെന്ന് അസ്യൂം ചെയ്യാം. ഇവന്റെ റെസിസ്റ്റൻസ് R ആണ്. Current always flows from high potential to low potential, which means that positive to negative potential. Current flows from positive potential to negative potential. അപ്പൊ നിങ്ങൾ എയിൽ നിന്ന് ബിയിലോട്ടാണ് പോകുന്നതെങ്കിൽ നിങ്ങൾ കാണുന്നത് രണ്ടാമത്തെ സിമ്പിളായ നെഗറ്റീവ് ആണ്. അപ്പൊ ഇവിടെ IR പ്രോഡക്റ്റ് നിങ്ങൾ നെഗറ്റീവ് എടുക്കണം, കാരണം രണ്ടാമത്തെ സിമ്പിൾ നെഗറ്റീവ് ആണ്. അറ്റ് ദ സെയിം ടൈം ഇതേപോലെ ഒരു റെസിസ്റ്റർ ഇൻ ബിറ്റ്വീൻ എയ്ക്കും ബിക്കും അടക്കിയിരിക്കുന്നു. ഇവന്റെ റെസിസ്റ്റൻസ് R ആണ്. കറണ്ട് വരുന്നത് ഇതേ ഡയറക്ഷൻ എയിൽ നിന്ന് ബിയിലോട്ടാണ്. അപ്പൊ നമുക്കറിയാം കറണ്ട് ഫ്ലോസ് ഫ്രം ഹൈ പൊട്ടൻഷ്യൽ ടു ലോ പൊട്ടൻഷ്യൽ ആണ്. പക്ഷെ നിങ്ങൾ ബിയിൽ നിന്ന് എയിലേക്കാണ് നിങ്ങൾ ട്രാവൽ ചെയ്യുന്നതെങ്കിൽ ഇവിടുത്തെ IR പ്രോഡക്റ്റ് പോസിറ്റീവ് എടുക്കണം. കാര്യം എന്താ? നിങ്ങൾ ബിയിൽ നിന്ന് എയിലോട്ട് വരുമ്പോൾ ആദ്യം കാണുന്ന സിമ്പിൾ മൈനസും രണ്ടാമത് കാണുന്ന സിമ്പിൾ പ്ലസും ആണ്. അപ്പൊ രണ്ടാമത്തെ സിമ്പിൾ എടുക്കണം. അതായത് കറണ്ടിന്റെ അതേ ഡയറക്ഷനിൽ പോയാൽ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് -IR ഉം, കറണ്ടിന്റെ ഓപ്പോസിറ്റ് വന്നാൽ പൊട്ടൻഷ്യലിന്റെ ഗെയിൻ ആണ്, അത് +IR ആണെന്നും പറയാം അല്ലേ. കാര്യം ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നതോറും റെസിസ്റ്ററിൽ ഡ്രോപ്പ് ആണ് സംഭവിക്കുന്നത്.
ഇവിടുന്ന് തിരിച്ച് നിങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ നിങ്ങൾ ഡ്രോപ്പ് ഉള്ളിടത്തു നിന്നല്ല, ഡ്രോപ്പ് ഉള്ളിടത്തു നിന്ന് ഗെയിൻ ഉള്ളിടത്തേക്കാണ് നിങ്ങൾ വരുന്നത്. അതുകൊണ്ടാണ് പ്ലസ് എടുക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ രണ്ടാമത്തെ സിമ്പിൾ എടുത്ത് അങ്ങനെ പോകാം. വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് അറിയാം ഇതൊരു 1 ഷോട്ട് സീരീസ് ആണ്. അപ്പൊ ഞാൻ ഇത് വളരെ കുറച്ച് ഫാസ്റ്റ് ആക്കി തന്നെയാണ് വിടുന്നത്. നമ്മുടെ അവസാന പ്രിപ്പറേഷൻ ആണ്. അപ്പൊ ഇതൊക്കെ നിങ്ങൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങളാണ്. ബട്ട് സ്റ്റിൽ അതൊക്കെ ഒന്ന് പെട്ടെന്ന് നോക്കി വെക്കുക. യെസ്, ഇവിടെ നോക്കൂ, നമ്മൾ പറഞ്ഞ കാര്യങ്ങളിലേക്കാണ് ഈ വന്നിരിക്കുന്നത്. കണ്ടോ, ഒരു ജംഗ്ഷൻ റൂൾ, ഒരു ജംഗ്ഷൻ ഞാൻ തന്നിട്ടുണ്ട്. എൻ്റർ ചെയ്യുന്ന കറണ്ട് ആണ് I2, എൻ്റർ ചെയ്യുന്ന കറണ്ട് ആണ് I1, എൻ്റർ ചെയ്യുന്ന കറണ്ട് ആണ് I5. അപ്പൊ I2 പ്ലസ് I1 പ്ലസ് I5 ആണ് ഇവരുടെ സം അല്ലേ. സം ഓഫ് കറണ്ട് എൻ്ററിങ് ഈക്വൽ ടു ലിവിങ്. അതേപോലെ ഇവിടെ നോക്കിക്കേ, ഇവിടുത്തെ നെറ്റ് EMF ഇവിടെ E1 ഉണ്ട്, ഇവിടെ E2 ഉണ്ട്. അപ്പൊ ഇവർ രണ്ടൊരു ഓപ്പോസിറ്റ് പൊളാരിറ്റിയിലായിരിക്കുന്നത്. അപ്പൊ E1 വലുതാണെങ്കിൽ നെറ്റ് EMF E1 മൈനസ് E2 എന്ന് പറയുന്നത് ഇവിടുത്തെ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് IR ആണ്. അതാണ് അദ്ദേഹം ലൂപ്പ് റൂളിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതൊക്കെ പ്രോപ്പർ ആയിട്ട് അപ്ലൈ ചെയ്യാൻ അറിയാം കേട്ടോ. ഇനിയും ഈ ലൂപ്പ് റൂൾ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ നമ്മൾ അത് കുറച്ചുകൂടെ പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി നോഡൽ മെത്തേഡ് എന്ന് പറഞ്ഞ നോഡൽ അനാലിസിസ്, അങ്ങനെ ഡിഫറെന്റ് മെത്തേഡുകൾ യൂസ് ചെയ്യും. അപ്പൊ അത് ഞാനിപ്പോ പറയുന്നുണ്ട്. പക്ഷെ അതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ലെക്ചറിങ് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലിന്റെ പ്ലേലിസ്റ്റിൽ, ഞാനിപ്പോ ഇതിനു മുമ്പ് പറഞ്ഞ ക്രിച്ചോഫ് ലോ ഒക്കെ ആയിക്കോട്ടെ, നമ്മുടെ യൂട്യൂബ് ചാനലിന്റെ പ്ലേലിസ്റ്റിലെ ബൂസ്റ്റർ സീരീസ് എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റിൽ ഇതിന്റെ ഒക്കെ ഡീറ്റെയിൽഡ് വീഡിയോസും ഇട്ടിട്ടുണ്ട്. ആർക്കെങ്കിലും കൂടുതൽ ഡീറ്റെയിലിംഗ് വേണമെങ്കിൽ ആ വീഡിയോസും റെഫർ ചെയ്യാവുന്നതാണ്. യെസ്, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ശ്രദ്ധിച്ചിരിക്കുക. എന്താ, ഇൻ ദ സർക്യൂട്ട് ഷോൺ ഇൻ ദ ഫിഗർ ഫൈൻഡ് കറണ്ട് I. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഈ I കറണ്ട് കാണാനാണ്. അപ്പൊ ഇവിടെ ശ്രദ്ധിച്ച് ചോദിക്കേ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്ന കറണ്ട് 2 ആംപിയറും ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്ന കറണ്ട് 1 ആംപിയർ ആണ് അല്ലേ. അപ്പൊ നമ്മൾ കറണ്ട് എന്ത് ചെയ്യണം, ജംഗ്ഷനിലേക്ക് എത്തുമ്പോൾ സമ്മപ്പ് ചെയ്തെടുക്കുക എന്നുള്ളത്. ഈ വരുന്ന കറണ്ട് 2 ആംപിയർ ആണ്, ഇത് 3 ആംപിയർ ആണ്. അപ്പൊ 2 + 3 ഈ ബ്രാഞ്ചിലോട്ട് 5 ആംപിയർ കറണ്ട് എത്തും. 5 ആംപിയർ കറണ്ട് ഇവിടോട്ട് എത്തും. പക്ഷെ ഈ 5 ആംപിയർ കറണ്ട് വന്നതിൽ 2 ആംപിയർ ഇങ്ങോട്ടും 1 ആംപിയർ ഇങ്ങോട്ടും പോയി, വിച്ച് മീൻസ് ദാറ്റ് ഇവിടേക്ക് 3 ആംപിയർ കറണ്ട് പോകണം അല്ലെ. ഇങ്ങോട്ട് 3 വന്നാലല്ലേ 2 ഇങ്ങോട്ടും 1 ഇങ്ങോട്ടും പോകത്തുള്ളൂ. അതെ, ഇപ്പൊ 3 ആംപിയർ പോയി, വന്നത് 5 ആംപിയർ ആണ്. ഈ 5 ആംപിയറിൽ 3 ഇങ്ങോട്ട് പോയാൽ റിമൈനിങ് ഇങ്ങോട്ട് എത്ര വരും, ഇങ്ങോട്ട് 2 ആംപിയർ കറണ്ട് വരും. യെസ്, ഇവിടുന്ന് 2 ആംപിയർ വരുന്നു, ഇവിടുന്ന് മുകളിലേക്ക് 4 ആംപിയർ വരുന്നു. അപ്പൊ 4 + 2 ദേ ഇങ്ങോട്ട് 6 ആംപിയർ കിട്ടും. 6 ആംപിയർ കിട്ടും. ഇവിടുന്ന് 6 ആംപിയർ ഇങ്ങോട്ട് വരുന്നത്, ഇവിടുന്ന് 2 വരുന്നത്. അപ്പൊ ഈ 6 + 2 ആഡ് ഓൺ ആയിട്ട് ഇവിടേക്ക് 8 ആംപിയർ കറണ്ട് കിട്ടും. സോ I എന്ന് പറയുന്നത് 8 ആംപിയർ ആയിരിക്കും. ഓപ്ഷൻ 2 വളരെ സിമ്പിൾ ആയിട്ട് എടുക്കാവുന്നതാണ്. യെസ്, നോഡൽ മെത്തേഡ്, നോഡൽ അനാലിസിസിൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പെട്ടെന്ന് ശ്രദ്ധിച്ചിരിക്കണം. നോഡൽ മെത്തേഡ് വെച്ചിട്ട് നോർമലി നിങ്ങൾക്ക് ക്രിച്ചോഫ് ലോ വെച്ചും പ്രോബ്ലം ചെയ്യാൻ പറ്റും. ഒക്കെ വരുമ്പോഴത്തേക്കാണ്, ഒരു JEE മെയിൻസിന്റെ ലെവലിലോട്ടൊക്കെ എത്തുമ്പോഴാണ് ഈ നോഡൽ അനാലിസിസ് ഒക്കെ അപ്ലൈ ചെയ്യേണ്ടി വരുന്നത്. സാധാരണ നീറ്റിന് ചോദിക്കുന്ന ഒരു സർക്യൂട്ട് വളരെ ഈസി ആയിട്ട് ക്രിച്ചോഫ് ലോ രണ്ടും പഠിച്ചാൽ മതി, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ അതിനപ്പുറത്തോടെ ഒരു ഡിഫിക്കൽട്ടി വന്നാൽ എങ്ങനെ തരണം ചെയ്യാം എന്നതിന് വേണ്ടിയാണ് ഈ നോഡൽ മെത്തേഡിലൂടെ പറയുന്നത്. പെട്ടെന്നൊന്ന് പറഞ്ഞുവിടാം. അപ്പൊ ആദ്യം നിങ്ങൾ ഇതിലൊന്ന് അറിഞ്ഞിരിക്കുക, നോഡും ജംഗ്ഷനും പ്രത്യേകിച്ച് ഒന്നുമില്ല. ഈ കാണുന്നത് ഒരു നോഡാണ് എന്ന് വെച്ചാൽ ഇതൊരു സർക്യൂട്ട് എലമെന്റ് ആണ്, ഇതൊരു സർക്യൂട്ട് എലമെന്റ് ആണ്. ഈ 2 സർക്യൂട്ട് എലമെന്റുകൾ കണക്ട് ചെയ്ത പോയിന്റ് ആണ്. അപ്പൊ 2 എലമെന്റുകൾ മിനിമം കണക്ട് ചെയ്താൽ അതിനെ നോഡെന്ന് വിളിക്കാം. 3 എലമെന്റുകൾ കണക്ട് ചെയ്താൽ അതിനെ ജംഗ്ഷൻ എന്ന് വിളിക്കാം. ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. 3 എലമെന്റുകൾ കണക്ട് ചെയ്താൽ അതിനെ ജംഗ്ഷൻ എന്ന് വിളിക്കാം. അപ്പൊ 2 or more ആണെങ്കിൽ നോഡും 3 or more ആണ് ജംഗ്ഷനുമാണ്. അപ്പൊ 2 or more നോഡാണ് എന്ന് വെച്ചാൽ ഇതും നോഡാ, നോഡാണ് അല്ലേ. യെസ് യെസ്, ഓക്കെ. അപ്പൊ ഇത് നോഡാണ്, ഇത് ജംഗ്ഷൻ ആണ്. പക്ഷെ ഈ ജംഗ്ഷൻ ആരുവാ, നോഡുവാ. ജംഗ്ഷനുകൾക്ക് നോഡാവാൻ പറ്റും, പക്ഷെ നോഡുകൾക്ക് ജംഗ്ഷൻ ആവാൻ പറ്റത്തില്ല. കാര്യം ജംഗ്ഷൻ ആവണം മിനിമം 3 വേണം. 2 or more നോഡാണ്, 3 or more ആണ് ജംഗ്ഷൻ. ഒരു സർക്യൂട്ട് കണ്ടാൽ നമുക്ക് അതൊക്കെ മനസ്സിലാക്കാൻ പറ്റണം. അപ്പൊ ഇതിന്റെ ഒന്നാമത്തെ മെത്തേഡ് പെട്ടെന്ന് ഇത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാം. ഒന്നുമില്ല, നമ്മളുടെ കയ്യിൽ ഒരു സർക്യൂട്ട് കിട്ടുമ്പോൾ നമ്മൾ അവിടുത്തെ ജംഗ്ഷനുകൾ ഐഡന്റിഫൈ ചെയ്യുക. ജംഗ്ഷനുകൾ, അപ്പൊ ഇവിടെ നോക്കിക്കേ, ഇത് ഈ കാണുന്നത് ഒരു ജംഗ്ഷൻ ആണ്, ആണോ? അതേപോലെ ഈ കാണുന്നത് ഒരു ജംഗ്ഷൻ ആണ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇതിൽ ജംഗ്ഷനിൽ ഒരു ജംഗ്ഷന്റെ പൊട്ടൻഷ്യൽ V ആണെന്ന് അസ്യൂം ചെയ്യും. ഈ താഴെ കാണുന്ന ഒരു ജംഗ്ഷനെ നമ്മൾ അങ്ങ് എർത്ത് ചെയ്ത് 0 വോൾട്ട് എന്ന് എഴുതും. അങ്ങനെ എഴുതുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ, എന്നിട്ട് നമ്മൾ അസംഷൻ എടുക്കും ഈ V ആണ് ഈ സർക്യൂട്ടിലെ ഹൈ പൊട്ടൻഷ്യൽ എന്ന് നമ്മൾ അസ്യൂം ചെയ്യും. അതാവണമെന്ന് ഒരു നിർബന്ധമില്ല, നമ്മൾ അസ്യൂം ചെയ്യുന്നതാണ്. ഒരു ജംഗ്ഷൻ ഹൈ ആക്കും, മറ്റേത് ലോ ആക്കും. ക്ലിയർ? എന്നിട്ട് എന്തിനാ അങ്ങനെ ചെയ്യുന്നത്? കറണ്ട് ഓൾവേസ് ഫ്ലോസ് ഫ്രം ഹൈ പൊട്ടൻഷ്യൽ ടു ലോ പൊട്ടൻഷ്യൽ. അപ്പൊ ഈ ഹൈയിൽ നിന്ന് ഇവിടേക്ക് ഒരു കറണ്ട് I1 ഇങ്ങനെ ഫ്ലോ ചെയ്ത് ലോ വരെ വരും. അതേപോലെ ഈ ബ്രാഞ്ചിൽ കൂടെ താഴോട്ട് ഒരു കറണ്ട് I2 ഫ്ലോ ചെയ്യും. അതുപോലെ ഈ ബ്രാഞ്ചിൽ കൂടി ഇങ്ങോട്ട് ഒരു കറണ്ട് I3 ഫ്ലോ ചെയ്ത് ഇങ്ങനെ എത്തും.
എല്ലാ കറണ്ടുകളും ഹൈ പൊട്ടൻഷ്യലിൽ നിന്ന് ലോ പൊട്ടൻഷ്യലോട്ട് ഇങ്ങനെ വരും. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, I1 ഇവിടുന്ന് ഇങ്ങോട്ടാണ് ലീവ് ചെയ്തത്, I2 താഴേക്കും I3 ഇങ്ങോട്ടും അല്ലേ. എന്ന് വെച്ചാൽ എല്ലാ കറണ്ടുകളും ആ ജംഗ്ഷനിൽ നിന്ന് എന്താ ചെയ്തേ, ലീവ് ചെയ്തു. അപ്പൊ നിങ്ങൾക്ക് അവിടെ ഇത് ലൂപ്പ് റൂൾ വെച്ച് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ അത് നമുക്ക് ജംഗ്ഷൻ റൂളിന്റെ ആപ്ലിക്കേഷൻ ആക്കി എടുക്കാൻ പറ്റും. അതിനാണ് ഈ മെത്തേഡ് യൂസ് ചെയ്യുന്നത്, നോഡൽ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ഇവിടെ പല മെത്തേഡുകളുണ്ട്, അതിലൊരു മെത്തേഡാണ് ഞാൻ ഈ പറയുന്നത്. ഇവിടുന്ന് കറണ്ടുകൾ ലീവ് ചെയ്യുന്നു. അപ്പൊ ലീവ് ചെയ്യുന്ന കറണ്ട് ആരൊക്കെയാ, I1 പ്ലസ് I2 പ്ലസ് I3 ഈക്വൽ ടു 0. എല്ലാവരും ലീവ് ചെയ്യുവാണ്. അപ്പൊ ആദ്യം അതങ്ങ് എഴുതുക. ഹൈ കണ്ടു, ലോ കണ്ടു, ഹൈയിൽ നിന്ന് ലോയിലോട്ട് കറണ്ടുകൾ എല്ലാ ബ്രാഞ്ചിൽ കൂടെ വരയ്ക്കുക, അവരുടെ സം ഈക്വൽ ടു 0 എന്ന് എഴുതുക. ഇനി I1 I2 I3 അല്ലേ. I1 എന്ന് പറഞ്ഞാൽ എന്താ, കറണ്ടാ. കറണ്ട് കാണാനുള്ള ഇക്വേഷൻ, കറണ്ട് എന്ന് പറയുന്നത് കറണ്ട് ഇൻ എ ബ്രാഞ്ച്, കറണ്ട് ത്രൂ എ ബ്രാഞ്ച്, നമുക്ക് അങ്ങനെ തന്നെ എഴുതാം. കറണ്ട് ത്രൂ എ ബ്രാഞ്ച്, ത്രൂ എ ബ്രാഞ്ച്. മക്കളെ കറണ്ട് ത്രൂ എ ബ്രാഞ്ച് കാണാൻ ഇക്വേഷൻ ഓർത്തോണം. കറണ്ട് ത്രൂ എ ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇൻ ദാറ്റ് ബ്രാഞ്ച്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇൻ ദാറ്റ് ബ്രാഞ്ച് ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ്, റെസിസ്റ്റൻസ് ഇൻ ദാറ്റ് ബ്രാഞ്ച് എടുക്കുക, റെസിസ്റ്റൻസ് ഇൻ ദാറ്റ് ബ്രാഞ്ച് എടുക്കുക. കറണ്ട് കാണാൻ, കറണ്ട് ത്രൂ എ ബ്രാഞ്ച് കാണാൻ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ് എടുത്താൽ മതി. കറണ്ട് എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബൈ റെസിസ്റ്റർ. അപ്പൊ അത് എഴുതാനുള്ള എളുപ്പ വഴി നോക്കിക്കോണം. ഇതാണല്ലോ ഈ ബ്രാഞ്ചുകളുള്ള കറണ്ട് അല്ലേ I1. അപ്പൊ നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യും. ഇവിടുത്തെ പൊട്ടൻഷ്യൽ ആരാ, V. ഇവിടുത്തെ പൊട്ടൻഷ്യൽ ആരാ, V. എന്നിട്ട് നമ്മൾ ഇങ്ങോട്ട് വരും. നമ്മൾ പഠിച്ച ക്രിച്ച്ഓഫ് ലോയുടെ മെത്തേഡ് വെച്ചിട്ട് ആദ്യം കാണുന്നത് മൈനസ്, രണ്ടാമത് കാണുന്നത് പ്ലസ്, രണ്ടാമത്തെ സിമ്പിൾ പ്ലസ് ആണ്. ഇവിടുത്തെ പൊട്ടൻഷ്യൽ V ആയിരുന്നു. ആ വിയുടെ കൂടെ ഈ പ്ലസ് E1 കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. ഇനി ഇങ്ങനെ ട്രാവൽ ചെയ്ത് ഇവിടെ എത്തുമ്പോൾ 0 ആണ്, വേറെ ആരും ഇല്ല. അപ്പൊ V പ്ലസ് E1 ആണ് ഇവിടുത്തെ പൊട്ടൻഷ്യൽ, ഡിവൈഡഡ് ബൈ ആ ബ്രാഞ്ചിലെ റെസിസ്റ്റൻസ് R1 ആണ്. അപ്പൊ ഡിവൈഡഡ് ബൈ R1 ചെയ്യുക. അപ്പൊ ഈ കാണുന്നതാണ് I1. ഓക്കെ, പ്ലസ് അടുത്തതാരാ, ഇവിടുന്ന് ഇങ്ങോട്ട് നോക്കിയേ. ഇവിടുന്ന് താഴേക്ക് വരുമ്പോൾ ഇവിടുത്തെ പൊട്ടൻഷ്യൽ V ആണ്. നിങ്ങൾ താഴോട്ട് വരുമ്പോൾ ആദ്യം പ്ലസ് കാണും, രണ്ടാമത് മൈനസ് കാണും. അപ്പൊ രണ്ടാമത്തെ സിമ്പിളായ മൈനസ് ആണ്. അപ്പൊ V മൈനസ് E2 ഡിവൈഡഡ് ബൈ അവിടുത്തെ റെസിസ്റ്റൻസ് R2 ആണ്. പ്ലസ് ഇനി ഇങ്ങനെ കറങ്ങി വരുമ്പോൾ ഇവിടുത്തെ പൊട്ടൻഷ്യൽ V ആണ്. ഇത് ഇങ്ങനെ കറങ്ങി വരുമ്പോൾ ആദ്യം മൈനസ്, രണ്ടാമതാണ് പ്ലസ്, രണ്ടാമത്തെ പ്ലസ് എടുക്കണം. സോ V പ്ലസ് E3 ഡിവൈഡഡ് ബൈ അവിടുത്തെ റെസിസ്റ്റൻസ് R3 ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 0. which is equal to 0. ക്ലിയർ? ഇനി ഇത് എന്താ ചെയ്യേണ്ടത്, നിങ്ങൾ മനസ്സിലാക്കുക. ക്രിച്ച്ഓഫ് ലൂപ്പ് റൂൾ യൂസ് ചെയ്യുന്നത് തന്നെ കറണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടി, ഓരോ ബ്രാഞ്ചിലെ കറണ്ട് ഒക്കെ കാണാനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് ക്വസ്റ്റ്യനകത്ത് E1ഉം R1, E2 R2, E3 R3 ഒക്കെ തരും. അപ്പം E1 R1, E2 R2, E3 R3 അറിയാമെങ്കിൽ നമുക്ക് V കിട്ടും, നമുക്ക് V കണ്ടുപിടിക്കാൻ പറ്റും. നമുക്ക് ഒരു പ്രോബ്ലം ഉണ്ട്, പ്രോബ്ലത്തിൽ ചെയ്ത് അപ്ലൈ ചെയ്യാം. അപ്പൊ നമുക്ക് V കിട്ടും. ഇപ്പൊ നിങ്ങൾക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റി, E3 R3, E2 R2, E1 R1ന്റെ ഹെൽപ്പോട് കൂടി V കണ്ടുപിടിക്കാൻ പറ്റി. അപ്പൊ V നമ്മൾ കണ്ടുപിടിച്ചു. ഇനി ആ വിയുടെ വാല്യൂ ഇവിടെ കൊണ്ടിട്ടേ, ആ വിയുടെ വാല്യൂ ഇവിടെ കൊണ്ടിട്ട് I1 കിട്ടും, വിയുടെ വാല്യൂ ഇവിടെ ഇട്ടാൽ I2 കിട്ടും, വിയുടെ വാല്യൂ ഇവിടെ ഇട്ടാൽ I3 കിട്ടും. അത്രേ ഉള്ളൂ. ക്ലിയർ? സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന മെത്തേഡാണ്. യെസ്, നമുക്കിത് ഒരു ക്വസ്റ്റ്യനിൽ തന്നെ അതങ്ങ് അപ്ലൈ ചെയ്ത് നോക്കാം. ഇത് ക്രിച്ച്ഓഫ് ലൂപ്പ് റൂൾ വെച്ചും ചെയ്യാം, നിങ്ങൾ അങ്ങനെയും കൂടെ ചെയ്ത് നോക്കുക. ഇതൊരു ലൂപ്പ് ആക്കി എടുത്ത് ഇതൊരു ലൂപ്പ് ആക്കി എടുത്തും ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം, ഒരു പ്രശ്നമില്ല. നമുക്ക് നോക്കാം. ഫൈൻഡ് മാഗ്നിറ്റ്യൂഡ് ഓഫ് കറണ്ട് ത്രൂ 1 ohm റെസിസ്റ്റർ. ഈ 1 ohm റെസിസ്റ്ററിൽ കൂടെയുള്ള കറണ്ട് ആണ് കാണേണ്ടത്. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ജംഗ്ഷൻ റൂൾ നമ്മൾ അങ്ങോട്ട് യൂസ് ചെയ്യാം. നമ്മളിപ്പോ പഠിച്ച ജംഗ്ഷൻ റൂളിന്റെ ആപ്ലിക്കേഷൻ അങ്ങോട്ട് യൂസ് ചെയ്യാം. അപ്പൊ ശ്രദ്ധിച്ചിരിക്കണം, ഇവിടുന്ന് ഇങ്ങോട്ട് വിഡ്രോ ചെയ്യുന്ന കറണ്ട് I1, ഓക്കെ അല്ലേ. ഇവിടുന്ന് ഇങ്ങോട്ട് വരുന്ന കറണ്ട് നമുക്ക് I2 എന്ന് വിളിക്കാം. ഇവിടുന്ന് ഇങ്ങോട്ട് വരുന്ന കറണ്ടിനെ ഞാൻ I3 എന്ന് വിളിക്കാൻ പോവാം. യെസ്, അപ്പൊ ഈ കറണ്ട് I1 ആണ്, ഈ കറണ്ട് I2 ആണ്, ഈ ബ്രാഞ്ചിൽ കൂടെയുള്ള കറണ്ട് I3 ആണ്. അവരെല്ലാവരും ലീവ് ചെയ്യുവാണ്. യെസ്, അപ്പൊ എനിക്ക് അങ്ങനെ എഴുതാം, I1 പ്ലസ് I2 പ്ലസ് I3 ഈക്വൽ ടു 0. ഇനി I1 എഴുതാൻ പോവാം. ഇവിടുത്തെ പൊട്ടൻഷ്യൽ ഹൈ ആക്കുന്നു, ഞാൻ V എന്ന് വിളിച്ചു. ഇവിടെ ഞാൻ ലോ ആക്കി, അപ്പൊ എർത്ത് ചെയ്തു, 0 വോൾട്ട് എന്ന് വിളിച്ചു. അപ്പം ഇവിടുന്ന് തുടങ്ങാം. നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ I1 എഴുതും, അങ്ങനല്ലേ ചെയ്തേ. ഇവിടുത്തെ പൊട്ടൻഷ്യൽ V ആണ്. അത് കഴിഞ്ഞ് നിങ്ങൾ പ്ലസ് കണ്ടു, രണ്ടാമത് മൈനസ് കണ്ടു, രണ്ടാമത്തെ സിമ്പിളായ നെഗറ്റീവ് എടുക്കുക, -10 ഡിവൈഡഡ് ബൈ, ഇനി ആ ബ്രാഞ്ച് റെസിസ്റ്റൻസേ ഉള്ളൂ, അത് 1 ആണ്. ഓക്കെ അല്ലേ. പ്ലസ് അടുത്തത് ഇവിടുന്ന് തുടങ്ങുന്നു, പൊട്ടൻഷ്യൽ V ആണ്. ഇവിടുന്ന് താഴോട്ട് വരുമ്പോൾ സെല്ലിന്റെ പ്ലസ് കണ്ടു, സെല്ലിന്റെ മൈനസ് ഉണ്ട്. അപ്പൊ രണ്ടാമത്തെ സിമ്പിളായ നെഗറ്റീവ് ആണ്, അത് E2 ആണ്. E2ന്റെ വാല്യൂ E2ന്റെ വാല്യൂ തരണമല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് V മൈനസ് ഇവിടെ E2ന്റെ വാല്യൂ ആക്ച്വലി E2 30 ആണ് കേട്ടോ. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഇത് 30 വോൾട്ട് ആണ്.
അപ്പൊ അത് -30 ഡിവൈഡഡ് ബൈ ആ ബ്രാഞ്ചിലെ റെസിസ്റ്റൻസ് 2 ആണ്. പ്ലസ് അടുത്തത് I3 എന്ന് പറയുമ്പോൾ ഈ ബ്രാഞ്ച് ആണ്, ഇവിടുത്തെ പൊട്ടൻഷ്യൽ V ആണ്. ഇങ്ങനെ കറണ്ട് വരുന്നു, മൈനസ് പ്ലസ്, അപ്പൊ രണ്ടാമത് കാണുന്ന സിമ്പിൾ പ്ലസ് ആണ്. അപ്പൊ +14 ഡിവൈഡഡ് ബൈ ആ ബ്രാഞ്ചിലെ റെസിസ്റ്റൻസ് 2 ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 0. ഇങ്ങനെയല്ലേ നമ്മളിപ്പോ എഴുതി പഠിച്ചത്? നമ്മൾ എഴുതി ആ ഇക്വേഷൻ അങ്ങോട്ടങ്ങ് എഴുതി. ക്ലിയർ? വളരെ ഈസി ആയിട്ട്. ഇനി ഒരു കാര്യം കൂടെ, നിങ്ങൾ ഇവിടുന്ന് V എടുക്കുന്നു, എന്നിട്ട് ഇവിടെ നമുക്ക് പ്ലസ് മൈനസ് ഇടുന്നതിൽ രണ്ടാമത്തെ സിമ്പിൾ ആണ് എടുക്കേണ്ടത്. എടുത്ത് അങ്ങനെ ശീലിക്കുക. ക്രിസ്റ്റോഫ് ലൂപ്പ് റൂളിൽ നമ്മൾ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അതിൽ കൺഫ്യൂഷൻ കാണും, വന്നാൽ നമുക്ക് വേറെ രീതിയിൽ ആലോചിക്കാം. ഇവിടുന്ന് വരുന്ന കറണ്ടിന് ഈ സെല്ല് ഒപ്പോസ് അല്ലേ ചെയ്യുന്നത്? കാരണം ഈ സെല്ലിന്റെ പോസിറ്റീവ് നിന്ന് കറണ്ട് പുറത്തോട്ടല്ലേ. ഇത് ഒപ്പോസാ, പക്ഷെ ഇത് സപ്പോർട്ടാ. വരുന്ന കറണ്ടിനെ ഇത് സപ്പോർട്ട്, ഇവിടെ വരുന്ന കറണ്ടിന് ഇത് ഒപ്പോസ്, ഇവിടുന്ന് വരുന്ന കറണ്ടിന് ഇത് ഒപ്പോസ്. അപ്പൊ ഇവനും ഒപ്പോസാ, അതുകൊണ്ടാണ് മൈനസ് വന്നത്. ഇവൻ സപ്പോർട്ടാ, അതുകൊണ്ടാണ് പ്ലസ് വന്നത്. അങ്ങനെയും ഓർക്കാം. ക്ലിയർ? ഇനി ഇതിന്റെ എല്ലാം ഡിനോമിനേറ്റർ 2 ഉണ്ട്. അപ്പൊ ഞാൻ ത്രൂ ഔട്ട് ഈ ഇക്വേഷനെ ഒരു 2 കൊണ്ട് അങ്ങ് മൾട്ടിപ്ലൈ ആകുമ്പോൾ ഇത് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഇത് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഇത് നമുക്കൊരു 2 കൊണ്ട് മൾട്ടിപ്ലൈ. അപ്പൊ ഈ 2 രണ്ടും കട്ടായി പോകും, ഈ 2 രണ്ടും കട്ടായി പോകും, ഈ 2 ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ അപ്പൊ എത്ര വരും? 2v - 20 പ്ലസ് v - 30 പ്ലസ് v + 14 ഈക്വൽ ടു 0. അപ്പൊ വിയുടെ ടേം അല്ല ഇവിടെ നിൽക്കട്ടെ. 2v + v, 3v + v, 4v which is equal to, ഇത് 30ഉം 20ഉം 50, ഇത് -50, -50 + 14 36 അല്ലെ, 36 40 50. യെസ്, ഇത് -36 ലെഫ്റ്റ് സൈഡിൽ കിട്ടും. അതപ്പുറത്ത് പോകുമ്പോൾ 36 എന്ന് കിട്ടും. സോ ഇവിടുന്ന് V കിട്ടും 9 എന്ന് കിട്ടും. വിയുടെ വാല്യൂ വളരെ ഈസി ആയിട്ട് നമുക്ക് 9 എന്ന് കിട്ടും. ക്ലിയർ? അപ്പൊ V നമുക്ക് 9 എന്ന് കിട്ടിയല്ലോ. ഇനി കാണാൻ ചോദിച്ചത് എന്താ? മാഗ്നിറ്റ്യൂഡ് ഓഫ് കറണ്ട് ത്രൂ 1 ohm. ഈ 1 ohm റെസിസ്റ്റർ ഇതാ. ഈ 1 ohmൽ കൂടി വരുന്ന കറണ്ട് I1 ആണ്. I1 അല്ലേ ഈ എഴുതി വെച്ച ഇക്വേഷൻ? I1 നമ്മൾ ആദ്യം എന്താ കണ്ടുപിടിച്ചത്? ഇവിടെ ശ്രദ്ധിക്കണം. I1 എന്ന് പറഞ്ഞാൽ ഈ ബ്രാഞ്ചിലെ കറണ്ട് ആയിരുന്നു. ഇവിടുത്തെ പൊട്ടൻഷ്യൽ V ആയിരുന്നു. നിങ്ങൾ ഇങ്ങനെ വരുമ്പോൾ രണ്ടാമത് കാണുന്ന സിമ്പൽ മൈനസ്, അത് -10 വോൾട്ട് ആയിരുന്നു. ഡിവൈഡഡ് ബൈ ഇങ്ങനെ കറങ്ങി വരുമ്പോൾ റെസിസ്റ്റൻസ് 1 ആയിരുന്നു. ഇതായിരുന്നു നമ്മുടെ ഇക്വേഷൻ. V - 10/1. V എത്ര കിട്ടിയേ? 9. അപ്പൊ 9 - 10 ദാറ്റ് ഈസ് ഈക്വൽ ടു -1 ആംപിയർ എന്ന് കിട്ടും. -1 ആംപിയർ എന്ന് കിട്ടും. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ -1 ആംപിയർ കിട്ടിയത് കൊണ്ട് എന്താ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം? അതായത് നമ്മൾ എടുത്ത കറണ്ട്, ഇത് നമ്മളല്ലേ അസ്യൂം ചെയ്ത് ഇത് ഹൈ ആണ് ഇത് ലോ ആണെന്നൊക്കെ നമ്മൾ അസംഷൻ എടുക്കുന്നതല്ലേ. അപ്പൊ നമ്മളെടുത്ത ഈ കറണ്ടിന്റെ ഡയറക്ഷൻ തെറ്റാണ്, നേരെ തിരിച്ചാണ് കറണ്ട് എന്നാണ്. അപ്പൊ ഓപ്ഷനകത്ത് നെഗറ്റീവ് ഇല്ലെങ്കിൽ ഉറപ്പായിട്ട് ഇതിന്റെ പോസിറ്റീവ് നമ്മൾ എടുക്കണം. ഇനി ഓപ്ഷനകത്ത് നെഗറ്റീവ് ഓപ്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ അതിന് ആൻസർ ആണ് എടുക്കുക. ഇവിടെ ഓപ്ഷൻ ഈ നെഗറ്റീവ് ഒന്നുമില്ല. സോ ആൻസർ ഈസ് 1 ആംപിയർ. അത്രേ ഉള്ളൂ. ക്ലിയർ? നമ്മൾ ഡയറക്ഷൻ എടുത്തത് തെറ്റായിരുന്നു, ഒരു കുഴപ്പമില്ല. അതിന്റെ മാഗ്നിറ്റ്യൂഡ് എടുത്താൽ മതി. നമ്മൾ തിരിച്ചാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത് നമുക്ക് എടുക്കാൻ പറ്റും. കോൺസെപ്റ്റ് ക്ലിയർ ആണോ? വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അടുത്തൊരു മെത്തേഡിലേക്ക് പോവാം. ഒന്നുമില്ല, ഇവിടെ നമുക്ക് ഇങ്ങനെ ഒരു സർക്യൂട്ട് ഒക്കെ തന്നിട്ട് ഇവിടെ കണ്ടോ V1, ഇവിടുത്തെ പൊട്ടൻഷ്യൽ V2, ഇവിടുത്തെ പൊട്ടൻഷ്യൽ V3 തന്നിട്ടുണ്ട്. നമ്മളോട് ഓയിലെ പൊട്ടൻഷ്യൽ കാണാനായിരിക്കും ചോദിക്കുന്നത്. ക്വസ്റ്റ്യൻ ജനറലി ചോദിക്കുന്നത് ഇവിടുത്തെ പൊട്ടൻഷ്യൽ എത്ര എന്നായിരിക്കും ചോദിക്കുന്നത്. അപ്പൊ ഇത് ചെയ്യാനുള്ള എളുപ്പ വഴി ശ്രദ്ധിച്ചിരിക്കണം. നമ്മൾ അസ്യൂം ചെയ്യുക, ജനറലി ക്വസ്റ്റ്യനകത്ത് ഇപ്പൊ V1, V2, V3 ഒക്കെ വാല്യൂ തരും. അപ്പൊ ഇത് ഹൈ ആണ്, ഇത് അതിനേക്കാൾ ലോ ആണ്. അപ്പൊ ഉറപ്പായിട്ട് ഇവരും ഇതിനേക്കാൾ ലോ ആയിരിക്കും. അപ്പൊ ഈ ഹൈയിൽ നിന്ന് ഒരു കറണ്ട് ഇങ്ങോട്ട് വരും, I1. ഓക്കെ, എന്നിട്ട് എന്ത് സംഭവിക്കും? ഇതാ ഇങ്ങോട്ട് I2 ആയിട്ടും അതേപോലെ ഇവിടേക്ക് I3 ആയിട്ടും പോകും. ഓക്കെ, ക്ലിയർ? അപ്പൊ ഈ വന്ന കറണ്ട് ആരാ? ഈ വന്ന കറണ്ട് I1 ആണ്. ഈ പോയ കറണ്ടിനെ നമുക്ക് I2 എന്ന് വിളിക്കാം, ഈ കറണ്ടിനെ ഞാൻ I3 എന്നും വിളിക്കുന്നു. അപ്പൊ ജംഗ്ഷനിലോട്ട് എത്തിയ കറണ്ട് I1, ജംഗ്ഷനിലോട്ട് എൻ്റർ ചെയ്ത കറണ്ട് ആരാ? I1. ജംഗ്ഷനിൽ നിന്ന് ലീവ് ചെയ്ത കറണ്ടോ? I2 + I3 ആണ്. ക്ലിയർ? ഇനി കറണ്ട് കാണാനുള്ള ഇക്വേഷൻ എന്താ? പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബൈ റെസിസ്റ്റർ. ഇവിടുത്തെ പൊട്ടൻഷ്യൽ V1, ഇവിടുത്തേത് V നമുക്കറിയില്ല, അതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ V1 - V ഡിവൈഡഡ് ബൈ അവിടുത്തെ റെസിസ്റ്റൻസ് R1 ആണ്, ഈക്വൽ ടു V1 - V ഡിവൈഡഡ് ബൈ R1 ഈക്വൽ ടു. ഇനി ഇവിടുത്തെ പൊട്ടൻഷ്യൽ V ആണ്, ഇവിടുത്തെ പൊട്ടൻഷ്യൽ ആരാ? V2 ആണ്. സോ I2 എന്ന് പറഞ്ഞാൽ V - V2 എന്ന് എഴുതും. കാര്യം എന്താ? ഇത് ഹൈ, ഇത് ലോ. വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കണം. ഇവിടെ V1 - V എന്ന് എടുത്തത് ഇതാണ് വലുത്, വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കണം. സോ V - V2 ഡിവൈഡഡ് ബൈ അവിടുത്തെ റെസിസ്റ്റൻസ് R2 ആണ്, പ്ലസ് V - V3 ഡിവൈഡഡ് ബൈ അവിടുത്തെ റെസിസ്റ്റൻസ് R3 ആണ്. ഇതാ അവിടുത്തെ റെസിസ്റ്റൻസ് R3 ആണ്. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ലോജിക് അറിയാമെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റും. പ്രീവിയസ് എക്സാമിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതാ ഇവിടുന്ന് വരുന്ന കറണ്ടിനെ നമുക്ക് I1 എന്ന് വിളിക്കാം.
ഇങ്ങോട്ട് പോയ കറണ്ട് നമ്മളിപ്പോൾ എഴുതിയ പോലെ I2 ആണ്. ഇവിടുന്ന് ഇങ്ങോട്ട് വന്ന കറണ്ട് I3 ആണ്. സോ നമുക്ക് എന്ത് എഴുതാം? അങ്ങോട്ട് എൻ്റർ ചെയ്ത കറണ്ട് ഇവനെ ഞാൻ I1 എന്ന് വിളിക്കുന്നു. ഇവിടേക്ക് പോയ കറണ്ടിനെ ഞാൻ I2 എന്ന് വിളിച്ചു. ഇവിടേക്ക് പോയ കറണ്ടിനെ ഞാൻ I3 എന്ന് വിളിച്ചു. സോ നമുക്ക് എന്ത് എഴുതാം? I1 എന്ന് പറയുന്നത് I2 പ്ലസ് I3 ആണ്. അപ്പൊ I1 എങ്ങനെ എഴുതാം? 8 മൈനസ് ഇവിടുത്തെ നമ്മളോട് അതല്ലേ ചോദിച്ചിരിക്കുന്നത്, ഇൻ ദ ഗിവൺ നെറ്റ്വർക്ക് ഫൈൻഡ് പൊട്ടൻഷ്യൽ അറ്റ് O ചോദിച്ചേക്കുന്നത്. അപ്പൊ ഇവിടുത്തെ പൊട്ടൻഷ്യലിനെ ഞാൻ V എന്ന് വിളിക്കുക. നമുക്ക് V ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ 8 മൈനസ് V ഡിവൈഡഡ് ബൈ ബ്രാഞ്ചിലെ റെസിസ്റ്റൻസ് 2 വിച്ച് ഈസ് ഈക്വൽ ടു ഇവിടുത്തേത് V ആണ്. V മൈനസ് മുകളിലത്തെ പൊട്ടൻഷ്യൽ എത്രയാ? 4 ആണ്. 4 ഡിവൈഡഡ് ബൈ ആ ബ്രാഞ്ചിലെ റെസിസ്റ്റൻസ് 4 ആണ് പ്ലസ്. അടുത്ത് ഇത് പ്ലസ് ആണ് അല്ലെ, കാര്യം ഇത് ഈ എൻ്റർ ചെയ്യുന്ന കറണ്ടും ഇത് ലീവ് ചെയ്യുന്ന കറണ്ടും, അതുകൊണ്ടാണ് ഇവിടെ പ്ലസ് എടുത്തത്. ഓക്കെ അല്ലേ? അപ്പൊ അത് V മൈനസ് ആ എൻഡിലെ പൊട്ടൻഷ്യൽ 2 ആണ് ഡിവൈഡഡ് ബൈ ആ ബ്രാഞ്ചിലെ റെസിസ്റ്റൻസ് 2 ആണ്. ക്ലിയർ? ഇവിടെ ഒരു 4 ഡിനോമിനേറ്ററിലുണ്ട്. അപ്പൊ ത്രൂ ഔട്ട് ഇക്വേഷനെ 4 കൊണ്ട് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ ഇവിടെ 4 കൊണ്ട് ഞാൻ മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഇവിടെ ഞാൻ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഇവിടെയും നമ്മൾ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ ഈ 2ഉം 4ഉം കട്ട് ചെയ്താൽ ഇവിടെ ഒരു 2 കിട്ടും. ഈ 4ഉം 4ഉം കട്ടായി പോക്കോളും. ഈ 2ഉം 4 2 കിട്ടും. ഈ 2 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു 16 മൈനസ് 2V വിച്ച് ഈസ് ഈക്വൽ ടു ഇവിടെ എന്താ? V മൈനസ് 4 പ്ലസ് ഈ 2 അകത്തോട്ട് കൊടുത്തു 2V മൈനസ് 4 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ഇവിടെ ശ്രദ്ധിച്ചേ, ഇവിടെ ഒരു 2V ഉണ്ട് പ്ലസ് ഇവിടെ ഒരു V ഉണ്ട് 3V. ഈ മൈനസ് 2Vയും കൂടെ അപ്പുറത്തോട്ട് പോകുമ്പോൾ 5V ആയിട്ട് മാറി വിച്ച് ഈസ് ഈക്വൽ ടു ഇവിടെ 4ഉം 4ഉം 8 മൈനസ് 8. ഈ 2V ഇപ്പുറത്താ കൊണ്ടുവന്നത് അല്ലെ, 2V പ്ലസ് V 3V മൈനസ് 2V ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോ 5V ആയി. പിന്നെ ഈ നമ്പറുകൾ ഇപ്പുറത്താ വരണ്ട, 4ഉം 4ഉം 8 മൈനസ് ആണ്, അത് ഇപ്പുറത്ത് കൊണ്ടുവരുന്നു. അപ്പൊ 16 പ്ലസ് 8 24 എന്ന് കിട്ടും. 16 പ്ലസ് 8 24. നമ്മളോട് ചോദിച്ചത് V കാണാനാണ്. അപ്പൊ V എന്ന് പറഞ്ഞാൽ 24/5 ആണ്. 20/5 ആയിരുന്നെങ്കിൽ 4 എന്ന് കിട്ടും. അപ്പൊ ഇത് 4.8 വോൾട്ട് എന്ന് കിട്ടും. 4.8 വോൾട്ട് എന്ന് കിട്ടും. 4ലും കൂടുതൽ 4.8 വോൾട്ട്. സോ ആൻസർ ഈസ് ഓപ്ഷൻ 4 എടുക്കാം. സിമ്പിൾ ആയിട്ട് ചെയ്യാം ക്വസ്റ്റ്യൻ. അടുത്തൊരു മെത്തേഡ് പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇല്ല, ഇവിടെ ഇത്രേ ഉള്ളൂ. ഇവിടെ നിങ്ങൾ നോക്കിക്കുക, ഈ സർക്യൂട്ട് കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇപ്പൊ ഇവിടെ ഒരു പൊട്ടൻഷ്യൽ എത്രയുണ്ട് നമുക്കറിയില്ല. ഇവിടെ ഒരു സെല്ലുണ്ട്, ഇവിടെ ഒരു പോയിന്റും ഉണ്ട്. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവിടെ ഇങ്ങനത്തെ ഒരു സെല്ലുകൾ മാത്രമേ വരുന്നുള്ളൂ, അല്ലെങ്കിൽ വേറെ റെസിസ്റ്റൻസ് ഒന്നും വരുന്നില്ല. റെസിസ്റ്റൻസ് ഇല്ലാത്ത ബ്രാഞ്ചുകൾ വെച്ചിട്ടും ക്വസ്റ്റ്യൻ ചോദിക്കാം. പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല, ഇത്ര മാത്രം ചെയ്താൽ മതി. നിങ്ങൾ എയിൽ നിന്ന് ബിയിലോട്ട് പോകാൻ താല്പര്യപ്പെടുന്നുവെങ്കിൽ നമ്മൾ എയിനെ അങ്ങർത്തി. അപ്പൊ ഇത് 0 വോൾട്ടായി. നമ്മൾ എയിനെ അങ്ങർത്തി, എയിൽ നിന്ന് ബിയിലോട്ടാണ് പോകുന്നതെങ്കിൽ റഫറൻസ് പോയിന്റ് എ ആക്കും. ഇത് എർത്തി ചെയ്ത് ഇത് 0 വോൾട്ടാണ്. ഇവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഇത് പ്ലസ് ആണ്, ഇത് മൈനസ് ആണ്. രണ്ടാമത് കണ്ട സിമ്പിൾ നെഗറ്റീവ് ആണ്. അപ്പൊ ബിയിലെ പൊട്ടൻഷ്യലിനെ മൈനസ് V എന്ന് വിളിക്കും. ബിയിലെ പൊട്ടൻഷ്യൽ, കാര്യം റെസിസ്റ്റൻസ് ഒന്നുമില്ല, ഡ്രോപ്പ് ഒന്നുമില്ല. അപ്പൊ അതുകൊണ്ട് അവിടുത്തെ പൊട്ടൻഷ്യൽ മൈനസ് V എന്ന് വിളിക്കാം. ഇനി നിങ്ങൾ ബിയിൽ നിന്ന് തിരിച്ച് ഇങ്ങോട്ടാണ് വരുന്നതെങ്കിൽ ഇവിടെ നിർത്തി ചെയ്യുക. അപ്പൊ ഇത് 0 വോൾട്ടായി. അപ്പൊ നിങ്ങൾ എന്നിട്ട് ഇങ്ങോട്ട് വരിക. ആദ്യം കണ്ടത് മൈനസ് ആണ്, രണ്ടാമത് കണ്ടത് പ്ലസ് ആണ്. അപ്പൊ ഇവിടുത്തെ പൊട്ടൻഷ്യൽ പ്ലസ് V എന്ന് വിളിക്കും. ആ മെത്തേഡാണ് മൂന്നാമത്തെ മെത്തേഡ്. ഇത് വലിയ മെത്തേഡ് ആക്കി പഠിക്കുമെന്നും വേണ്ട. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് ലോജിക്ക് കിട്ടും. ശ്രദ്ധിച്ചിരിക്കണം. റെസിസ്റ്റൻസ് ഇല്ലാത്ത ബ്രാഞ്ച് ഉണ്ടല്ലോ. ഈ താഴത്തെ ബ്രാഞ്ചിലൊന്നും റെസിസ്റ്റർ ഇല്ല, ഈ മുകളിലത്തെ ബ്രാഞ്ചിലൊന്നും റെസിസ്റ്റർ ഇല്ല. അപ്പൊ ഇത് നമ്മൾ ലൂപ്പ് റൂൾ എടുത്താൽ ഇതൊരു ലൂപ്പ്, ഇത് ജെയ് മെയിൻസിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അത് അങ്ങനെ ചെയ്ത് പഠിക്കുന്നതിന് പകരം നമുക്ക് ഈസി ആയിട്ട് ഒരു എൻഡ് അങ്ങ് എടുക്കുക. ഈ എൻഡ് ഞാൻ അങ്ങ് എർത്തി ചെയ്ത്, ഈ എൻഡ് അങ്ങ് എർത്തി ചെയ്തു. അപ്പൊ ഇത് 0 വോൾട്ടായി. എന്നിട്ട് ചുമ്മാ ഇങ്ങോട്ട് വരിക. അപ്പൊ ഇവിടെ നോക്കി, ഇങ്ങോട്ട് പോവാം. ആദ്യം മൈനസ് ആണ്, രണ്ടാമത് പ്ലസ് ആണ്. അപ്പൊ ഇത് 2 വോൾട്ട് ആണ്. അപ്പൊ ഇവിടെ 2 വോൾട്ട് എന്ന് എഴുതാം. അപ്പൊ 0യിൽ നിന്ന് മൈനസ് പ്ലസ് 2 വോൾട്ട്. ഇനി 2ൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 2ൽ നിന്ന് ഇങ്ങോട്ട് തുടങ്ങാൻ പോവാ. ഇത് മൈനസ് ആണ്, പ്ലസ് ആണ്. രണ്ടാമത്തെ സിമ്പിൾ പ്ലസ് ആണ്. അപ്പൊ +2 ഇതിന്റെ കൂടെ ആഡ് ചെയ്തിട്ട് ഇവിടെ 4 ആയിട്ട് മാറും. അങ്ങനെയാണ്, മനസ്സിലായോ? ആഡ് ഓൺ ചെയ്തുകൊണ്ടിരിക്കണം. ക്ലിയർ? അപ്പൊ ഇതിനെയും മൈനസ് ആണ്, ഇത് പ്ലസ് ആണ്. ഇതിന് 2 വോൾട്ട് ആണ്. അപ്പൊ ഈ 4 കൂടി ഈ 2 വോൾട്ട് കൂടെ ആഡ് ചെയ്തിട്ട് ഇവിടെ എത്ര കിട്ടും? 6 വോൾട്ട് എന്ന് കിട്ടും. 6 വോൾട്ട് എന്ന് കിട്ടും. ഇനി ഇത് 6 ആണ്, ഇവിടെ ആരുമില്ല. സോ ഇത് 6 തന്നെയാണ്. ഇനി ഇവിടുന്ന് ഇങ്ങോട്ട് വരുന്നു, പ്ലസ് ആണ്, മൈനസ് ആണ്. ഇനി ഇവിടുന്ന് ഇങ്ങോട്ട് പോകുമ്പോൾ നിങ്ങൾ രണ്ടാമത് കാണുന്ന നെഗറ്റീവ് ആണ്. അപ്പൊ രണ്ടാമത് നെഗറ്റീവ് ആണ്, ഉള്ളതിൽ നിന്ന് കുറയ്ക്കണം. രണ്ടാമത് പോസിറ്റീവ് ആണ്, കൂട്ടണം. അത്രേ ഉള്ളൂ. അപ്പൊ രണ്ടാമത് നിങ്ങൾ നെഗറ്റീവ് കാണുന്നു. അപ്പൊ ഇത് എത്ര ആയിട്ട് മാറും? ഇത് 4 വോൾട്ട് ആയിട്ട് മാറും.
കാര്യം നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി 6 ഉണ്ടായിരുന്നു, നിങ്ങൾ ഇങ്ങോട്ട് പോകുമ്പോൾ രണ്ടാമത് കണ്ടത് നെഗറ്റീവ് ആണ്, അപ്പൊ അത് 2 കുറച്ച് അപ്പുറത്ത് 4 എഴുതും. അപ്പൊ ഇത് പ്ലസ് ആണ്, ഇത് മൈനസ് ആണ്. അപ്പൊ ഇവിടുത്തെ എത്ര വരും? നിങ്ങൾ തന്നെ പറഞ്ഞു, ഇത് 2 വോൾട്ട് വരും. ക്ലിയർ? ഇത് പ്ലസ് ആണ്, ഇത് മൈനസ് ആണ്. രണ്ടാമത് കണ്ടത് നെഗറ്റീവ് ആണ്, നമ്മളുടെ ഓൾറെഡി 2 ഉണ്ട്. രണ്ടാമത് കണ്ടത് നെഗറ്റീവ് ആണ്, രണ്ടും കൂടെ നഷ്ടപ്പെട്ടു എന്ന് ഓർക്കുക. ഇവിടെ എത്ര വരും? 0 വോൾട്ട് എന്ന് വരും. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താ? ഇൻ ദ ഗിവൺ നെറ്റ്വർക്ക് കറണ്ട് ത്രൂ എ ബി, കറണ്ട് ത്രൂ എ ബി, എ ബി അത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ, അത് എ ബി ഇടാൻ വിട്ടുപോയതാ കേട്ടോ. ഈ കാണുന്ന പോയിന്റ് ആയിരുന്നു എ, ഈ കാണുന്ന പോയിന്റ് ആയിരുന്നു ബി. കറണ്ട് ത്രൂ എ ബി ആണ് ചോദിച്ചിരിക്കുന്നത്. കറണ്ട് ത്രൂ എ ബി എന്നോ കറണ്ട് ത്രൂ എനി റെസിസ്റ്റർ എന്നോ ചോദിച്ചോട്ടോ, ഒരു പ്രശ്നമില്ല. ഇതായിരുന്നു എ ബി. അപ്പൊ അതിനി ഇത് ചോദിച്ചാൽ ഒന്നും ഒരു പ്രശ്നമില്ല. കാര്യം ഇത് സെയിം കോൺസെപ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ട് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇവിടുത്തെ പൊട്ടൻഷ്യൽ 0, ഇവിടുത്തെ പൊട്ടൻഷ്യൽ 0. അപ്പൊ ഇവർക്കിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാ? പൊട്ടൻഷ്യൽ ഡിഫറൻസ് 0. പൊട്ടൻഷ്യൽ ഡിഫറൻസ് 0 ആണെങ്കിൽ കറണ്ട് ഫ്ലോ ഇല്ല. ഇവിടെ 2, ഇവിടെ 2. അപ്പൊ പൊട്ടൻഷ്യൽ ഡിഫറൻസ് 0, കറണ്ട് ഇല്ല. ഇവിടെ 4, ഇവിടെ 4. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇല്ല, കറണ്ട് ഇല്ല. ഇവിടെ ഇല്ല, കറണ്ട് ഇല്ല. സോ കറണ്ട് ഇൻ ദ സർക്യൂട്ട് 0 ആണ്. സോ ആൻസർ ഈസ് 0. ക്ലിയർ? നമുക്ക് ചെയ്തു പോകാവുന്ന ക്വസ്റ്റ്യൻ ആണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ. ഇൻ ദ സർക്യൂട്ട് ഷോൺ ഇൻ ദ ഫിഗർ ഫൈൻഡ് ദ കറണ്ട് ത്രൂ ദി ബ്രാഞ്ച് ബി ഡി. ഈ ബി ഡിയിലെ കറണ്ട് കണ്ടുപിടിക്കണം. നമ്മൾ ഓൾറെഡി ചെയ്ത മെത്തേഡ് നമുക്ക് അപ്ലൈ ചെയ്യാം. ഇവിടെ ശ്രദ്ധിച്ചോ, നമുക്ക് ഇത് ഹൈ പൊട്ടൻഷ്യൽ ആക്കുന്നു വി. ഓക്കെ, ഇത് ഹൈ പൊട്ടൻഷ്യൽ ആക്കുന്നു വി, ഇത് ലോ പൊട്ടൻഷ്യൽ ആക്കുന്നു 0. ഇവിടുന്ന് ഇങ്ങോട്ടൊരു കറണ്ട് വരുന്നു I1, ഇവിടുന്ന് താഴേക്ക് ഒരു കറണ്ട് വരുന്നു I2, ഇവിടുന്ന് ഒരു കറണ്ട് വരുന്നു I3. അപ്പൊ എല്ലാ കറണ്ടുകളും ലീവ് ചെയ്യുവാണ്. സോ നമുക്ക് എഴുതാം I1 പ്ലസ് I2 പ്ലസ് I3 ഈക്വൽ ടു 0. അപ്പൊ I1 എന്ന് പറഞ്ഞ് ഞാൻ ഇവിടുന്ന് വരുവാണ്, ഇവിടുത്തെ പൊട്ടൻഷ്യൽ V ആണ്, ഇത് പ്ലസ് ആണ്, ഇത് മൈനസ് ആണ്. രണ്ടാമത്തെ സിമ്പൽ നെഗറ്റീവ് ആണ്. അപ്പം V മൈനസ് 50 ഡിവൈഡഡ് ബൈ ആ ബ്രാഞ്ചിലെ റെസിസ്റ്റൻസ് 6 ആണ്. 6 പ്ലസ് അടുത്ത I2 പറഞ്ഞ് ഇവിടെ V ആണ്, താഴോട്ട് വരുമ്പോൾ വേറെ സെല്ലുകളൊന്നുമില്ല, ഫൈനലി 0 ഉള്ളൂ. അപ്പൊ V മാത്രം എഴുതിയാൽ മതി. കാര്യം ഇവിടെ വേറെ സെല്ലൊന്നുമില്ല, ഒപ്പോസിഷനോ സപ്പോർട്ടോ ഒരു സെല്ലൊന്നുമില്ല. അപ്പൊ ഒന്നും എഴുതണ്ട, താഴെ 0 ആണ്. ഡിവൈഡഡ് ബൈ ആ ബ്രാഞ്ചിലെ റെസിസ്റ്റൻസ് 3 ആണ്. പ്ലസ് അടുത്ത I3 എടുത്ത് ഈ പോയിന്റിലെ പൊട്ടൻഷ്യൽ V ആണ്. ഞാൻ ഇങ്ങനെ വരുന്നു, ആദ്യത്തെ സിമ്പിൾ പ്ലസ് ആണ്, രണ്ടാമത്തെ സിമ്പിൾ മൈനസ് ആണ്. ആദ്യത്തെ സിമ്പിൾ പ്ലസ് ആണ്, രണ്ടാമത്തെ സിമ്പിൾ മൈനസ് ആണ്. രണ്ടാമത്തെ സിമ്പിളായ മൈനസ് എടുക്കുക. അപ്പൊ V മൈനസ് 45 ഡിവൈഡഡ് ബൈ ആ കാണുന്ന ബ്രാഞ്ചിലെ റെസിസ്റ്റൻസ് 6 ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 0. ക്ലിയർ അല്ലേ? ഇനി ഞാൻ ത്രൂ ഔട്ട് ഒരു 6 കൊണ്ട് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാം. ഇവിടെ ഒരു 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഇവിടെ ഒരു 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഇവിടെയും 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 6 കട്ടായി പോയി. 3യും 6 കൂടെ കട്ട് ചെയ്താൽ ഇവിടെ ഒരു 2 വരും. ഈ 6ഉം 6ഉം കട്ടായി. സോ ഇക്വേഷൻ അങ്ങനെ വരും, V മൈനസ് 15 പ്ലസ് 2V പ്ലസ് ഇവിടെ 6ഉം 6ഉം പോയി V മൈനസ് 45 ഈക്വൽ ടു 0. അപ്പൊ ഇവിടെ V 2V പ്ലസ് V 3V 3V പ്ലസ് V 4V വിച്ച് ഈസ് ഈക്വൽ ടു, ഇത് 45ഉം 5ഉം 50ഉം 10ഉം 60 ആണ്. ആ 60 അപ്പുറത്ത് പോട്ടെ, അപ്പൊ അത് മൈനസ് എന്നുള്ളത് പ്ലസ് ആയിക്കോളും. സോ നമുക്ക് V വേണം 60/4, അത് 15 ആണ്. നമുക്ക് അവിടുത്തെ V കിട്ടി 15 എന്ന് കിട്ടി. ക്ലിയർ അല്ലേ? 15 എന്ന് കിട്ടി. യെസ്, 15 അല്ലേ? 15 4 60. യെസ്. പക്ഷെ ചോദിച്ചത് എന്താ? കറണ്ട് ത്രൂ ബ്രാഞ്ച് ബി ഡിയിലെ കറണ്ടാ ചോദിച്ചത്. ബി ഡിയിലെ കറണ്ട് ത്രൂ ബി ഡി എന്ന് വെച്ചാൽ കറണ്ട് ആരാ? I2 ആണ്. I2 ഓൾറെഡി നമ്മൾ ഇവിടെ എഴുതിയായിരുന്നു, V/3 I2 എഴുതിയായിരുന്നു. പിന്നെ 6 മൾട്ടിപ്ലൈ ചെയ്തതാ V/3. അല്ലെങ്കിൽ നമുക്ക് ഇവിടുത്തെ പൊട്ടൻഷ്യൽ V ആണ്, ഈ എൻഡിലെ പൊട്ടൻഷ്യൽ 0 ആണ്, ഡിവൈഡഡ് ബൈ അവിടുത്തെ റെസിസ്റ്റൻസ് 3 ആണ്. അപ്പൊ ഇത് 0 ആണ്. V എത്ര കിട്ടി? V നമുക്ക് 15 എന്ന് കിട്ടി. സോ 15/3 വിച്ച് ഈസ് ഈക്വൽ ടു 5 ആംപയർ എന്ന് കിട്ടും. സോ ആൻസർ ഈസ് 5, ഓപ്ഷൻ 2 എടുക്കാൻ പറ്റും. സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, നമുക്ക് എന്നാൽ അടുത്ത കോൺസെപ്റ്റിലേക്ക് പോകാം. വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ്, ഇദ്ദേഹമാണ് അത് കണ്ടുപിടിച്ചത്. നിങ്ങൾക്ക് അറിയാം ആ സയന്റിസ്റ്റിനെ. യെസ്, വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് നമുക്ക് ഇതൊക്കെ പ്രൂഫ് ഉണ്ട്, ഞാനിപ്പോ പ്രൂഫായിട്ടൊന്നും പറയുന്നില്ല. വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജിന്റെ പ്രിൻസിപ്പിൾ നിങ്ങൾക്ക് അറിയാലോ. വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് വർക്ക് ചെയ്യുന്നത് ക്രിച്ചോഫ്സ് ലോ ബേസ് ചെയ്തിട്ടാണ്. ജംഗ്ഷൻ റൂളും ലൂപ്പ് റൂളും ഒക്കെ ബേസ് ചെയ്തിട്ടാണ്. ഒരു വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജിന്റെ ബേസിക് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് അൺനോൺ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഒരു വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് യൂസ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. ഇപ്പൊ ഒരു വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് എന്ന് പറയുമ്പോൾ അതിന്റെ 4 ആംസിലും റെസിസ്റ്റേഴ്സ് ഉണ്ടാവും. ഇൻ ബിറ്റ്വീൻ ഒരു ഗാൽവനോമീറ്റർ ഉണ്ടാവും. ഈ ഗാൽവനോമീറ്റർ നൾ ഡിഫ്ലക്ഷൻ എപ്പോ തരുന്നോ അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ആ
ബ്രിഡ്ജ് ബാലൻസ്ഡ് ആണ്, ഗാൽവനോമീറ്റർ കറണ്ട് ത്രൂ ദ ഗാൽവനോമീറ്റർ 0 ആണെങ്കിൽ ബാലൻസ്ഡ് കണ്ടീഷൻ, ബാലൻസ്ഡ് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് ആണെന്ന് പറയാൻ പറ്റും. അത് എപ്പോഴാണ് അങ്ങനെ സംഭവിക്കുന്നത്? പി ബൈ ആർ ഈക്വൽ ടു ക്യൂ ബൈ എസ് അല്ലെങ്കിൽ പി ബൈ ക്യൂ ഈക്വൽ ടു ആർ ബൈ എസ് ഫോർമാറ്റ് ആയിരിക്കണം. പി ബൈ ക്യൂ ഈക്വൽ ടു ആർ ബൈ എസ്, പി ബൈ ക്യൂ ഈക്വൽ ടു ആർ ബൈ എസ്, അല്ലെങ്കിൽ ഇങ്ങനെ വന്നാലും കുഴപ്പമില്ല, കാര്യം ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാമല്ലോ. ഈ ആർ എടുത്ത് ഇവിടെ എഴുതി, ഈ ക്യൂ എടുത്ത് ഇവിടെ പൊക്കൂടെ, ഒരു പ്രശ്നമില്ലല്ലോ, എങ്ങനെ വേണേലും എഴുതാം, പ്രശ്നമില്ല. അപ്പൊ പി ബൈ ക്യൂ ഈക്വൽ ടു ആർ ബൈ എസ് ഫോർമാറ്റ് ആണ്, റേഷ്യോ. അല്ലെങ്കിൽ ഇവൻ ബൈ ഇവൻ ഈക്വൽ ടു ഇവൻ ബൈ ഇവൻ ആണെങ്കിൽ, ആ റേഷ്യോ സെയിം ആണെങ്കിൽ ഈ ഗാൽവനോമീറ്റർ നൾ ഡിഫ്ലക്ഷൻ കാണിക്കുമെന്നും അങ്ങനെ അതിനെ ബാലൻസ്ഡ് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് ആണെന്നും അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിലെ ഒരു അൺനോൺ റെസിസ്റ്റൻസ് ഉണ്ട്, അത് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ഇതൊക്കെ നമുക്ക് പ്രൂഫ് ഒക്കെ ഉള്ളതാണ്, ഞാനിപ്പോ അതൊന്നും പറയുന്നില്ല. ബേസിക്കലി വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജിൽ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഇത് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജിന്റെ ഡിഫറന്റ് ഷേപ്പുകളാണ്. അപ്പൊ അതായത് ഇവിടെ നോക്കി, ഇവിടെ 1, 2, 3, 4, 5 റെസിസ്റ്റൻസ് ഉണ്ട്. 5 റെസിസ്റ്റൻസ് ആംസിൽ വന്നാൽ നമുക്കത് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് ആണെന്ന് പറയാം. അല്ലെ, ഇവിടെ നോക്കിക്കേ, ഇപ്പൊ ഇവിടുന്ന് ഇങ്ങനെ കറണ്ട് വരുന്നു, ഇത് നിങ്ങൾ നോക്കുക. ഇപ്പൊ നമ്മളോട് ചോദിക്കാൻ പോകുന്ന മേ ബി ഇവിടുന്ന് ഒരു കറണ്ട് എൻ്റർ ചെയ്ത് ഡിവൈഡ് ചെയ്യുന്നതാവാം, എങ്ങനെ വേണമെങ്കിലും അവർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പൊ അവരുടെ റേഷ്യോസ് സെയിം ആകുന്നു. ക്ലിയർ? അതേപോലെ ഇപ്പൊ ഈ ഫിഗറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ബ്രാഞ്ച് മാറ്റി വെച്ചേ, ഈ ബ്രാഞ്ച് മാറ്റി വെച്ചാൽ ഇതാണ് എ ബി. അപ്പൊ ഇവിടുന്ന് ഒരു കറണ്ട് വരുന്നു, അല്ലെ, ഇതാണ് എ ബി. ഇത് എ ബി അല്ല, ഐ എം റിയലി സോറി, ഇതല്ല എ ബി, ഇത് ബി സി ആണ്. ഇതാണ് എ ബി, ഇതാണ് എ ബി, അല്ലെ അല്ലെ. അപ്പൊ ഇവിടെ ശ്രദ്ധിച്ചു നോക്കിയേ, ഇവിടുന്ന് എയിൽ നിന്നൊരു കറണ്ട് വരുന്നു. ഈ കറണ്ടിന്റെ സ്പ്ലിറ്റിംഗ് നമുക്ക് എങ്ങനെ എടുക്കാം? അതായത് നിങ്ങൾ അങ്ങനെ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിച്ചു, അല്ലെങ്കിൽ അത് കൺഫ്യൂഷൻ വരും. ചില ഫിഗറുകൾ അവർ നമ്മളെ ട്വിസ്റ്റ് ചെയ്യാൻ വേണ്ടി ചോദിക്കും. അപ്പൊ അത് ഞാൻ ആ ഒരു കാര്യം കൂടെ ഒന്ന് പറയാം. ഇവിടുന്ന് ഒരു ഐ കറണ്ട് വന്ന് ഈ ജംഗ്ഷനിലെത്തി. ഈ ജംഗ്ഷനിലെത്തിയതിനു ശേഷം ഇവിടുന്ന് ഒരു കറണ്ട് ഇങ്ങോട്ട് പോവല്ലോ, I1. അതേപോലെ ഒരു കറണ്ട് ഇങ്ങോട്ട് പോവല്ലോ, I2. ഈ I1 ചെന്ന് മീറ്റ് ചെയ്യുന്ന ഈ പോയിന്റും അതേപോലെ ഈ I2 ചെന്ന് മീറ്റ് ചെയ്യുന്ന ഈ പോയിന്റിനും ഇൻ ബിറ്റ്വീൻ ആയിരിക്കും ഗാൽവനോമീറ്റർ എപ്പോഴും കണക്ട് ചെയ്യുന്നത്. അതായത് സ്പ്ലിറ്റിങ്ങിന് ശേഷം, കറണ്ട് സ്പ്ലിറ്റ് ചെയ്തതിന് ശേഷം വരുന്ന ജംഗ്ഷനുകൾക്ക് അക്രോസ് ഗാൽവനോമീറ്റർ എപ്പോഴും ഉണ്ടായിരിക്കും. അപ്പൊ അതേപോലെ നിങ്ങൾ ഇപ്പൊ ഈ ഫിഗറിലേക്ക് നോക്കിയാൽ ഇവിടെ അവര് സെല്ലായിട്ട് കൊടുത്തിട്ടില്ല. ഇപ്പൊ നമുക്ക് നോക്കാം, എന്തായാലും 5 റെസിസ്റ്റൻസ് മതി നമുക്ക് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് ആവാൻ, 5 റെസിസ്റ്റർ. അപ്പൊ ഇവനെ എന്തായാലും കണക്ക് കൂട്ടണ്ട. പിന്നെ ആരൊക്കെയുണ്ട്? 1, 2, 3, 4, 5. കണ്ടോ? അതിൽ ഇതേ ബൈ ഇതേ ഈക്വൽ ടു ഇതേ ബൈ ഇതാ. അപ്പൊ ഈ കാണുന്നവൻ ഗാൽവനോമീറ്റർ. കാരണം ഇവിടുന്ന് ഒരു കറണ്ട് വന്നാൽ, ഇപ്പൊ ഇവിടുന്ന് ഒരു കറണ്ട് എൻ്റർ ചെയ്യുന്നതെന്ന് വിചാരിക്കുക, ഇവിടുന്ന്. എന്നിട്ട് എന്ത് സംഭവിക്കും? ഇങ്ങോട്ടും ഒരു കറണ്ട് പോകും, ഇങ്ങോട്ടും ഒരു കറണ്ട് പോകും. അപ്പൊ ഈ കറണ്ട് മൂവ് ചെയ്ത് ഇവിടെ എത്തും, ഈ കറണ്ട് മൂവ് ചെയ്ത് ഇവിടെ എത്തും. അപ്പൊ ഇത് ഗാൽവനോമീറ്റർ. അപ്പൊ അത് നെഗ്ലക്ട് ചെയ്യാം. അപ്പൊ ഇത് സീരീസ് ആവും, ഇത് സീരീസ് ആവും, ഇവർ അതുമായിട്ട് പാരലൽ ആവും. അതാണ് അതിന്റെ ബേസിക് കോൺസെപ്റ്റ്. ഇപ്പൊ ഇവിടെ നമ്മൾ അങ്ങനെ തന്നെയല്ലേ, ഈ ഗാൽവനോമീറ്റർ നൾ ഡിഫ്ലക്ഷൻ ആണെങ്കിൽ ഇതുവഴി കറണ്ട് ഇല്ല. അപ്പൊ നമ്മൾ കറണ്ട് ഇല്ലെങ്കിൽ ഈ ബ്രാഞ്ചിനെ അങ്ങ് നെഗ്ലക്ട് ചെയ്യും. നെഗ്ലക്ട് ചെയ്താൽ എന്ത് സംഭവിക്കും? ഈ പിയും ക്യൂവും സീരീസ് ആവും, ആറും എസും സീരീസ് ആവും, പിന്നെ അവര് തമ്മിൽ പാരലൽ ആവും. അല്ലെ, ഇവിടെ അങ്ങനെ തന്നെയല്ലേ, പി സീരീസ് വിത്ത് ക്യൂ ആണ്. അപ്പൊ അവരുടെ ഇക്വലന്റ് റെസിസ്റ്റൻസ് പി പ്ലസ് ക്യൂ ആയി. അതേപോലെ 6 സീരീസ് വിത്ത് എസ് ആണ്, അല്ലെ, 6 സീരീസ് വിത്ത് എസ് ആണ്. അപ്പൊ അവരുടെ ഇക്വലന്റ് റെസിസ്റ്റൻസ് ആർ പ്ലസ് എസ് ആയി. പിന്നെ അവർ തമ്മിൽ പാരലൽ. അപ്പൊ ഈ ഇക്വലൻസ് തമ്മിൽ പാരലൽ ആയിട്ട് ട്രീറ്റ് ചെയ്യുക. അത്രേ ഉള്ളൂ, ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. നമുക്ക് അതുമായിട്ട് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ്. അപ്പൊ ഇവിടെ നോക്ക്, ഇവിടുന്ന് ഒരു ഐ കറണ്ട് വരുന്നു, ഇവിടുന്ന് ഒരു ഐ കറണ്ട് വന്ന് ഈ ബ്രാഞ്ചിൽ കൂടെ കയറി, അല്ലെ, ഈ ബ്രാഞ്ചിൽ കൂടെ കയറി ഇങ്ങോട്ട് പോയി ഇവിടെ എത്തും. അതേപോലെ ഈ ബ്രാഞ്ചിൽ കൂടി ഇങ്ങോട്ടും വരും. അപ്പൊ നിങ്ങൾ നോക്കിയേ, ഈ വരുന്ന ഐ കറണ്ട് ഇങ്ങോട്ടൊരു I1 ആയിട്ട് വരും, അത് ഇവിടെ എത്തും. ഇതുവഴി കയറി I2 ആയിട്ട് ഇവിടെ വരും, I2 ആണോ, ഈ ജംഗ്ഷനിലെത്തും. അപ്പൊ അത് ഇതാണ് ഗാൽവനോമീറ്റർ. അപ്പൊ അതിനെ നെഗ്ലക്ട് ചെയ്യാം. ഇങ്ങോട്ട് വരത്തില്ല, കാര്യം ഇവിടുത്തെ പൊട്ടൻഷ്യൽ സെയിം ആയി പോകും. അതാണല്ലോ അതിന്റെ ബേസിക് കോൺസെപ്റ്റ്. പൊട്ടൻഷ്യൽ ഈ പോയിന്റിൽ സെയിം ആവും. സോ ഇത് ക്യാൻസൽ ചെയ്ത് ഈ I2 ഇങ്ങനെയും കയറിപ്പോവും, ഈ I1 ഇങ്ങനെയും കയറിപ്പോവും. സോ ഈ 6 സീരീസ് 2R, ഈ 6 സീരീസ് 2R, 2Rഉം 2Rയുടെ പാരലൽ 6 എന്ന് കിട്ടും. ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. യെസ്, അടുത്തത് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താ നോക്കാം, എന്താ ചോദിച്ചിരിക്കുന്നത്. ഇവിടെ പ്രത്യേകിച്ചൊന്നുമില്ല. In the arrangement of resistance shown in the circuit, the potential difference between B and D will be 0. Potential difference between B and D 0. അതാണല്ലോ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജിന്റെ ബേസിക് പ്രിൻസിപ്പിൾ. അതായത് ഇവിടുത്തെ പൊട്ടൻഷ്യൽ സെയിം ആകും. അപ്പൊ ഗാൽവനോമീറ്റർ ഷോസ് നൾ ഡിഫ്ലക്ഷൻ, ഇതുവഴി കറണ്ട് ഉണ്ടാവത്തില്ല, അല്ലെ. അപ്പൊ അതിന്റെ കാരണമാണ് അവർ പറഞ്ഞത് പൊട്ടൻഷ്യൽ അറ്റ് ബി ഈക്വൽ ടു പൊട്ടൻഷ്യൽ അറ്റ് ഡി ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അവർ ചോദിക്കുന്നത് എന്താ? അൺനോൺ റെസിസ്റ്റൻസ് എക്സിന്റെ വാല്യൂ എത്ര എന്നാ ചോദിച്ചിരിക്കുന്നത്. ഈ അൺനോൺ റെസിസ്റ്റൻസ് എക്സിന്റെ വാല്യൂ എത്ര? ഒന്നുമില്ല, ഇവിടെ നോക്കിയേ, ഇവന്മാര് സീരീസ്. അപ്പൊ 12, 4 ഇത് 16 കിട്ടും, അല്ലെ, ഇത് 16 കിട്ടും.
ഇത് സീരീസ്. അപ്പൊ ഇത് 3, 1, 4 എന്ന് കിട്ടും. ഇത് 4 എന്ന് കിട്ടും. ഇത് 16 എന്ന് കിട്ടി. ഓക്കെ, ഇത് എക്സ് എന്ന് അവിടെ നിൽക്കട്ടെ. ഇത് 1ഉം 1ഉം പാരലലാ. 1ഉം 1ഉം പാരലൽ ആണെങ്കിൽ അത് 0.5 ആണ്, അല്ലെങ്കിൽ 1/2 ആണ്. 0.5 അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടുത്തെ റെസിസ്റ്റൻസ് 1/2 എന്ന് എഴുതാം. 1/2 എന്ന് എഴുതാം. ഓക്കെ അല്ലേ? 1ഉം 1ഉം പാരലൽ ആണെങ്കിൽ 1ന്റെ പകുതി 1/2. 2 ഐഡന്റിക്കൽ റെസിസ്റ്റർ പാരലൽ R/2 എന്ന് പറയുന്നത് 1/2 എന്ന് കിട്ടും. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ പഠിച്ച കോൺസെപ്റ്റ് വെച്ച് എന്താ? ഇതേ ബൈ ഇതേ ഈക്വൽ ടു ഇതേ ബൈ ഇതായിരിക്കണം അല്ലേ? അപ്പം 16 ഡിവൈഡഡ് ബൈ ഇവിടുത്തെ റെസിസ്റ്റൻസ് 4 ആണ്. അതെന്ന് പറയുന്ന ആരോട് ഇക്വലന്റ് ആവണം? എക്സ് ഡിവൈഡഡ് ബൈ 1/2 ഇക്വലന്റ് ആവണം അല്ലേ? അപ്പൊ ഇവിടുന്ന് ഇവനും കട്ടായി പോയത് 4 ആവും. യെസ്. അപ്പൊ ഇതെന്ത് വരും? 4 ഈക്വൽ ടു 2x എന്ന് വരും. നമ്മളോട് ചോദിച്ചത് എക്സ് കാണാനാണ്. സോ 2 ഓം എന്ന് കിട്ടും. എക്സ് കിട്ടും 2 ഓം. ഇനി ഇത് ഇങ്ങനെയൊന്നും ചിന്തിക്കണമെന്ന് നിർബന്ധമില്ല. നമുക്ക് ഇത് ഇച്ചിരൂടെ എളുപ്പത്തിൽ ചെയ്യാനല്ല, സെയിം മാത്സ് ലോജിക്ക് തന്നെ. ഇത് 16 4 ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടി? 4 കിട്ടി. ഈ റേഷ്യോ ഈക്വൽ ആവണമെങ്കിൽ ഈ പോർഷന്റെ റേഷ്യോ 4 ആവണം. 4 ആവണമെങ്കിൽ ഈ 2 മോളിൽ പോകും. അപ്പൊ എക്സ് 2 ആയാൽ മതി. 2 × 2 4. എന്നാലേ ഈ 4നോട് ഈക്വലന്റ് ആയിട്ട് കിട്ടത്തുള്ളൂ. റേഷ്യോ സെയിം ആവണം. അങ്ങനെ ചെയ്താലും മതി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ ദ ഗിവൺ ഫിഗർ equivalent resistance between A and B will be. Equivalent resistance between A and B will be. Ratio നോക്ക് 3/6 അത് 1/2 ആ. 4/8 അതും 1/2 ആ. അല്ല നിങ്ങൾക്ക് ഇങ്ങനെ നോക്കാം, 3/4 ഇത് 3/4 ആണ്. 6/8 എന്ന് പറഞ്ഞാൽ അതും 3/4 ആണ്. എങ്ങനെ വേണേലും എടുക്കാം. അപ്പൊ ഇത് ഗാൽവനോമീറ്റർ റെസിസ്റ്റൻസ് ആണ്. ഇതുവഴി കറണ്ട് ഫ്ലോ ഇല്ല. അപ്പൊ കറണ്ട് ഫ്ലോ ഇല്ലെങ്കിൽ ഇവന്മാര് സീരീസ് ആയി ഇവിടുന്ന് വരുന്ന കറണ്ട് ഇങ്ങനെ കയറി ഇങ്ങനെ അങ്ങ് പോകും. അപ്പൊ 4ഉം 3ഉം കൂടെ 7 സീരീസ് കിട്ടും. അവരുടെ ഇഫക്റ്റീവ് ഇവർ 7 എന്ന് കിട്ടും. ഇനി ഇത് സീരീസ് ആണ്. 8 6 14. 8 6 14. അപ്പൊ ഇത് ഈക്വലന്റ് റെസിസ്റ്റൻസ് കാണാൻ നമ്മൾ ഇതിന്റെ ഒക്കെ ഷോർട്ട് കട്ട് മെത്തേഡ് പഠിപ്പിച്ചിട്ടുള്ളതാണ്. 7നെ 14/2 എന്ന് എഴുതാം അല്ലെ? 14നെ 14/1 എന്ന് എഴുതാം. അപ്പൊ ന്യൂമറേറ്റർ 14 ആണ്, ഡിനോമിനേറ്റർ 2 1 3 ആണ് അല്ലെ? സോ ആൻസർ ഈസ് 14/3 എന്ന് കിട്ടും. 14/3 ഓപ്ഷൻ 1 എടുക്കാം. സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. ദ കറണ്ട് ഡ്രോൺ ഫ്രം 5 വോൾട്ട് സെൽ. ഈ 5 വോൾട്ട് സെല്ലിൽ നിന്ന് വരുന്ന കറണ്ട്, ഇവിടുന്ന് ഒരു കറണ്ട് എത്തി ഈ ജംഗ്ഷനിൽ എത്തിയാൽ ഇങ്ങോട്ട് പോകുന്ന കറണ്ടാണ് I1. ഇവിടുന്ന് ഇങ്ങോട്ട് വരുന്ന കറണ്ടാണ് I2. ഈ I1 കറണ്ട് ഈ ജംഗ്ഷനിൽ എത്തും അല്ലെ? I2 കറണ്ട് ഈ ജംഗ്ഷനിലും എത്തും. അപ്പൊ ഉറപ്പായിട്ട് ഇതാണ് അവിടുത്തെ ഗാൽവനോമീറ്റർ. നെഗ്ലക്ട് ചെയ്യാം. അങ്ങനെ നെഗ്ലക്ട് ചെയ്യണമെങ്കിൽ ഇവരുടെ റേഷ്യോ സെയിം ആവുക എന്നുള്ള കാര്യം ഓർത്തോണം കേട്ടോ. 10/20 1/2, 5/10 1/2. അപ്പൊ റേഷ്യോ സെയിം ആണ്. അപ്പൊ അതൊരു വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് ആണെന്ന് മനസ്സിലായി. അപ്പൊ ഇത് 10ഉം ഈ 20 കൂടെ സീരീസ്. അപ്പൊ 20ഉം 10ഉം 30 എന്ന് കിട്ടും അല്ലെ? ഈ I2 ഇങ്ങനെ കയറി ഇങ്ങനല്ലേ പോകുന്നത്. അപ്പൊ അവര് സീരീസ് ആയി. അപ്പൊ 20ഉം 10ഉം 30 എന്ന് കിട്ടും. അതേപോലെ ഈ I1 ഇതിൽ കൂടെ കയറി ഇങ്ങനെയാണ് പോകുന്നത്. അപ്പൊ 10ഉം 5ഉം 15 എന്ന് കിട്ടും. 5 10. അപ്പൊ 10ഉം 5ഉം 15 എന്ന് കിട്ടും. ക്ലിയർ? അപ്പൊ 30നെ 30/1 എന്ന് വിളിക്കാം. 15നെ 30/2 എന്ന് വിളിക്കാം. ഞാൻ ചെയ്യുന്നത് ഇതിന്റെ ന്യൂമറേറ്റർ അങ്ങ് സെയിം ആക്കും. ഡിനോമിനേറ്റർ എന്തോ ആയിക്കോട്ടെ. അതാണ് ഈ ചെയ്യുന്ന മെത്തേഡ്. ഇതിന്റെ ഈ ഷോർട്ട് കട്ട് മെത്തേഡ് ഒക്കെ നമ്മുടെ പാർട്ട് 1ൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പം ന്യൂമറേറ്ററിൽ 30 കോമൺ ആയിട്ടുണ്ട്. ഡിനോമിനേറ്ററിൽ 2 ഒന്നുകൂടെ കൂട്ടിയാൽ മതി 3. സോ ഈക്വലൻസ് 10 എന്ന് കിട്ടും. 30/3 10 എന്ന് കിട്ടും. നമുക്ക് കറണ്ട് നമുക്ക് കിട്ടിയത് R ഇക്വലന്റ്. ഇപ്പൊ ഈ കിട്ടിയത് R ഇക്വലന്റ് ആണ് അല്ലേ? R ഇക്വലന്റ് ആണ് ഈ കിട്ടുന്നത്. പക്ഷെ ചോദിച്ചത് R ഇക്വലന്റ് ആണോ? അല്ല. കറണ്ട് ഡ്രോൺ ഫ്രം ദ സെല്ലാണ്. കറണ്ട് കാണാനുള്ള ഇക്വേഷൻ എന്താ? I is equal to V/R ആണ്. V എത്രയാ? 10 അല്ല V എത്രയാ? 5. R equivalent 10 അല്ലെ? 1/2 that is 0.5. 0.5 ആംപിയർ എന്നൊരു ഓപ്ഷൻ ഉണ്ടോ? യെസ്, ഓപ്ഷൻ 1 എടുക്കാൻ പറ്റും. നമുക്ക് ചെയ്തെടുക്കാവുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ് ഇതൊക്കെ. യെസ്. ഇവിടെ നോക്കിക്കുക, അൺബാലൻസ്ഡ് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ്. ഇത് ആധികാരികമായി നിങ്ങൾ പഠിച്ചു വെക്കുകയൊന്നും വേണ്ട. നിങ്ങൾക്ക് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യം പഠിക്കാനുള്ളൂ. ഇവിടെ നിങ്ങൾ ഈ ഫിഗറിലേക്ക് നോക്കിയാൽ ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. റെസിസ്റ്റൻസ് ഓഫ് R ബൈ റെസിസ്റ്റൻസ് ഓഫ് S. റെസിസ്റ്റൻസ് ഓഫ് R ബൈ റെസിസ്റ്റൻസ് ഓഫ് S. ഫസ്റ്റ് കേസ് ആണ് പറയുന്നത്. അതായത് ഉദ്ദേശിക്കുന്ന ഇത്രേ ഉള്ളൂ. ഒരു അൺബാലൻസ്ഡ് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജിൽ, അൺബാലൻസ്ഡ് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ഇവിടെ P/Q നോട്ട് ഈക്വൽ ടു R/S ആയിരിക്കും. P/Q ഈക്വൽ ടു നോട്ട് ഈക്വൽ ടു R/S. റേഷ്യോ സെയിം ആവുന്നില്ല. സെയിം ആയാലും അത് ബാലൻസ്ഡ് ആയി. റേഷ്യോ സെയിം അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്?
ചിലപ്പോൾ താഴത്തെ റെസിസ്റ്റൻസ് കൂടുതലും മുകളിലത്തെ റെസിസ്റ്റൻസ് കുറവുമാകാം. അങ്ങനെ എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ നമ്മൾ ഈ റെസിസ്റ്ററുകളുടെ റേഷ്യോ എടുക്കും. ഇവിടെ എന്താ എടുത്തിരിക്കുന്നത്? റെസിസ്റ്റൻസ് ഓഫ്, അതാണ് ഉദ്ദേശിക്കുന്നത്, റെസിസ്റ്റൻസ് അറ്റ് ബ്രാഞ്ച് 6 ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ് ഓഫ് എസ്. ഇത് ഇവിടുത്തെ റെസിസ്റ്റൻസ് ആണ് എസ്. ഈ റേഷ്യോ എടുക്കുക. അതേപോലെ ഈ റെസിസ്റ്ററുകളുടെ റേഷ്യോ എടുക്കുക, റെസിസ്റ്റൻസ് ഓഫ് പി ബൈ റെസിസ്റ്റൻസ് ഓഫ് ക്യൂ. ഇങ്ങനെ ആർ ഓഫ് എസ് അങ്ങനെ പഠിക്കണമെന്നില്ല. എന്താ? ആർ ബൈ എസ് ഗ്രേറ്റർ ദാൻ മുകളിലത്തെ റെസിസ്റ്റൻസ് പി ബൈ ക്യൂ. ഈ താഴത്തെ റെസിസ്റ്റൻസിന്റെ റേഷ്യോ കൂടുതലാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും, ഇവിടുത്തെ റെസിസ്റ്റൻസിന്റെ റേഷ്യോ കൂടുതലാണെങ്കിൽ എനിക്ക് പറയാൻ പറ്റും എയിലെ പൊട്ടൻഷ്യൽ ബിയിലെ പൊട്ടൻഷ്യലിനേക്കാൾ കൂടുതലായിരിക്കും. പൊട്ടൻഷ്യൽ അറ്റ് എ ഗ്രേറ്റർ ദാൻ ബി ആയിരിക്കും. എന്താ കാര്യം? താഴത്തെ റെസിസ്റ്റൻസിന്റെ റേഷ്യോ കൂടുതലാണെങ്കിൽ താഴത്തെ ബ്രാഞ്ച്, ഇവിടുത്തെ ബ്രാഞ്ച് റെസിസ്റ്റൻസ് കൂടുതലും ഇവിടുത്തെ ബ്രാഞ്ചിന്റെ റെസിസ്റ്റൻസ് കുറവുമായിരിക്കും. അപ്പൊ എന്താ സംഭവിക്കുന്നത്? ഓംസ് ലോ പ്രകാരം വി പ്രപ്പോർഷണൽ ടു ഐ, അത് നമുക്കറിയാം. കറണ്ട് എവിടെ കൂടുതൽ വരുന്നു അവിടെ വി കൂടുതലായിരിക്കും. ഇവിടെ റെസിസ്റ്റൻസ് കൂടുതലാണെങ്കിൽ ഇങ്ങോട്ട് വരുന്ന കറണ്ട് കുറവായിരിക്കും. അപ്പൊ താഴത്തെ കറണ്ട് കുറവും, ഇവിടെ വരുന്ന കറണ്ട് കുറവായിരിക്കും, ഇവിടേക്ക് എത്തുന്ന കറണ്ട് കൂടുതലായിരിക്കും. അപ്പൊ പൊട്ടൻഷ്യൽ അറ്റ് എ ഗ്രേറ്റർ ദാൻ ബി ആണെന്ന് പറയാം. ഇത് നേരെ തിരിച്ച റേഷ്യോ കിട്ടുന്നെങ്കിൽ പൊട്ടൻഷ്യൽ അറ്റ് എ ലെസ്സർ ദാൻ ബി ആണെന്ന് പറയാം. അത്രേ ഉള്ളൂ ബേസിക് ലോജിക്. ഓക്കെ, അപ്പൊ നമുക്ക് ഇപ്പൊ പഠിച്ച അൺബാലൻസ്ഡ് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജിന്റെ ഒരു ക്വസ്റ്റ്യൻ നോക്കി വരാം. ഇൻ ദ സർക്യൂട്ട് ഷോൺ ഇഫ് എ കണ്ടക്ടിംഗ് വയർ ഈസ് കണക്ടഡ് ബിറ്റ്വീൻ എ ബി, ദ കറണ്ട് ഇൻ ദ വയർ വിൽ ബി. ആ വയറിൽ കറണ്ട് എയിൽ നിന്ന് ബിയിലോട്ടാണോ ബിയിൽ നിന്ന് എയിലോട്ടാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. തൊട്ട് മുമ്പ് നമ്മളിപ്പോ അൺബാലൻസ്ഡ് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജിൽ എന്താ പഠിച്ചത്? റെസിസ്റ്ററുകളുടെ റേഷ്യോ എടുക്കുക അല്ലേ? അപ്പൊ ഇവിടെ നോക്കിക്കേ, ഈ രണ്ട് റെസിസ്റ്ററുകൾ അത് 4/4 ഈ രണ്ട് റെസിസ്റ്ററുകളുടെ റേഷ്യോ ദാറ്റ് ഈസ് 1/3. നമുക്കറിയാം 4/4 ഗ്രേറ്റർ ദാൻ 1/3. 4/4 എന്ന് പറഞ്ഞാൽ 1 ഇത് 1/3 അപ്പൊ അത് 0.33 അപ്പൊ ഉറപ്പായിട്ട് ഈ മുകളിൽ കാണുന്ന റെസിസ്റ്ററുകളുടെ റേഷ്യോ ആണ് വലുത്. എന്ന് വെച്ചാൽ ഈ ബ്രാഞ്ചിലേക്ക് പോകുന്നതിലും കൂടുതൽ കറണ്ട് ഇങ്ങോട്ടല്ലേ വരുന്നത്. സിംപിളി ഇത്ര റേഷ്യോ ഒന്നും എടുത്ത് നോക്കണ്ട. ഇവിടെ ഒരു 4 ഓം ഇവിടുന്ന് ഒരു ഐ കറണ്ട് വരുന്നു, ഇവിടെ ഒരു 4 ഓം റെസിസ്റ്റർ ഉണ്ട്, ഇവിടെ ഒരു 1 ഓം റെസിസ്റ്റർ ഉണ്ട്. ഉറപ്പായിട്ട് ഇങ്ങോട്ടായിരിക്കും കൂടുതൽ കറണ്ട് വരുന്നത്. കാര്യം ഇവിടുത്തെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് 3+1 4ഉം ഇവിടെ 8ഉം അപ്പൊ കൂടുതൽ കറണ്ട് ഇങ്ങോട്ട് വരും. എന്ന് വെച്ചാൽ ഇവിടുത്തെ പൊട്ടൻഷ്യൽ കൂടുതലായിരിക്കും. അപ്പൊ എനിക്ക് പറയാം പൊട്ടൻഷ്യൽ അറ്റ് ബി ഗ്രേറ്റർ ദാൻ പൊട്ടൻഷ്യൽ അറ്റ് എ. അപ്പൊ ഇവിടുത്തെ പൊട്ടൻഷ്യൽ കൂടുതലാണെങ്കിൽ കറണ്ട് ഇങ്ങോട്ട് ഫ്ലോ ചെയ്യും. ഐ ഡാഷ് എന്ന് പറഞ്ഞൊരു കറണ്ട് മുകളിലോട്ട് ഫ്ലോ ചെയ്യും. ഇപ്പൊ ഫ്ലോ ഫ്രം ബി ടു എ, ഈസി ആയിട്ട് ചെയ്യാവുന്ന. നമുക്ക് അടുത്തൊരു കോൺസെപ്റ്റിലേക്ക് പോകാം, മീറ്റർ ബ്രിഡ്ജ്. നമുക്കറിയാം മീറ്റർ ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ തൊട്ട് മുമ്പ് പഠിച്ച വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജിന്റെ ആപ്ലിക്കേഷൻ ആണ്. അൺനോൺ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് ഉള്ളപ്പോൾ എന്തിന് മീറ്റർ ബ്രിഡ്ജ്? അവിടെ നമ്മൾ 4 റെസിസ്റ്ററുകളും നടുക്കൊരു ഗാൽവനോമീറ്റർ ഒക്കെ വേണം. പക്ഷെ 4 റെസിസ്റ്ററുകളൊക്കെ നമ്പർ ഓഫ് റെസിസ്റ്റേഴ്സിന്റെ എണ്ണം കൂടുതലാണ്. ഇവിടെ അങ്ങനെയാണോ? അല്ല. ഇവിടെ ഒരു എക്സ് എന്ന് പറഞ്ഞ റെസിസ്റ്റർ, ഇവിടെ ഒരു റെസിസ്റ്റൻസ് ബോക്സും ഉണ്ട്. നമ്മൾ യൂസ് ചെയ്യുന്ന ഒറ്റ റെസിസ്റ്ററേ ഉള്ളൂ. പിന്നെ ഇവിടെ ഒരു വയറാണുള്ളത് അല്ലേ? നമുക്കറിയാം ഈ എയ്ക്കും ഈ കാണുന്ന പോയിന്റിനെ നമുക്ക് എ എന്ന് വിളിക്കാം, ഈ കാണുന്ന പോയിന്റിനെ ഞാൻ ബി എന്ന് വിളിക്കുന്നു. അവിടെ ഒരു മീറ്റർ സ്കെയിൽ ഉണ്ട്, നിങ്ങളിത് ലാബിൽ കണ്ടിട്ടുള്ളതാണ്. അവിടെ ഒരു 1 മീറ്റർ വയർ വെക്കും. ആ വെക്കുന്ന വയർ അലോയ് ആണ്. ജനറലി കോൺസ്റ്റാന്റിനോ മാഗ്നറ്റിനോ ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. അലോയ്സ് യൂസ് ചെയ്യാനുള്ള കാരണം എന്താ? ലെസ് ഡിപ്പെൻഡന്റ് വിത്ത് ടെമ്പറേച്ചർ ആണ്. അപ്പൊ ഇതിന്റെ റെസിസ്റ്റൻസിനെ ഒന്നും അത് അഫക്ട് ചെയ്യത്തില്ല. അപ്പൊ അങ്ങനത്തെ വയേഴ്സ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. എന്നിട്ട് എന്താ നമ്മൾ ചെയ്യുന്നത്? ഇവിടെ ഒരു എക്സ്, ഇവിടെ ഒരു റെസിസ്റ്റൻസ് ബോക്സ് ഒക്കെ വെച്ചിട്ട് ഒരു അൺനോൺ റെസിസ്റ്റൻസ് നമുക്ക് കണ്ടുപിടിക്കണം. നമ്മൾ ഈ സെല്ലിൽ കൂടെ ഒരു കറണ്ട് വിഡ്രോ ചെയ്യും. ഈ സെല്ലിന്റെ പോസിറ്റീവ് ടെർമിനലിൽ നിന്ന് പുറത്തേക്ക് ഒരു കറണ്ട് വിഡ്രോ ചെയ്യുന്നു. ഈ കറണ്ട് ഫ്ലോ ചെയ്ത് ഇവിടെ എത്തിയിട്ട് ഇതുവഴിയും അപ്പൊ ഇതുവഴി വരുന്ന കറണ്ട്, ഇപ്പൊ ഈ ബ്രാഞ്ചിൽ കൂടെ വരുന്ന കറണ്ടിനെ ഞാൻ I2 എന്നും മുകളിലോട്ട് പോയ കറണ്ടിനെ നമുക്ക് I1 എന്നും വിളിക്കാം. ഈ കറണ്ട് ഇതുവഴി കയറി ഇങ്ങനെ പോകും. ഈ I2 കറണ്ട് ഇതുവഴി വരും. അപ്പൊ ഈ വയറിന് അക്രോസ് പൊട്ടൻഷ്യൽ ഡ്രോപ്പുകൾ ഉണ്ടാക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഒരു ജോക്കി വെച്ച് കണക്ട് ചെയ്തിട്ട് ഇങ്ങനെ മൂവ് ചെയ്യിക്കും. അപ്പൊ ഈ കാണുന്ന പോയിന്റിനെ നമുക്ക് P എന്ന് വിളിക്കാം. ഈ കാണുന്ന പോയിന്റിനെ ഞാൻ Q എന്ന് വിളിക്കാം. അപ്പം ഇഫ് Q ഈസ് നൾ പോയിന്റ്, ആ ജോക്കി കൊണ്ട് കുത്തുന്ന പോയിന്റ് നൾ പോയിന്റ് ആവണമെങ്കിൽ എന്താ? പൊട്ടൻഷ്യൽ അറ്റ് P ഈക്വൽ ടു പൊട്ടൻഷ്യൽ അറ്റ് Q ആകണം. ഇവിടുത്തെ പൊട്ടൻഷ്യലും സെയിം ആകുന്നിടത്ത് നമുക്ക് നൾ പോയിന്റ് കിട്ടും. എന്നിട്ട് ഇവിടുത്തെ ലെങ്ത് നമ്മൾ മെഷർ ചെയ്യും. അതായത് ഈ കാണുന്ന ലെങ്ത് L ആണെങ്കിൽ റിമൈനിങ് ലെങ്ത് 100 - L ആയിരിക്കും. മീറ്റർ ബ്രിഡ്ജ് എന്ന് വിളിക്കാനുള്ള കാരണം ഇവിടെ യൂസ് ചെയ്യുന്ന വയർ 1 മീറ്റർ വയറാണ്. അതായത് 100 സെന്റിമീറ്റർ ആണ് ഇതിന്റെ ലെങ്ത്. അപ്പൊ ഈ ലെങ്ത് L മെഷർ ചെയ്യും, ബാക്കി റിമൈനിങ് ലെങ്ത് എടുക്കും. ക്ലിയർ? പിന്നെ എന്നിട്ട് എന്താ ചെയ്യുന്നത്? ഇതൊക്കെ ഡെറിവേഷൻ ഒക്കെ ഉണ്ട്. നമ്മളിപ്പോ ഡെറിവേഷൻ ഒന്നും അത്ര കാര്യമായിട്ട് പറയുന്നില്ല. സോ ഇവിടുത്തെ റെസിസ്റ്റൻസ് എക്സും ഈ റെസിസ്റ്റൻസ് ബോക്സിന്റെ റെസിസ്റ്റൻസ് നമുക്ക് R എന്നും വിളിച്ചാൽ
എക്സ് ബൈ ആർ. ഈ റെസിസ്റ്റൻസ് ബോക്സിന്റെ റെസിസ്റ്റൻസ് ആണ് ആറ്. ഈ റെസിസ്റ്റൻസ് ബോക്സിന്റെ റെസിസ്റ്റൻസ് ആണ് ആറ്. അപ്പൊ എക്സ് ബൈ ആർ എന്ന് പറയുന്ന ആ റേഷ്യോ എപ്പോഴും ഈ ലെങ്തുകളുടെ റേഷ്യോക്ക് ഇക്വലന്റ് ആയിരിക്കും. എൽ ബൈ 100 മൈനസ് എല്ലിന് ഇക്വലന്റ് ആയിരിക്കും. അതാണ് ഒരു മീറ്റർ ബ്രിഡ്ജിന്റെ ബേസിക് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി ഈ ലെങ്ത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? ഇവിടുത്തെ നൾ പോയിന്റ് കണ്ടുപിടിക്കും. ഇവിടെ ഒരു ഗാൽവനോമീറ്റർ ഉണ്ട്. ഈ ഗാൽവനോമീറ്റർ ഷോസ് നൾ ഡിഫ്ലക്ഷൻ. ഇത് അനങ്ങാൻ പാടില്ല. ആ പോയിന്റ് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അങ്ങനെ റേഷ്യോ എടുക്കും. ക്ലിയർ അല്ലേ? ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. സോ നമുക്ക് നോക്കാം. ദ ഗിവൺ സർക്യൂട്ട് ഷോസ് എ യൂണിഫോം സ്ട്രെയിറ്റ് വയർ എ ബി ഓഫ് 40 സെന്റിമീറ്റർ ലെങ്ത് ഫിക്സ്ഡ് അറ്റ് ബോത്ത് എൻഡ്സ്. ഓക്കെ, ഇവിടെ 100 സെന്റിമീറ്റർ എന്ന് അവർ പറഞ്ഞിട്ടില്ല. 40 സെന്റിമീറ്റർ ആയിക്കോട്ടെ. 40 സെന്റിമീറ്റർ ഫിക്സ്ഡ് ലെങ്ത് ബോക്സ് ബോത്ത് എൻഡ്. In order to get a zero reading in the galvanometer, the free end J, അതായത് ഈ ഫ്രീ എൻഡ് ആണ്, J is to be placed at B. ഈ ജോക്കിയുടെ എൻഡ് ആണ്, J എന്ന് വിളിക്കുന്ന അതാണ്. ഈ ജോക്കിയുടെ എൻഡ് എവിടെ കൊണ്ടുവെക്കണം? ബിയിൽ കൊണ്ടുവെക്കണം. അറ്റ് എത്ര ബിയിലാണെങ്കിൽ, അല്ല ബിയിൽ നിന്നാണോ പറഞ്ഞിരിക്കുന്നത്? The free end J is to placed from B. ഫ്രം ബി എന്നാണ്. ബി കൊണ്ടുവെക്കണം എന്നല്ല, ബിയിൽ നിന്ന് എത്ര ദൂരെ കൊണ്ടുവെക്കണം എന്നാണ് അവർ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? നമുക്ക് ഈ കാണുന്ന ലെങ്ത് എൽ ആണെന്ന് എടുക്കാം. ഈ കാണുന്ന ലെങ്ത് എൽ സെന്റിമീറ്റർ എന്ന് എടുക്കാം. നമുക്കങ്ങ് അസ്യൂം ചെയ്യാം ഇവിടെ കൊണ്ടുവച്ചാലാണ്, ഈ ജെ ഇവിടെ കൊണ്ടുവച്ചാലാണ് നൾ പോയിന്റ് കിട്ടുന്നതെന്ന് അസ്യൂം ചെയ്യുക. ഈ കാണുന്ന ലെങ്ത് എൽ സെന്റിമീറ്റർ ആണെന്ന് എടുക്കാം. ഓക്കെ, ഇനി ക്വസ്റ്റിനകത്ത് പറയുന്നുണ്ട് ഗിവൺ സർക്യൂട്ട് ഷോൺ യൂണിഫോം സ്ട്രെയിറ്റ് വയർ എ ബി ഓഫ് 40 സെന്റിമീറ്റർ. ടോട്ടൽ ലെങ്ത് എ ബിയുടെ 40 ആണ്. അതിൽ ഈ കാണുന്നത് എല്ലാം. അപ്പൊ ഈ റിമൈനിങ് എത്രയാ? 40 മൈനസ് എൽ ആണ്. 40 മൈനസ് എൽ സെന്റിമീറ്റർ ആണ് ഈ റിമൈനിങ് ലെങ്ത്. ക്ലിയർ? നമ്മളിപ്പോ എന്താ പഠിച്ചത്? ഈ റെസിസ്റ്ററുകളുടെ റേഷ്യോ ഈ ലെങ്തുകളുടെ റേഷ്യോക്ക് ഇക്വലന്റ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ എല്ല് കണ്ടുപിടിക്കാം. എന്നിട്ട് ബിയിൽ നിന്നുള്ള ഡിസ്റ്റൻസ് എത്രയാണെന്ന് കണ്ടുപിടിച്ചാൽ പോരെ. അത് തിരിച്ചെഴുതിയാലും പ്രശ്നമൊന്നുമില്ല, എങ്ങനെ വേണമെങ്കിലും ചെയ്യാൻ, പ്രശ്നമൊന്നുമില്ല. സോ എന്ത് വരും? 8 ഡിവൈഡഡ് ബൈ 12 എന്ന് പറയുന്നത്, 8 ബൈ 12 എന്ന് പറയുന്നത് എൽ ഡിവൈഡഡ് ബൈ 40 മൈനസ് എൽ എന്ന് കിട്ടും. 40 മൈനസ് എൽ. നമുക്കിത് കട്ട് ചെയ്യാമല്ലോ. എത്ര വരും? 2, 3, 4 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ അല്ലേ? ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പം ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര വരും? 80 മൈനസ് 2L വിച്ച് ഈസ് ഈക്വൽ ടു, ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 3L എന്ന് കിട്ടും അല്ലേ? 3L എന്ന് കിട്ടും. സോ ഇത് ഇപ്പുറത്തോട്ട് പോവാ. 5L ഈക്വൽ ടു 80 എന്ന് കിട്ടും. ആണോ? സോ L ഈക്വൽ ടു, ഇത് കട്ട് ചെയ്യാമല്ലോ. എത്ര വരും? 12, 5, 60, 20 കൂടെ വേണം. അപ്പൊ 16 അല്ലേ? 16 സെന്റിമീറ്റർ എന്ന് എല്ല് കിട്ടും. നിങ്ങൾ മനസ്സിലാക്കേണ്ട അല്ലേ? 16 അല്ലേ? 5, 6, 30, 3, 5, 80. യെസ്, 16 സെന്റിമീറ്റർ കിട്ടും. യെസ്. ഇനി നമുക്ക് കിട്ടിയ 16 സെന്റിമീറ്റർ ഇതാണ്. പക്ഷെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? സീറോ റീഡിംഗ് ഇൻ ദ ഗാൽവനോമീറ്റർ G. The free end J is to be placed from B. From B. അറ്റെന്ന ഫ്രം ബിയിൽ നിന്ന് എത്ര ദൂരം എന്നാ? മൊത്തം 40. അപ്പൊ ഇത് 16. അപ്പൊ ബാക്കി 24. ഈ കാണുന്നത് ഇത് 16 സെന്റിമീറ്റർ ആണ്. അപ്പൊ ഉറപ്പായിട്ട് ഇത് 24 ആണ്. കാര്യം മൊത്തം 40 ആണ്. അപ്പൊ 24. ആൻസർ ഈസ് ഓപ്ഷൻ 4. ചെയ്തെടുക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദ റെസിസ്റ്റൻസ് ആർ കണക്റ്റഡ് ഇൻ എ മീറ്റർ ബ്രിഡ്ജ് സർക്യൂട്ട് P ഈക്വൽ ടു 4. ദ ബാലൻസിംഗ് ലെങ്ത് L1. ഈ L1 40 ആണെന്ന് തന്നു. നൗ ആൻ അൺനോൺ റെസിസ്റ്റൻസ് X ഈസ് കണക്റ്റഡ് ഇൻ സീരീസ് വിത്ത് P. സീരീസ് വിത്ത് P ഇതുമായിട്ട് കണക്ട് ചെയ്തു. ഓക്കെ, ഈ റെസിസ്റ്റൻസ് P ആണ്. നമുക്ക് ഈ റെസിസ്റ്റൻസ് Q ആണെന്ന് എടുക്കാം. Okay, resistance are connected in a meter bridge circuit shown in the figure. The balancing length L1 40. Now an unknown resistance X is okay. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇത് പിയും ഇത് ക്യൂവും ആണ് എന്ന് വിചാരിക്കുക തുടക്കത്തിൽ. അപ്പൊ നമുക്ക് കിട്ടിയ ബാലൻസിങ് ലെങ്ത് 40 ആണ് തന്നിട്ടുണ്ട്. അപ്പൊ ഇനിഷ്യലി നമുക്ക് കിട്ടിയ ബാലൻസിങ് ലെങ്ത് 40 സെന്റിമീറ്റർ ആയിരുന്നു. അപ്പൊ നമുക്കറിയാം ഇതൊരു മീറ്റർ ബ്രിഡ്ജാ അല്ലെ? അങ്ങനല്ലേ? അപ്പൊ ഇത് 40 ആണ്. റിമൈനിങ് എത്ര വരും? ഉറപ്പായിട്ട് ഇത് 60 സെന്റിമീറ്റർ വരും അല്ലേ? അപ്പൊ നമുക്ക് എന്താ എഴുതാം? P by Q which is equal to 40 divided by 60. അപ്പൊ ഇത് ഇതൂടെ കട്ട് ചെയ്യാം. P യുടെ വാല്യൂ ഓൾറെഡി 4 ആണ്. ഈ P എന്ന് പറഞ്ഞാൽ 4 ആണ്. അപ്പൊ ഈ 4ഉം 4 കൂടെ കട്ട് ചെയ്ത് കളയാം. അപ്പൊ Q 6 എന്ന് കിട്ടും. അപ്പൊ Qന്റെ വാല്യൂ നമുക്ക് 6 ഓം എന്ന് കിട്ടി.
ക്യൂവിന്റെ വാല്യൂ കൂടെ നമ്മൾ കണ്ടുപിടിച്ചു 6. ഇനി അവരെന്താ പറഞ്ഞത്? നൗ ആൻ അൺനോൺ റെസിസ്റ്റൻസ് എക്സ് ഈസ് കണക്റ്റഡ് ഇൻ സീരീസ് വിത്ത് പി. ഇതുമായിട്ട് നമ്മളൊരു എക്സ് ഓം റെസിസ്റ്റർ കൂടെ സീരീസിൽ അങ്ങോട്ട് കണക്ട് ചെയ്തു. ഓ ആയിക്കോട്ടെ. ഇൻ സീരീസ് വിത്ത് പി ന്യൂ ബാലൻസിംഗ് ലെങ്ത് ഫൗണ്ട് ടു ബി 80. ശരിയാണ്, ഇവിടെ റെസിസ്റ്റൻസ് കൂടി. അപ്പൊ ഇതേ ബൈ ഇത് ഈക്വൽ ടു ഇതേ ബൈ ഇതാവണമെങ്കിൽ എവിടെ റെസിസ്റ്റൻസ് കൂടുന്നോ അവിടുത്തെ ബാലൻസിംഗ് ലെങ്ത് കൂടണം. ഇവിടെ ഇപ്പൊ റെസിസ്റ്റൻസ് കൂടി, ന്യൂമറേറ്ററിലെ റെസിസ്റ്റൻസ് നിങ്ങൾ പിയുടെ കൂടെ ഒരു എക്സ് കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. അപ്പൊ ഉറപ്പായിട്ട് ഇവിടുത്തെ ന്യൂമറേറ്ററും കൂടണ്ടേ. അപ്പൊ 40 എന്നുള്ളത് 80 ആയിട്ട് മാറി. ആയിക്കോട്ടെ, അങ്ങനെയാണെങ്കിൽ എക്സിന്റെ വാല്യൂ എത്രയാണെന്നാ ചോദിച്ചത്. അപ്പൊ രണ്ടാമത്തെ കേസ് നമുക്ക് നോക്കാം. പി ആയിരുന്നു, അതിന്റെ കൂടെ നിങ്ങൾ ഒരു എക്സ് കൂടെ ആഡ് ചെയ്ത് കൊടുത്തു, ഡിവൈഡഡ് ബൈ അപ്പുറത്ത് ക്യൂ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പൊ ഇവിടുത്തെ ബാലൻസിംഗ് ലെങ്ത് 80 ആയിട്ട് മാറി. മീറ്റർ ബ്രിഡ്ജ് ആണ്, അപ്പൊ ഉറപ്പായിട്ട് റിമൈനിങ് എന്നുള്ളത് 20 ആയിരിക്കും. കാര്യം മൊത്തം 100 ആണല്ലോ. സോ ഇവിടുന്ന് ഇവന്മാരെ നമുക്ക് കട്ട് ചെയ്താൽ 4 കിട്ടും അല്ലെ. ക്യൂ 6 ആയിരുന്നു. സോ പി ഓൾറെഡി നമുക്കറിയാം എത്ര 4 ആണ്. അപ്പൊ 4 പ്ലസ് എക്സ് ഡിവൈഡഡ് ബൈ 6 എന്ന് പറയുന്നത് 4 ആണ്. സോ 4 പ്ലസ് എക്സ് ഈസ് ഈക്വൽ ടു 24 എന്ന് കിട്ടും അല്ലെ. സോ എക്സ് ഈസ് ഈക്വൽ ടു 24 മൈനസ് 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 20 എക്സ് ഓം അല്ലേ, 20 ഓം എന്ന് കിട്ടും. 20 ഓം എന്ന് കിട്ടും അല്ലെ. ദെൻ ദ വാല്യൂ ഓഫ് എക്സ് 20 എന്ന് കിട്ടും. 20 എന്ന് കിട്ടും. ഇനി ഇത് കൺഫ്യൂഷൻ ഉള്ളവർക്ക് എന്ത് ചെയ്യാം? ജസ്റ്റ് ആ വാല്യൂ ഇവിടെ നിന്ന് എഴുതിയും കൂടെ കൺഫർമേഷൻ എടുക്കാം. കാര്യം ഇത് 80 ഇത് 20. അപ്പൊ 80/20 റേഷ്യോ 4 ആണ്. അപ്പൊ പി പ്ലസ് എക്സ് ബൈ ക്യൂവിന്റെ റേഷ്യോ എടുക്കുമ്പോൾ എത്ര കിട്ടണം? 4 എന്ന് കിട്ടണം. പി ഓൾറെഡി 4 അറിയാം, നമുക്ക് ഇത് 20 എന്നും കിട്ടി. അപ്പൊ ന്യൂമറേറ്ററി 24 വന്നു. അപ്പൊ 24 അല്ലെ, 24 ബൈ ക്യൂ എത്രയായിരുന്നു നമുക്ക് കിട്ടിയത്? 6 ആണ്. അപ്പൊ 24/6 എന്ന് പറഞ്ഞാലും 4 തന്നെയാണ് അല്ലെ. 24/6 6 4 24 4 എന്ന് തന്നെ റേഷ്യോ കിട്ടും. സോ എക്സിന്റെ വാല്യൂ 20 ഓം കിട്ടും. യെസ്. ഈ ചാപ്റ്ററിലെ ഫൈനൽ ടോപ്പിക്കിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഹീറ്റിംഗ് എഫക്ട് ഓഫ് ഇലക്ട്രിക് കറന്റ്. ഹീറ്റിംഗ് എഫക്ട് എന്ന് പറയുമ്പോൾ നമുക്ക് പവർ എന്താണ്, എനർജി എന്താണെന്നൊക്കെ പഠിച്ച് സീരീസ് പാരൽ കോമ്പിനേഷനും ബൾബിന്റെ കോൺസെപ്റ്റ് കൂടെ പഠിച്ചാൽ ഈ ടോപ്പിക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് തീർക്കാൻ പറ്റും. അപ്പൊ ഹീറ്റിംഗ് എഫക്റ്റിൽ നമ്മൾ പഠിക്കേണ്ട ഒരു കോൺസെപ്റ്റ് ആണ് ജൂൾസ് ലോ. ജൂൾസ് ലോ എന്താ പറയുന്നത്? ഒരു കണ്ടക്ടിങ് വയർ, വയറിന് റെസിസ്റ്റൻസ് ഉണ്ട്. ഒരു ടി ടൈമിലേക്ക് നിങ്ങൾ ഇതുവഴി ഒരു ഐ കറണ്ട് പാസ് ചെയ്യിക്കും. നമുക്കറിയാം ഒരു റെസിസ്റ്ററിന്റെ പ്രോപ്പർട്ടി എന്ന് ഒരു റെസിസ്റ്ററിന്റെ പണി എന്തൊക്കെയാ? റെസിസ്റ്റർ എന്ന് പറയുന്നത് കറണ്ടിനെ ഒപ്പോസ് ചെയ്യും അല്ലെ. അതേപോലെ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ഉണ്ടാക്കും, പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ജനറേറ്റ് ചെയ്യും. അതേപോലെ തന്നെ റെസിസ്റ്ററിന്റെ മറ്റൊരു പണിയാണ് ഹീറ്റ് ഡെവലപ്പ് ചെയ്യും. അപ്പൊ ജൂൾസ് ലോ വെച്ചിട്ട് അദ്ദേഹം പറഞ്ഞത് എന്താ? ഒരു കറണ്ടിൽ ഡെവലപ്പ് ചെയ്യപ്പെടുന്ന ഹീറ്റ് എന്ന് പറയുന്നത് അതുവഴി പാസ് ചെയ്യുന്ന കറണ്ടിന്റെ സ്ക്വയറിനും റെസിസ്റ്റൻസിനും ടൈം ഓഫ് ഫ്ലോയ്ക്കും പ്രപ്പോർഷണൽ ആണെന്നാണ്. അപ്പൊ എച്ച് പ്രപ്പോർഷണൽ ടു ഐ സ്ക്വയർ ആർ ടി, അല്ലെങ്കിൽ എച്ച് ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് ഇൻറ്റു ഐ സ്ക്വയർ ആർ ടി. ഇക്വേഷൻ നമ്മൾ പഠിക്കുന്നുണ്ട്, ഐ സ്ക്വയർ ആർ ടി. ഇനി ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻസ് കൊടുക്കുന്നു. ആറിന് വി ബൈ ഐ എന്ന് കൊടുക്കാം, ഐക്ക് വി ബൈ ആർ എന്ന് കൊടുത്തൊക്കെ സബ്സ്റ്റിറ്റ്യൂഷൻ കിട്ടുന്നതാണ് വി സ്ക്വയർ ബൈ ആർ ഇൻറ്റു ടി, വി ഇൻറ്റു വി ഐ ടി എന്നൊക്കെ പറഞ്ഞ വാല്യൂസ്. അപ്പൊ ഈ ഇക്വേഷൻ നിങ്ങൾ ഉറപ്പായിട്ടും ബൈ ഹാർട്ട് ചെയ്യണം. ഈ ഇക്വേഷൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പൊ ഈ ലോ ആണ് ജൂൾസ് ലോ എന്ന് നമ്മൾ അറിയപ്പെടുന്നത്. ആ ഇക്വേഷൻ ബേസിക് ആയിട്ടൊന്ന് അറിഞ്ഞിരിക്കുക. അടുത്ത നമ്മൾ പഠിക്കേണ്ടത് ഹീറ്റിംഗ് എഫക്റ്റില് കറണ്ട് കോൺസ്റ്റന്റും ആവാം വേരിയബിളും ആവാം. കോൺസ്റ്റന്റ് കറണ്ട് ആണെങ്കിലാണ് നമ്മൾ ഈ ഡയറക്റ്റ് ഇക്വേഷൻ എടുക്കുന്നത്. വേരിയബിൾ കറണ്ട് ആണെങ്കിൽ നമ്മൾ ചെയ്യുന്ന മെത്തേഡ് ഇതാണ്. അതായത് ഇത്രയേ ഉള്ളൂ. ഇപ്പൊ ഒരു റെസിസ്റ്റർ വയർ എന്നിട്ട് ക്വസ്റ്റ്യനകത്ത് പറയുവാണ് ഇതുവഴി പാസ് ചെയ്യുന്ന കറണ്ട് ഇപ്പൊ ഇൻക്രീസിങ് ആണെന്ന് പറയും. ടൈം മാറുന്നതിനനുസരിച്ച് കറണ്ട് ഇൻക്രീസ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഒരു ഉദാഹരണം, ഐ ഈസ് ഈക്വൽ ടു 2t+1. ശരിയാ, ടി 0 ആകുമ്പോൾ കറണ്ട് 1 ആംപിയർ, ടി 1 ആകുമ്പോൾ 2 × 1 + 3 ആംപിയർ ആയിട്ട് മാറി. അപ്പൊ കറണ്ട് ഇവിടെ വേരിയബിൾ ആണ്. അപ്പൊ കറണ്ട് വേരിയബിൾ ആണെങ്കിൽ ഇവിടെ ജനറേറ്റ് ചെയ്യുന്ന അപ്പൊ ഐ വേരിയബിൾ ആണെന്ന് മനസ്സിലായി അക്കോർഡിംഗ് ടു ടി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇവിടെ ഒരു സ്മോൾ ടൈം ഇന്റർവൽ ഡി ടി, ആ സമയത്ത് ഇവിടെ ഡെവലപ്പ് ചെയ്യുന്ന ഹീറ്റ് ആണ് ഡി എച്ച് എന്ന് അസ്യൂം ചെയ്യും. സോ അങ്ങനെയാണെങ്കിൽ അവിടെ ഡെവലപ്പ് ചെയ്യുന്ന ഹീറ്റ് ഡി എച്ച് എന്ന് പറഞ്ഞാൽ ഐ സ്ക്വയർ ആർ, ടൈം വേരിയബിൾ ആണ് ഡി ടി. ടൈം മാറുന്നതിനനുസരിച്ചായിരുന്നു കറണ്ട് മാറിയത്. സോ ആ സമയത്തുണ്ടായ ആ സ്മോൾ എമൗണ്ട് ഓഫ് ടൈമിലുണ്ടായ ഹീറ്റ്, സ്മോൾ ടൈം ഇന്റർവൽ ഉണ്ടായ എമൗണ്ട് ഓഫ് ഹീറ്റ് ആണ് ഡി എച്ച്. അപ്പൊ ടോട്ടൽ ഹീറ്റ് ആണ് ഇവനെ ഇന്റഗ്രേറ്റ് ചെയ്യുക. ഇവിടെ ടൈം ആണ് ചേഞ്ച് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ 0 to t, അല്ലെങ്കിൽ അവർ പറയുന്ന ടൈം ലിമിറ്റ് അങ്ങോട്ട് കൊടുത്തേക്കുക.
വേരിയബിൾ കറണ്ടിന്റെ കോൺസെപ്റ്റ് വരുമ്പോൾ നമുക്ക് അങ്ങനെയാണ് ഹീറ്റ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ ആ ഇക്വേഷൻസ് ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. വേരിയബിൾ കറണ്ട് ഈസ് ഗിവൺ ബൈ I is equal to 2 minus T passing through the resistance 10 ohm. Total heat developed in the resistance. Total heat developed. അപ്പൊ ടോട്ടൽ ഹീറ്റ് കാണാൻ H is equal to integral I square R dt എന്നല്ലേ നമ്മൾ പഠിച്ചത്, which is equal to integral I എത്രയാ 2 minus T. 2 minus T യുടെ സ്ക്വയർ ഇൻറ്റു R തന്നിട്ടുണ്ടോ? R 10 ohm ആണ്, R 10 ohm ഇൻറ്റു ഡി ടി. അപ്പൊ ഇത് A മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ആണ്. അപ്പൊ അത് നമുക്ക് A മൈനസ് ബി ദ ഹോൾ സ്ക്വയർ വെച്ച് അങ്ങ് എക്സ്പാൻഡ് ചെയ്യാം. അപ്പൊ എന്ത് വരും? A സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2AB. അപ്പൊ 2AB 4T എന്ന് വരും. 2 ഇൻറ്റു A 2 ആണ്, 4T എന്ന് വരും. അപ്പൊ ആ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, വിച്ച് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് 4 പ്ലസ് ടി സ്ക്വയർ മൈനസ് 4T ഇൻറ്റു ഇവിടെ ഒരു 10 വരും ഇൻറ്റു ഡി ടി വരും. സോ ഇവനെ ഇവിടെ ഓപ്ഷനിൽ 10 എല്ലാം പുറത്തുണ്ട്, അപ്പൊ 10 പുറത്തിട്ടാൽ മതി. ഇൻറ്റു ഇവനെ വിത്ത് റെസ്പെക്ട് ടു ടിയിൽ ഇന്റഗ്രേറ്റ് ചെയ്യുക. അപ്പൊ 4നെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 4T പ്ലസ് ടി സ്ക്വയറിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ടി ക്യൂബ് ബൈ 3 മൈനസ് 4Tനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 4T സ്ക്വയർ ബൈ 2. വാല്യൂ വെച്ച് ചോദിക്കാമായിരുന്നു, പക്ഷെ ഡയറക്റ്റ് ഇന്റഗ്രേഷണൽ വാല്യൂ ആണ് അവരിവിടെ തന്നിരിക്കുന്നത്. ബാക്കി ഇനിയും ഫർദർ ചെയ്യണ്ട, കുറച്ചുകൂടി ഈസി ആയി ക്വസ്റ്റ്യൻ. അപ്പൊ 10 ഇൻറ്റു 4T പ്ലസ് ടി ക്യൂബ് ബൈ 3 4T പ്ലസ് ടി ക്യൂബ് ബൈ 3 4T പ്ലസ് ടി ക്യൂബ് ബൈ 3. ഇവിടെ നോക്കിയേ, ഇവിടെ ഇവനെ കൂടെ കട്ട് ചെയ്ത് ഇവിടെ ഒരു 2 കിട്ടും അല്ലെ. ഇപ്പൊ 4T പ്ലസ് ടി ക്യൂബ് ബൈ 3 4T 10 ഇൻറ്റു 4T പ്ലസ് ടി ക്യൂബ് ബൈ 3 മൈനസ് 2T സ്ക്വയർ ഓപ്ഷൻ 1 എടുക്കാം. ക്ലിയർ? നമുക്ക് ചെയ്തെടുക്കാവുന്ന വലിയ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ അല്ല അത്. ഓക്കെ, അടുത്ത നമ്മൾ പഠിക്കുന്ന ഒരു ടേമാണ് പവർ. നിങ്ങൾ വർക്ക് എനർജിയിൽ പഠിച്ചിട്ടുണ്ട്, റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക് ആണ് പവർ. ഇവിടെ റേറ്റ് ഓഫ് എനർജി ഡെവലപ്ഡ് അല്ലെങ്കിൽ ഹീറ്റ് എനർജി ഡെസിപ്പേറ്റഡ് പെർ യൂണിറ്റ് ടൈം. അതായത് പവറിനെ നമ്മൾ അങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്. പവർ ഈസ് ഡിഫൈൻഡ് ആസ് ദി ഹീറ്റ് എനർജി ഡെസിപ്പേറ്റഡ് പെർ യൂണിറ്റ് ടൈം. അതായത് പവർ ഈക്വൽ ടു എച്ചിന്റെ ഇക്വേഷൻ എന്താ നമ്മൾ പഠിച്ചത്? I square RT. H is equal to I square RT divided by T. അപ്പൊ ടി പോയി, പവറിന് ഒരു ഇക്വേഷൻ കിട്ടി I square R. ഇനി ഇത് തന്നെ ഐക്ക് V by R എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ V square by R എന്ന് കിട്ടും. അതുപോലെ പവറിന് ആറിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ P ഈക്വൽ ടു VI എന്ന് കിട്ടും. അങ്ങനെ കിട്ടുന്ന 3 ഇക്വേഷൻ ആണ് ഈ തന്നിരിക്കുന്നത്. അപ്പൊ ഈ ഇക്വേഷൻസ് പഠിക്കുക, വളരെ ഈസി ആയിട്ട് ഓർത്ത് വെക്കാവുന്ന ഇക്വേഷൻസ് ആണ്. യെസ്. ഇനി സീരീസ് ആൻഡ് പാരലൽ കോമ്പിനേഷൻ. പ്രത്യേകിച്ച് ഒന്നുമില്ല ഇവിടെ. റെസിസ്റ്ററുകൾ സീരീസിലാണെങ്കിൽ ഇവിടെ കറണ്ട് ആയിരിക്കും കോൺസ്റ്റന്റ്, ത്രൂ ഔട്ട് കറണ്ട് ആയിരിക്കും സെയിം റെസിസ്റ്ററിൽ കൂടെ പാസ് ചെയ്യുന്നത്. ഇനി റെസിസ്റ്ററുകൾ പാരലൽ ആണെങ്കിൽ ഈ V വോൾട്ടേജ് തന്നെ ആയിരിക്കും ഇവർക്ക് അക്രോസ് ഉള്ള എല്ലാം ഡ്രോപ്പ്. അപ്പൊ പാരലൽ കോമ്പിനേഷൻ വന്നാൽ ഇൻ ടേംസ് ഓഫ് വിയിലും, സീരീസ് ആണെങ്കിൽ ഇൻ ടേംസ് ഓഫ് ഐയിലും ആയിരിക്കും നമ്മൾ ക്വസ്റ്റ്യൻസിനെ അപ്രോച്ച് ചെയ്യുന്നത്. ഹീറ്റ് ഡെവലപ്ഡ് ചോദിച്ചാൽ I square RT എന്നുള്ള ഇക്വേഷനിലേക്ക് പോകും. പവർ ചോദിച്ചാൽ I square Rലേക്ക് ചിന്തിക്കണം. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവിടെ ഹീറ്റ് അല്ലെങ്കിൽ എനർജി ഡെവലപ്ഡ് റെസിസ്റ്റൻസുമായിട്ട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഇനി പാരലൽ കോമ്പിനേഷനിലേക്ക് എത്തുമ്പോഴത്തേക്ക് നമ്മൾ V ആണ് കോൺസ്റ്റന്റ്. അപ്പം ഹീറ്റ് അല്ലെങ്കിൽ ഇപ്പൊ പവറിന്റെ ഇക്വേഷൻ എടുത്താൽ V square by R നമ്മൾ എടുക്കത്തുള്ളൂ. ഇവിടെ പവറിന്റെ ഇക്വേഷൻ എടുക്കുവാണെങ്കിൽ I square R എടുക്കത്തുള്ളൂ. അപ്പൊ എനിക്ക് പറയാം പവർ പ്രൊപ്പോർഷണൽ ടു R ആണ്. ഇവിടെ എനിക്ക് പവർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു R ആണ്. പവറും ഹീറ്റും ഒക്കെ ഇതേപോലെ ഹീറ്റ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു R ആണ്. അപ്പൊ ഈ കോൺസെപ്റ്റുകളൊന്നും അറിഞ്ഞിരിക്കുക. ഇവിടെ സീരീസ് കോമ്പിനേഷൻ ആണ്, കറണ്ട് ത്രൂ ഔട്ട് സെയിം ആണ്. അപ്പൊ ഇൻ ടേംസ് ഓഫ് കറണ്ടിലായിരിക്കും നമ്മൾ പ്രോബ്ലംസ് ചെയ്യാൻ പോകുന്നത്, ഇക്വേഷൻസ് അപ്രോച്ച് ചെയ്യുന്നത്. ഇത് പാരലൽ ആണെങ്കിൽ ഇൻ ടേംസ് ഓഫ് വോൾട്ടേജിലാണ് നമ്മൾ അതിന്റെ അപ്രോച്ചുകൾ നടക്കുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ഹീറ്റ് ജനറേറ്റഡ് ഇൻ R and 2R? കണ്ടോ, ഹീറ്റ് ജനറേറ്റഡ് ഇൻ R and 2R. ഇത് ഏത് കോമ്പിനേഷനാ? പാരലൽ കോമ്പിനേഷനാ. പാരലൽ കോമ്പിനേഷൻ ആണെങ്കിൽ ഹീറ്റ് എന്ന് പറയുന്നത് H is equal to ഇക്വേഷൻ ഏതെടുക്കണം? പാരലൽ ആകുമ്പോൾ V square by R into T നമുക്ക് എടുക്കാം. ഹീറ്റ് ആണ് അല്ലേ? അപ്പൊ ഇവിടെ എന്താ? ഹീറ്റ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു R അല്ലേ? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു R.
അപ്പൊ നമ്മളോട് ചോദിച്ചത് ഹീറ്റ് ഡെവലപ്ഡ് ഇൻ ആർ ആൻഡ് ടു ആർ. അപ്പം ഹീറ്റ് ഡെവലപ്ഡ് ഇൻ ആർ ആൻഡ് ടു ആർ. അപ്പൊ H1/H2 വിച്ച് ഈസ് ഈക്വൽ ടു ഇൻവേഴ്സ് ആണ്. അപ്പൊ ആർ ആൻഡ് ടു ആർ ചോദിച്ചാൽ റേഷ്യോ എടുക്കുമ്പോ 2R/R. അപ്പൊ ആറും ആറും വെട്ടി, സോ 2 എന്ന് കിട്ടും. അപ്പൊ ആൻസർ ഈസ് 2:1. 2:1. 2:1 അല്ലെ? ആർ ആൻഡ് ടു ആർ 2:1. യെസ്. അടുത്തത്, in the circuit shown below the power developed in the 6 ohm resistor is 6 watt. ഇതും പാരലൽ ആണ്, കണ്ടോ? പാരലൽ ആണ്. ഈ 6 ohm റെസിസ്റ്ററിന് അക്രോസ് ഉള്ള പവർ ഡെവലപ്ഡ് 6 വാട്ട് ആണെന്ന് പറഞ്ഞു. then power in watt developed in 4 ohm റെസിസ്റ്റർ. അങ്ങനെയാണെങ്കിൽ ആ 4 ohm റെസിസ്റ്ററിൽ എത്ര ഡെവലപ്പ് ചെയ്തു എന്നാ ചോദിച്ചത്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കേ, ഡയറക്റ്റ് നമുക്കിത് പെട്ടെന്ന് ചെയ്യാവുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. അതായത് ഇവിടെ 6 വാട്ട് ആണെന്നല്ലേ പറഞ്ഞു, അപ്പൊ റേഷ്യോ എടുത്താൽ മതി. കാര്യം പവർ എന്ന് പറയുന്നത് ഇൻവേഴ്സ് റേഷ്യോ ഓഫ് റെസിസ്റ്റർ. അത് നിങ്ങൾക്ക് ഒന്നെങ്കിൽ അങ്ങനെ എടുക്കാം, അതല്ലെങ്കിൽ നമ്മളോട് ചോദിച്ചത് ഇവിടുത്തെ പവർ കാണാൻ അല്ലെ. പവർ ഡെവലപ്ഡ് ഇൻ 4 ohm അല്ലേ. പവർ കാണാനുള്ള ഇക്വേഷൻ എന്താ? പവർ ഈക്വൽ ടു V²/R ആണ്. പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട, V²/R. അപ്പൊ ഇവിടെ V ഇതൊരു പാരലൽ ആയതുകൊണ്ട് രണ്ടിടത്തും V സെയിം ആയിരിക്കും. അപ്പൊ ഇവിടെ V6 ആണ്. അപ്പൊ 6ന്റെ സ്ക്വയർ 36 ഡിവൈഡഡ് ബൈ R എത്രയാണ്? 4 ആണ്. എന്ന് വെച്ചാൽ 9 ആണ്. 9 വാട്ട്. 9 വാട്ട് അല്ലെ? പ്രത്യേകിച്ച് ആ 6 വാട്ട് ഒന്നും തന്നില്ലെങ്കിൽ നമുക്കത് ഡയറക്റ്റ് ചെയ്യാൻ പറ്റും. ഇനി ഒന്നെങ്കിൽ ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ചിലപ്പോൾ ചിലർ റേഷ്യോ വൈസ് ആയിരിക്കും ചെയ്യുന്നത്. റേഷ്യോ വൈസ് നമ്മൾ എന്താ പറഞ്ഞത്? പവർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു R എന്നാണ് പഠിച്ചത്. അപ്പൊ നമുക്ക് അങ്ങനെ എഴുതാം, P1/P2 which is equal to R2/R1. നമുക്ക് അങ്ങനെയും ചെയ്ത് നോക്കാം. പല മെത്തേഡുകൾ ജസ്റ്റ് ഒന്ന് പറയുന്നതേ ഉള്ളൂ. P1 ഒന്നാമത്തെ ആളുടേതാണ്, P1 അത് 6 ആണ്. P2 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, which is equal to R2 രണ്ടാമത്തെ ആളുടെ റെസിസ്റ്റൻസ് അത് 4 ആണ്, ഡിവൈഡഡ് ബൈ R1 അത് എത്രയാണ് മക്കളെ? അത് 6 ആണ്. സോ ഇവിടുന്ന് നമുക്ക് എന്ത് ചെയ്യാം? ഈ P2 അല്ലേ കണ്ടുപിടിക്കേണ്ടത്. സോ P2 ഈക്വൽ ടു 6 × 6 ഡിവൈഡഡ് ബൈ 4. അപ്പം 36/4 9. എങ്ങനെ വേണേലും ചെയ്യാം റേഷ്യോ വൈസ്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് ടോപ്പിക്കിലേക്ക് കടക്കാം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. ഇലക്ട്രിക്കൽ ബൾബ് അല്ലെങ്കിൽ ഇൻകാൻഡസെന്റ് ബൾബ് എന്ന് പറയും. ഇപ്പൊ ഇതിൽ ബൾബിനെ അസോസിയേറ്റ് ചെയ്യുന്ന കുറെ സാധനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ചുമ്മാ നെറ്റിൽ കണ്ടപ്പം അത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഇട്ടുന്നേ ഉള്ളൂ. ജസ്റ്റ് നിങ്ങൾ നോക്കിയാൽ മതി. പക്ഷെ നമുക്കൊരു ബൾബിനെ പറ്റി അറിയുമ്പോൾ ബേസിക്കലി അറിയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, പവർ ഓഫ് ഇലക്ട്രിക്കൽ ബൾബ്. പവർ കാണാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ V²/R ആണ്. അതുപോലെ റെസിസ്റ്റൻസ് ഓഫ് ഇലക്ട്രിക്കൽ ബൾബ് കാണാൻ V∠P∠. കറണ്ട് കാണാൻ P∠V∠. അപ്പൊ ഇതൊക്കെ ആരാണെന്ന് നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. ദയവ് ചെയ്ത് ശ്രദ്ധിച്ചിരിക്കുക. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടി ഒരു എക്സാമ്പിളിലൂടെ, ഈ ഇക്വേഷൻസ് ഒക്കെ അവിടെ നിന്നോട്ടെ, കാര്യം ഇത് കാണാൻ പഠിക്കുന്നതിൽ അർത്ഥമല്ല, അത് ചില കാര്യങ്ങൾ നമ്മൾ പ്രോപ്പറായിട്ട് അതൊന്ന് മനസ്സിലാക്കി പഠിക്കുക. ഇപ്പൊ നിങ്ങളൊരു ഷോപ്പിൽ പോയി ഒരു ഇലക്ട്രിക്കൽ ബൾബ് വാങ്ങി എന്ന് വിചാരിക്കുക. ഇതൊരു ഇലക്ട്രിക്കൽ ബൾബാണ്, ഇങ്ങനെ കത്തി നിൽക്കുന്ന ഒരു ബൾബാണ്. കത്തി നിൽക്കുന്ന ബൾബല്ല, കറണ്ട് അടിക്കും. ചുമ്മാ ഒരു ബൾബ് നിങ്ങൾ ഷോപ്പിൽ പോയി വാങ്ങി. അപ്പൊ ഒരു ഷോപ്പിൽ പോയി നമ്മളൊരു ബൾബ് വാങ്ങുമ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ട് 220 വോൾട്ട് 100 വാട്ട്, അല്ലെ 220 വോട്ട് 10 വാട്ട്, 110 വോൾട്ട് 10 25 വാട്ട്, അങ്ങനെ പല കേട്ടിട്ടുണ്ട്. അപ്പൊ ഒരു ഷോപ്പിൽ പോയി വാങ്ങിയാൽ ഓർക്കുക, നമുക്ക് ഇതിനകത്തുനിന്ന് 2 ആൾക്കാരെ കണ്ടുപിടിക്കാൻ പറ്റും. അതൊന്ന് 2 ആൾക്കാരെ ഈ ബൾബിൽ നിന്ന് തന്നെ കിട്ടും. ഞാൻ ആ ടേമുകളെ P0 എന്നും V0 എന്നും വിളിച്ചു. P0 എന്നും V0. അതിൽ ഈ P0യുടെ പേരാണ് റേറ്റഡ് പവർ. P0നെ എന്താ വിളിക്കുന്നത്? റേറ്റഡ് പവർ എന്ന് വെച്ചാൽ നമ്മൾ ആ ബൾബേല് നമുക്ക് കിട്ടുന്ന വാല്യൂ. ഇനി V0 എന്ന് പറയുന്നതാണ് റേറ്റഡ് വോൾട്ടേജ്. എന്താ? റേറ്റഡ് വോൾട്ടേജ്. ഈ 2 വാല്യൂസ്, ആ 2 സ്പെസിഫിക്കേഷൻസ് ആ ബൾബേൽ ഉണ്ടായിരിക്കും. അത് ആ ബൾബിന്റെ സ്വഭാവമാണ്. അതായത് ആ ബൾബിനെ പറ്റി നമുക്ക് പറഞ്ഞു തരും. ഇപ്പൊ നമ്മൾ കടയിൽ പോയിട്ട് ഒരു മൊബൈൽ വാങ്ങാൻ നേരത്ത് നമുക്ക് ഇഷ്ടമുള്ള മൊബൈൽ ചുമ്മാ വാങ്ങിച്ചിട്ട് വരുമല്ലോ. നമ്മൾ ചോദിക്കത്തില്ല ഇത് എത്ര മെഗാ പിക്സൽ ക്യാമറയുണ്ട്, അതിന്റെ മെമ്മറി എത്ര, അതിന്റെ ബാറ്ററി എത്ര mAh ആണെന്നൊക്കെ ചോദിക്കുന്ന പോലെ. ഇപ്പൊ നിങ്ങൾ നാളെ എഡ്യൂക്കേറ്ററിൽ ജോയിൻ ചെയ്യുവാണ്, അപ്പൊ ചോദിക്കില്ലേ എത്ര മണിക്കൂർ ക്ലാസ് തരും, എത്ര റെക്കോർഡഡ് സെഷൻ ഉണ്ട്, അല്ലെങ്കിൽ എത്രയാണ് ഫീസ് എന്നൊക്കെ ചോദിക്കുന്ന പോലെ. ആ കാര്യത്തെ പറ്റി നമുക്ക് അറിയാൻ ആഗ്രഹിക്കുന്ന പോലെ ഒരു ബൾബ് ഒരു കടയിൽ പോയി വാങ്ങുമ്പോൾ ചേട്ടാ 4 ബൾബ് ഇങ്ങനെയാണെന്നും പറഞ്ഞു പരിപ്പോടെ വാങ്ങിച്ചോണ്ട് വരുമല്ല ചെയ്യുന്നത്. ബൾബ് വാങ്ങുമ്പോൾ ആ ബൾബിന്റെ സ്പെസിഫിക്കേഷൻ ചോദിക്കും. ഈ ബൾബ് എത്ര വാട്ടാണ്, എത്ര വോൾട്ടേജിന്റെ ആണ് എന്നൊക്കെ ചോദിക്കും.
കാര്യം എന്നാലേ നമുക്ക് ഇത് അവിടെ വീട്ടിൽ കൊണ്ട് കുത്തിയിട്ടിട്ട് കത്തുവോ, ആ വീട്ടിൽ അതിനുള്ള സപ്ലൈ ഉണ്ടോ, ഇതൊക്കെ നമ്മൾ അറിയണ്ടേ. അപ്പൊ അതിനെ സപ്പോർട്ട് ചെയ്യാനുള്ള രണ്ട് ആൾക്കാരാണ് V0 റേറ്റഡ് വോൾട്ടേജും റേറ്റഡ് പവറും. ഇത് അറിയാമെങ്കിലുള്ള ഗുണം വേറെ ഒന്നുമില്ല, ഈ ബൾബിന്റെ ഒന്ന് രണ്ട് സ്വഭാവങ്ങൾ കണ്ടെത്താൻ പറ്റും. ആ ബൾബിന് പ്രൊസീഡ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ആ ബൾബിന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന റെസിസ്റ്റൻസ് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. കാര്യം പവർ കാണാൻ നമുക്കറിയാവുന്ന ഒരു ഇക്വേഷൻ ആണ് P=V²/R. അപ്പൊ ഇവിടുന്ന് R = എന്തെന്ന് എഴുതാം, R = V²/P എന്ന് എഴുതാം. അപ്പൊ റെസിസ്റ്റൻസ് ഓഫ് എ ബൾബ് കാണാൻ നമുക്ക് ഇങ്ങനെ എഴുതാം, V എന്ന് പറഞ്ഞാൽ റേറ്റഡ്, അതായത് ആ ബൾബിൽ എഴുതി വെച്ചിരിക്കുന്ന റേറ്റഡ് വോൾട്ടേജ്, അതിന്റെ സ്ക്വയറിനെ ആ പവറിന്റെ റേറ്റഡ് വാല്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. V²/P ആണല്ലോ R. അപ്പൊ റെസിസ്റ്റൻസ് ഓഫ് ബൾബ് കാണാൻ V റേറ്റഡ് സ്ക്വയറിനെ P റേറ്റഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ ഇവിടെ നമ്മളൊരു കടയിൽ പോയി വാങ്ങുമ്പോൾ നമുക്ക് കിട്ടുന്നു 210 വോൾട്ട്, അപ്പം ഇത് 10 വാട്ട്. അപ്പൊ അതുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ അതിന്റെ റെസിസ്റ്റൻസ് കിട്ടും. ഏറ്റവും ബേസിക് ആയിട്ട് നിങ്ങൾ ഒന്നും അറിഞ്ഞില്ലെങ്കിൽ ഇതെങ്കിലും അറിഞ്ഞിരിക്കുക. അപ്പൊ ആ ബൾബിന്റെ സ്പെസിഫിക്കേഷൻ വെച്ചിട്ട് ബൾബിന്റെ റേറ്റഡ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ആ ബൾബിന്റെ റെസിസ്റ്റൻസിനെ പറ്റി നിങ്ങൾക്ക് കിട്ടി. ക്ലിയർ? ഇനിയും ഈ തരുന്ന വാല്യൂ P0 എന്ന് പറഞ്ഞാൽ അവരൊരു വാല്യൂ തരും, അതാണ് റേറ്റഡ്. ഇനി അത് കഴിഞ്ഞ് അവർ ചോദിക്കും ഈ റേറ്റഡ് വോൾട്ടേജ് ഇത്രയാണ്, പക്ഷെ നമ്മൾ കൊണ്ട് കണക്ട് ചെയ്യുന്നത് അവിടെ ആവണമെന്നില്ല, കണക്ട് ചെയ്യുന്നത് വേറൊരു വാല്യൂ ആവാം. അതിനെ വിളിക്കുന്ന പേരാണ് അപ്ലൈഡ് വോൾട്ടേജ്. അങ്ങനെ രണ്ട് ആൾക്കാരുണ്ട്, റേറ്റഡ് വോൾട്ടേജ് ഉണ്ട്, അപ്ലൈഡ് വോൾട്ടേജ് ഉണ്ട്. റേറ്റഡ് വോൾട്ടേജ് ഡിസൈഡ് ചെയ്യുന്നത് ബൾബിന്റെ റെസിസ്റ്റൻസും ബൾബിനെ പറ്റി നമുക്ക് മനസ്സിലാക്കാനാണ്. പക്ഷെ അപ്ലൈഡ് വോൾട്ടേജ് ഡിസൈഡ് ചെയ്യുന്നത് ആ ബൾബ് എങ്ങനെ പ്രവർത്തിക്കണം എന്നാണ്. കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് അങ്ങോട്ട് മനസ്സിലാകത്തില്ലെന്ന് എനിക്കറിയാം. അപ്പൊ ഞാൻ അത് ഒന്നുകൂടെ കണക്ട് ചെയ്യാൻ, ഒന്നുകൂടെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഇതാ ഈ ഒരു എക്സാമ്പിൾ എടുക്കാം. നിങ്ങൾ ഒരു കടയിൽ പോയി 2 ബൾബ് വാങ്ങി. അപ്പൊ ആ 2 ബൾബിൽ എഴുതി വെച്ചേക്കുന്ന ഒരാളെ 220 വോൾട്ട് 100 വാട്ട് എന്ന് വെച്ചാൽ 220 വോൾട്ട് സപ്ലൈയിൽ നിങ്ങൾ ഇത് കൊണ്ട് കണക്ട് ചെയ്താൽ നിങ്ങൾക്ക് 100 വാട്ടേജ് ബ്രൈറ്റ്നെസ് തരും. മാക്സിമം ബ്രൈറ്റ്നെസ് അത്ര തരാൻ പറ്റത്തുള്ളൂ അതിന്. അപ്പൊ അത് 220 കൊണ്ട് കണക്ട് ചെയ്യണം, എന്നാലേ 100 തരും. 220 ഇല്ല, നമ്മളുടെ വീട്ടിൽ 220യേക്കാളും കുറവ് സപ്ലൈ ആണ് വീട്ടിലോട്ട് എത്തുന്നതെങ്കിൽ നമ്മുടെ വീട്ടിൽ അച്ഛന്മാരൊക്കെ ആയിട്ട് അമ്മമാരൊക്കെ പറയും, ബൾബ് ഇരുന്ന് മിന്നുമ്പോ, അതായത് മങ്ങി കത്തുമ്പോ നമ്മുടെ പറയും വോൾട്ടേജ് കുറവാണെന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ? അതിന്റെ കാരണം ഇതാണ്, ഈ വാല്യൂ കുറഞ്ഞു പോയി. അപ്പൊ ആ സമയത്ത് ഇവന്റെ ബ്രൈറ്റ്നെസ് കുറച്ച് കുറയും. നിങ്ങൾ വീട്ടില് രാത്രിയിൽ മോട്ടർ ഒന്ന് ഓൺ ആക്കിക്കേ, അതായത് വെള്ളം വാട്ടർ ടാങ്കിൽ അടിക്കാൻ മോട്ടർ ഒന്ന് പെട്ടെന്ന് ഇട്ടേ. ആ പെട്ടെന്ന് ഇടുന്ന സമയത്ത് ബാക്കിയുള്ള ലൈറ്റുകളൊക്കെ ഒന്ന് ഡിമ്മാവും, ഡിമ്മായിട്ടൊന്ന്, കാരണം എന്താ, അവൻ കൂടുതൽ ഇത് വലിക്കുന്നത്. അതുകൊണ്ടാണ് രാത്രി കാലങ്ങളിൽ, അതാണ് അതിന്റെയൊക്കെ പിന്നില്, രാത്രിയിൽ ഏറ്റവും എഫിഷ്യൻസിയിൽ വർക്ക് ചെയ്യുന്ന സാധനങ്ങൾ യൂസ് ചെയ്യരുതെന്ന് പറയുന്നത്. കാര്യം എല്ലാ നാട്ടുകാരും മൊത്തം കറണ്ട് ഉപയോഗിക്കുന്ന സമയമാണ്. അപ്പൊ ആ സമയത്ത് മോട്ടർ ഇടണ്ടെന്ന് പറയും, വാഷിംഗ് മെഷീൻ യൂസ് ചെയ്യണ്ടെന്ന് പറയും, അങ്ങനെയൊക്കെ പറയും. അപ്പൊ അതൊക്കെ പറയാനാണ് ഒരുപാട് കാര്യങ്ങളുണ്ട്. അത്രയൊന്നും ഡീറ്റെയിലിംഗ് ആയിട്ട് പോയില്ലെങ്കിൽ പോലും ബേസിക് ആയിട്ടുള്ള ഇത്തരം കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കുക. അപ്പൊ നമ്മളിപ്പോ പഠിച്ചത് എന്താ, റെസിസ്റ്റൻസ് ഓഫ് ദ ബൾബ് കാണാൻ, അല്ലെ, റെസിസ്റ്റൻസ് ഓഫ് ദ ബൾബ്, ഒന്നാമത്തെ ബൾബിന്റെ റെസിസ്റ്റൻസിനെ ഞാൻ R1 എന്ന് വിളിക്കും. എന്താ, റേറ്റഡ് വോൾട്ടേജ് സ്ക്വയറിനെ റേറ്റഡ് പവർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഇവിടെ റേറ്റഡ് വോൾട്ടേജ് 220 ആണ്. അപ്പൊ 220 × 220 ഡിവൈഡഡ് ബൈ റേറ്റഡ് പവർ 100 ആണ്. അപ്പൊ ഇവിടുന്ന് 2 0, ഈ 0 വെട്ടിക്കളയാം. 22ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 484 ആണ്, 484 ഓം ആണ്. 484 ഓം ആണ്. ഇനി രണ്ടാമത്തെ ബൾബിന്റെ റെസിസ്റ്റൻസ് ഞാൻ കാണാൻ പോവാണ് R2. അപ്പൊ റേറ്റഡ് വോൾട്ടേജ് സ്ക്വയർ അഗെയിൻ 220 × 220 ഡിവൈഡഡ് ബൈ റേറ്റഡ് പവർ 40 ആണ്. അപ്പൊ ഒരു 0 വെട്ടിപ്പോ. 22ന്റെ സ്ക്വയർ 484 ആണ്. പിന്നെ ഇവിടെ ഒരു 0 എക്സ്ട്രാ ഉണ്ട്, ഡിവൈഡഡ് ബൈ ഒരു 4. അപ്പൊ 484നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1210 എന്ന് കിട്ടും. 1210 എന്ന് കിട്ടും. മക്കളെ, റെസിസ്റ്റൻസ് ഓഫ് ദ ബൾബിന്റെ ഇക്വേഷൻ എന്താ പറഞ്ഞത്, റേറ്റഡ് വോൾട്ടേജ് സ്ക്വയർ, അല്ലെ, റേറ്റഡ് വോൾട്ടേജ് സ്ക്വയർ ഡിവൈഡഡ് ബൈ റേറ്റഡ് പവർ എന്നല്ലേ. നിങ്ങൾ നോക്കിക്ക, റേറ്റഡ് വോൾട്ടേജ് സെയിം ആ രണ്ടിടത്തും, 220 വോൾട്ട് റേറ്റഡ് വോൾട്ടേജ് സെയിം ആ. അപ്പൊ എനിക്ക് പറയാം റെസിസ്റ്റൻസ് ഓഫ് ദ ബൾബ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു റേറ്റഡ് പവർ. അതായത് റേറ്റഡ് പവർ കൂടിയാൽ റെസിസ്റ്റൻസ് കുറയും. ശരിയാ, ഇവിടെ റേറ്റഡ് പവർ കൂടുതലാ, അപ്പൊ റെസിസ്റ്റൻസ് കുറവാ. ഇവിടെ റേറ്റഡ് പവർ കുറവാ, അപ്പൊ റെസിസ്റ്റൻസ് കൂടി. ക്ലിയർ? മനസ്സിലായോ? അപ്പൊ ഈ ഒരു കോൺസെപ്റ്റ് നിങ്ങൾ നന്നായിട്ട് അറിഞ്ഞിരിക്കുക. ഒന്ന്. ഇനി രണ്ടാമത്തെ കാര്യം, ഇപ്പൊ എക്സാമിന് ക്വസ്റ്റ്യനകത്ത് പറയുവാണ്, നിങ്ങൾ വീട്ടിൽ അപ്ലൈ ചെയ്ത വോൾട്ടേജ് 110. ഞാൻ എക്സാമ്പിൾ പറയാം, 110 വോൾട്ട് നമ്മൾ അപ്ലൈ ചെയ്തു. ഇതാണ് സപ്ലൈഡ് വോൾട്ടേജ്. അപ്പൊ 110 നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുള്ളെങ്കിൽ 220 അപ്ലൈ ചെയ്താലേ ഇത് 100 വാട്ട് തരും. 100 വാട്ട് തരും. ഇതെന്താ, റേറ്റഡ് വോൾട്ടേജ്. ഇതെന്താ, റേറ്റഡ് പവർ. ഇതെന്താ, അപ്ലൈഡ് വോൾട്ടേജ്. അപ്പം ഇവൻ തരുന്ന പവർ
110 തരുമോ? 110 എഫക്ട് തരുമോ? തരത്തില്ല. അപ്പൊ അതിനെ കണ്ടുപിടിക്കാൻ ഇവിടെ ശ്രദ്ധിച്ചിരിക്കുക. ദാറ്റ് ഈസ് നോൺ ആസ് P ഡെസിപ്പേറ്റഡ്. P ഡെസിപ്പേറ്റഡ് വിച്ച് ഈസ് ഈക്വൽ ടു പവർ കാണാൻ ഇക്വേഷൻ എന്താ? V സ്ക്വയർ ബൈ ആർ. V സ്ക്വയർ ബൈ ആർ. അപ്പൊ ഓർക്കേണ്ട കാര്യം ഈ V ആരാ? ഇത് V അപ്ലൈഡ് ആണ്. എത്ര ഡെസിപ്പേറ്റ് ചെയ്തു എന്ന് കാണിക്കാൻ, എത്ര ഡെസിപ്പേറ്റ് ചെയ്തു എന്ന് അറിയാൻ V അപ്ലൈഡ് ആണ്. ഡെസിപ്പേറ്റ് ചെയ്തു എന്ന് വെച്ചാൽ പുറത്തോട്ട് എത്ര തന്നു അത് കൊടുക്കുന്നതിനനുസരിച്ചിരിക്കും. 110 കൊടുത്തുള്ളെങ്കിൽ ഇവിടെ അന്നേരം 110 ഇടുക, അല്ല 220 കൊണ്ട് ഇടരുത്. മനസ്സിലായി? അതാണ് അതിന്റെ ലോജിക്ക്. കോൺസെപ്റ്റ് ക്ലിയർ ആണെങ്കിൽ നമുക്ക് 1-2 ക്വസ്റ്റ്യൻ നോക്കി വരാം. എന്താ ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻ? 3 ബൾബ് 40, 60, 100 അറേഞ്ച്ഡ് ഇൻ സീരീസ് വിത്ത് 220 ആയിക്കോട്ടെ. വിച്ച് ഹാസ് മിനിമം റെസിസ്റ്റൻസ്. നമ്മളിപ്പോ പഠിച്ചതേ ഉള്ളൂ. റെസിസ്റ്റൻസ് ഓഫ് ദ ബൾബിന്റെ ഇക്വേഷൻ എന്താ? V സ്ക്വയർ ബൈ P എന്നാ പഠിച്ചത് അല്ലെ? അതായത് റെസിസ്റ്റൻസ് ഓഫ് ദ ബൾബ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു പവർ എന്നാ പഠിച്ചത്. അതായത് പവർ കൂടിയാൽ റെസിസ്റ്റൻസ് കുറയും. ചോദിച്ചത് എന്താ? വിച്ച് ഹാസ് മിനിമം റെസിസ്റ്റൻസ്. പവർ കൂടിയ ആൾക്ക്, പവർ കൂടിയത് 100 ആണ്. അപ്പൊ ആൻസർ ഈസ് 100. 100ന് റേറ്റഡ് പവർ കൂടി, അപ്പൊ വോൾട്ട് റെസിസ്റ്റൻസ് കുറയും, റെസിസ്റ്റൻസ് കുറവായിരിക്കും. യെസ്. അടുത്തത് ആൻ ഇലക്ട്രിക് ബൾബ് റേറ്റഡ് 220 വോൾട്ട് 100 വാട്ട്. ഓക്കെ, കണ്ടോ? 220 വോൾട്ട് 100 വാട്ട്. അപ്പൊ ഇത് വെച്ച് നമ്മൾ ഓൾറെഡി ഇപ്പൊ ചെയ്തു. റെസിസ്റ്റൻസ് നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു അല്ലെ? റേറ്റഡ് വോൾട്ടേജ് സ്ക്വയർ ഡിവൈഡഡ് ബൈ റേറ്റഡ് പവർ ആയിരുന്നു. റേറ്റഡ് വോൾട്ടേജ് 220 ആണ്, അതിന്റെ സ്ക്വയർ അല്ലെ, ഡിവൈഡഡ് ബൈ റേറ്റഡ് പവർ 100 ആയിരുന്നു. ഇതായിരുന്നു നമ്മൾ 484 എന്നൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത്. അത് ജസ്റ്റ് നിങ്ങളൊന്ന് ഓർപ്പെടുത്താൻ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പക്ഷെ ചോദിച്ചാൽ എന്തുവാ? പവർ കൺസ്യൂംഡ്. കണ്ടോ? പവർ കൺസ്യൂംഡ് വെൻ ഇറ്റ് ഈസ് 110 വോൾട്ടുമായിട്ട് കണക്ട് ചെയ്താൽ, അതായത് എത്ര ഡെസിപ്പേറ്റ് ചെയ്യുന്നു. അപ്പൊ പവർ കൺസ്യൂംഡ്, പവർ കൺസ്യൂംഡ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ പവർ കാണാൻ ഇക്വേഷൻ എന്താ? പവർ ഈക്വൽ ടു V സ്ക്വയർ ബൈ ആർ ആണ്. V സ്ക്വയർ ബൈ ആർ ആണ്. പക്ഷെ ഓർക്കുക, ഇത് V അപ്ലൈഡ് ആണെന്ന് ഓർക്കുക. അപ്പൊ V അപ്ലൈഡ് എത്രയാ? 110 ആണ്. അപ്പൊ 110 ഇൻറ്റു 110 ഡിവൈഡഡ് ബൈ 484. റെസിസ്റ്റൻസ് ഓഫ് ദ ബൾബ് 484 എന്ന് കിട്ടിയല്ലോ. ഈ റെസിസ്റ്റൻസ് ഓഫ് ദ ബൾബ് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ വാല്യൂ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് കട്ട് ചെയ്യാം മക്കളെ. ഇത് ഡയറക്റ്റ് വാല്യൂ കട്ട് ചെയ്യാവുന്നതാണ്. ആൻസർ 25 വാട്ട് എന്ന് കിട്ടും കേട്ടോ. അപ്പൊ ഇത് നിങ്ങളൊന്ന് ബാക്കി കാൽക്കുലേഷൻ ചെയ്ത് നോക്കിയാൽ മതി. ആൻസർ ഈസ് ഓപ്ഷൻ 4, 25 വാട്ട് എന്ന് കിട്ടും. യെസ്. അടുത്ത നോക്കിയാൽ ബൾബ് ഇൻ സീരീസ്, ബൾബ് ഇൻ പാരലൽ. 2 കോമ്പിനേഷൻ പഠിക്കാനുണ്ട്. അപ്പൊ ഇതൊക്കെ ഡിറൈവ് ചെയ്തെടുക്കുന്നതാണ്. പക്ഷെ നിങ്ങൾ ഡെറിവേഷൻ ഒന്നും പഠിക്കേണ്ട. ഒരു കോമൺ സെൻസ് വെച്ച് ആലോചിച്ചാൽ മതി. നമ്മുടെ വീട്ടിലെ കണക്ഷൻ സീരീസ് ആണോ പാരലൽ ആണ്? നമ്മുടെ വീട്ടിലെ കണക്ഷൻ സീരീസ് ആണോ പാരലൽ ആണ്? ഹൗസ് അപ്ലയൻസ് എന്ന് പറഞ്ഞാൽ പാരലൽ കണക്ഷൻ ആണ് അല്ലേ? ഉറപ്പല്ലേ? നമ്മുടെ വീട്ടിലെ കണക്ഷൻ പാരലൽ ആണ്. അത് എന്തായാലും നിങ്ങൾക്ക് അറിയാം. എന്റെ ചോദ്യം, നമ്മുടെ വീട്ടിലെ ഒരു മുറിയിൽ ഒരു ബൾബ് കത്തിച്ചിടുമ്പോഴാണോ 2 ബൾബ് കത്തിച്ചിടുമ്പോഴാണോ കൂടുതൽ വെട്ടം? കോമൺ സെൻസ് വെച്ച് ആലോചിച്ചാൽ നമുക്കറിയാം 2 ബൾബ് കത്തിക്കുമ്പോൾ വെട്ടം കൂടും. എന്ന് വെച്ചാൽ പാരലൽ കോമ്പിനേഷനിൽ നമ്പർ ഓഫ് ബൾബ്സ് കൂടുമ്പം ഇഫക്റ്റീവ് പവർ അല്ലെങ്കിൽ ബ്രൈറ്റ്നെസ് കൂടിക്കൊണ്ടിരിക്കും അല്ലേ? പാരലൽ കോമ്പിനേഷനിൽ ബൾബുകളുടെ എണ്ണം കൂടുന്തോറും, നമ്മുടെ വീട്ടില് ഞാൻ 2 ബൾബ് കത്തിച്ചൊരു മുറിയിലിട്ടാൽ അതിനേക്കാളും കൂടും ഞാൻ 25 എണ്ണം കത്തിച്ചിട്ടാൽ. ഒരേ ഐഡന്റിക്കൽ ബൾബാന്ന് ചുമ്മാ വിചാരിച്ചോ? അപ്പൊ ബൾബിന്റെ എണ്ണം കൂടുന്തോറും വെട്ടം കൂടുന്നു നമുക്കറിയാം. ഇതൊക്കെ ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പൊ ഇനി എല്ലാത്തിന്റെ ഡെറിവേഷൻ ഒന്നും ഞാൻ പറയുന്നില്ല. അപ്പം പാരലൽ കോമ്പിനേഷനിൽ ഇഫക്റ്റീവ് ബ്രൈറ്റ്നസ് കൂടിക്കൊണ്ടിരിക്കും നമ്പർ ഓഫ് ബൾബ്സ് കൂടുമ്പോൾ. എന്ന് വെച്ചാൽ അവരുടെ പവർ ചുമ്മാതെ ആഡ് ചെയ്താൽ മതി, ബ്രൈറ്റ്നസ് കൂടും. അപ്പൊ സീരീസിൽ കുറയണം. അപ്പൊ റെസിപ്രോക്കൽ എടുത്ത് ആഡ് ചെയ്യും. കാര്യം ഇത് നമ്മുടെ റെസിസ്റ്റർ ഇൻ സീരീസ് പാരലൽ, ഇത് നേരെ തിരിഞ്ഞാ വരുന്നത്. അവിടുത്തെ റെസിസ്റ്റർ ഇൻ പാരലൽ എന്ത് ഇക്വേഷൻ ഉപയോഗിക്കുന്നോ അതാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. കാര്യം ഇഫക്റ്റീവ് കുറയുക. റെസിസ്റ്റൻസ് പാരലലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കുറയുക. ഇവിടെ ബൾബ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഇഫക്റ്റീവ് ബ്രൈറ്റ്നസ് കുറയും. അതിന് പല കാരണങ്ങളുണ്ട്. ഇപ്പൊ കാര്യകാരണങ്ങളൊന്നും പഠിച്ചില്ലെങ്കിൽ സാരമില്ല, എങ്കിലും നമുക്ക് പറയാൻ പറ്റും. കാര്യം എന്താ? പവർ കാണാൻ നമ്മൾ പഠിച്ചിരിക്കുന്ന ഇക്വേഷൻ V സ്ക്വയർ ബൈ ആർ ആണ്. അതായത് പവർ റെസിസ്റ്റൻസുമായിട്ട് ഇൻവേഴ്സ് ആ. റെസിസ്റ്റൻസ് കൂടിയാൽ പവർ കുറയണം. ഇപ്പൊ സീരീസ് കണക്ട് ചെയ്യുമ്പോൾ ഈ ബൾബുകളുടെ ഒക്കെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കൂടും. അങ്ങനെ നമുക്ക് ചിന്തിക്കാം. ഇങ്ങനെ ഒന്നും ചിന്തിക്കണ്ട, വളരെ ഈസി ആയിട്ട് എന്ത് പറയാം? നമ്മുടെ ഹൗസ് അപ്ലയൻസ് ഓർത്താൽ മതി. വീട്ടിൽ പാരലൽ കണക്ഷൻ ആണ്. അവിടെ നമ്പർ ഓഫ് ബൾബ്സ് കൂടിയ ഇഫക്റ്റീവ് ബ്രൈറ്റ്നസ് കൂടും. കൂടുന്നു എന്ന് പറഞ്ഞാൽ ചുമ്മാ അവരെ എടുത്ത് വെച്ച് ആടി കണ്ടോ? ഇഫക്റ്റീവ് ബ്രൈറ്റ്നസ് കൂടുന്നു. അപ്പൊ P1 + P2 ആയിട്ട് മാറും. അപ്പൊ കുറയുന്ന കേസിൽ 1/P1 + 1/P2. അതാണ് P1 P2 P1 + P2. അപ്പൊ ഡയറക്റ്റ് അതൊരു ഇക്വേഷൻ, നിങ്ങൾ അത് ഇക്വേഷൻ പോലെ പഠിച്ചു വെക്കും. ഓക്കെ, 3 ഇലക്ട്രിക്കൽ ബൾബ് 200 വാട്ട്, 200 വാട്ട്, 400 വാട്ട്. ദ റിസൾട്ടന്റ് പവർ ഓഫ് ദ കോമ്പിനേഷൻ. റിസൾട്ടന്റ് പവർ കാണാനാണ് ചോദിച്ചത്. ഇത് പാരലൽ കോമ്പിനേഷൻ ആണ്. പാരലൽ ആകുമ്പോൾ ഇഫക്റ്റീവ് പവർ എന്തായിരുന്നു? പാരലൽ ആണെങ്കിൽ വീട്ടിലെ കണക്ഷനിൽ എന്താ കൂടുന്നാ പറഞ്ഞു. അപ്പൊ അത് P1 + P2 അങ്ങ് എടുത്താൽ മതി.
അപ്പൊ 200 200 400 എന്ന് വരും. ഇനി ഈ 400ഉം അടുത്ത 400ഉം തമ്മിൽ സീരീസ് ആണ്. അപ്പൊ സീരീസ് ആകുമ്പോൾ പി ഇഫക്റ്റീവ് എന്താ? P1 P2 by P1 plus P2 എന്ന് വെച്ചാൽ സീരീസ് ആകുമ്പോഴത്തേക്ക് പകുതിയായിട്ട് മാറുക ചെയ്യുന്നത്. അപ്പൊ P1 P2 by P1 plus P2 800 ആണ്. അപ്പൊ 2 0 പോയി, ഇതൂടെ കട്ട് ചെയ്താൽ 2 ആകും അല്ലെ? അപ്പൊ 400 by 2 200 ആകും, പകുതിയായിട്ട് മാറും. ഡയറക്റ്റ് കാൽക്കുലേഷൻ ചെയ്യാന്നുള്ളൂ. 200 വോൾട്ട്. അപ്പൊ നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങളും കോൺസെപ്റ്റും ഒക്കെ പ്രോപ്പർ ആയിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മക്കളെ, നമുക്ക് ഈ കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഉൾപ്പെടുത്താവുന്ന എല്ലാ ടോപ്പിക്കുകളും നമ്മൾ മാക്സിമം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഇനിയും കറണ്ട് ഇലക്ട്രിസിറ്റിയോട് വൈൻഡപ്പ് ചെയ്യുകയാണ്. വൈൻഡപ്പ് ചെയ്യുന്ന മീൻസ് +2 പാർട്ട് 1 ടെക്സ്റ്റ് ഞാൻ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത സെഷൻ തൊട്ട് +1 പാർട്ട് 1 ആയിരിക്കും. +1 പാർട്ട് 1 ആണ്. സോ നിങ്ങൾ ക്ലാസ്സസ് ഒക്കെ ഒന്ന് പ്രോപ്പർ ആയിട്ട് കാണുക. പിന്നെ നമ്മൾ ആദ്യം തീരുമാനിച്ചിരുന്നത് പെർ ഡേ, ആദ്യം അങ്ങനെയായിരുന്നു പ്ലാൻ. നിങ്ങളോടും വളരെ ഓപ്പൺ ആയിട്ട് പറയാം, കാര്യം നിങ്ങൾക്ക് വേണ്ടിയാണല്ലോ ഈ ക്ലാസ്സസ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ഒരു പ്ലാനിങ് ഏകദേശം നിങ്ങൾ അറിയുക എന്നുള്ള ഒരു ഇത് നമുക്കുണ്ട്. ഞങ്ങൾ ആദ്യം വിചാരിച്ചിരുന്നത് ഒരു ദിവസം ഒരു ക്ലാസ് ഇടാവുന്നതായിരുന്നു. പക്ഷെ ഒരു ക്ലാസ് റെക്കോർഡ് ചെയ്ത് വരുമ്പോഴത്തേക്ക് 4-5 മണിക്കൂർ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ഇതാരും കാണത്തില്ല. 4-5 മണിക്കൂറിന്റെ ഒരു സെഷൻ ഒന്നും ആരും റെഗുലർ ആയിട്ട് കാണുന്നില്ല. അല്ലെങ്കിൽ നമ്മൾ റൈറ്റ് നൗ കോഴ്സസ് സെല്ല് ചെയ്യുകയും ആക്റ്റീവലി സ്ഥിരം നമ്മളിപ്പോൾ കോഴ്സ് കൊടുക്കുന്നു. അപ്പൊ ആക്റ്റീവലി നമ്മുടെ കോഴ്സ് ഫോളോ ചെയ്യുന്ന കുട്ടികളൊക്കെ ഉണ്ട്. ഒരു പക്ഷെ അവർ കണ്ടേക്കാം. റൈറ്റ് നൗ നമ്മൾ അങ്ങനെ കോഴ്സ് ഒന്നും സെല്ല് ചെയ്യുന്നില്ല. ഞങ്ങൾ പ്യുവർലി പഠിപ്പിക്കാനുള്ള ആഗ്രഹവും എഡ്യൂക്കേറ്റർ എന്ന് പറഞ്ഞ സ്ഥാപനവും അവിടുത്തെ ക്ലാസിന്റെ ക്വാളിറ്റിയും കുട്ടികളിലേക്ക് മാക്സിമം എത്തണം എന്നുള്ള ആഗ്രഹത്താലാണ് ഈ യൂട്യൂബിൽ ക്ലാസ്സസ് എടുക്കുന്നത്. അപ്പൊ അത് നിങ്ങൾക്കും അറിയാം, ഞാനത് നമ്മൾ ചെയ്യുന്ന വലിയൊരു കാര്യമായിട്ടൊന്നും പറഞ്ഞു, ഇതൊക്കെ എല്ലാവരും ചെയ്യുന്ന കാര്യമാണ്. ഫ്രീ ഓഫ് കോസ്റ്റിൽ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷെ ബാക്കി എല്ലാവരും ഫ്രീ ഓഫ് കോസ്റ്റിൽ ഒരു വീഡിയോ ക്ലാസ് ചെയ്യുമ്പോഴും മേ ബി അപ്പുറത്ത് അവർക്ക് വേറൊരു ഇൻകം അവർ ജനറേറ്റ് ചെയ്യുന്നുണ്ടാവും. ഓഫ്ലൈൻ സെന്ററുകളോ അല്ലെ ഓൺലൈൻ ആപ്പുകളോ ഒക്കെ ഉണ്ടാവും. റൈറ്റ് നൗ ഞങ്ങൾ ഇതൊന്നും ചെയ്തിട്ടില്ല. നമ്മുടെയൊക്കെ മനസ്സിൽ വേറെ പ്ലാനിങ്ങുകളുണ്ട്. പക്ഷെ ഇപ്പൊ ഞങ്ങൾ ഈ കോഴ്സസ് ഇങ്ങനെ ഇടുമ്പോൾ എത്ര പേര് സീരിയസ്നെസ്സോടെ എടുക്കുന്നുണ്ട്, ഇത് എത്ര പേര് ഇത് പ്രോപ്പർ ആയിട്ട് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്, കൃത്യം നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ. പക്ഷെ ഒരു ആപ്പ് ഉണ്ട്, അത് പെയ്ഡ് കോഴ്സ് ആണെങ്കിൽ നമുക്കറിയാം ആരൊക്കെ അറ്റൻഡ് ചെയ്തു, ആരൊക്കെ കയറുന്നുണ്ട് റെഗുലർ ആയിട്ട്, ഇതൊക്കെ നമുക്ക് അറിയാൻ പറ്റും. ഇത് ജസ്റ്റ് കമന്റുകളിലൂടെ വ്യൂസിലൂടെ മാത്രമേ ഞങ്ങൾ അറിയുന്നുള്ളൂ. അതുകൊണ്ടാണ് ഒരു 4-5 മണിക്കൂറിന്റെ ക്ലാസ്സസ് ഇടാതെ ഇത് സ്പ്ലിറ്റ് ചെയ്ത് രണ്ടാക്കി ഇടാം. അല്ലെങ്കിൽ വൺ ഷോട്ട് സീരീസ് എന്ന് പറഞ്ഞാൽ ഒറ്റ ഷോട്ടിൽ ഒരു ചാപ്റ്റർ എന്നാണ് അതിന്റെ ലോജിക്ക്. പക്ഷെ നമ്മളതൊന്ന് മാറ്റിപ്പിടിച്ചത് വേറൊന്നും കൊണ്ടല്ല. ഒന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ടാൽ ഒരു ദിവസത്തെ വീഡിയോസിന്റെ എണ്ണം ലെങ്ത് ഇച്ചിരി കുറയും. ഓൾട്ടർനേറ്റ് ഡേയ്സിലോട്ട് സ്വിച്ച് ചെയ്തതിന്റെ കാരണം അപ്പോൾ ആ സമയം ആ ഓൾട്ടർനേറ്റ് ഡേയും ഒക്കെ നിങ്ങൾക്ക് അത് പഠിക്കാനുള്ള സമയം കണ്ടെത്താം. വേറെ സബ്ജക്റ്റുകൾ, ഫിസിക്സ് മാത്രമല്ലല്ലോ, കെമിസ്ട്രിയും സുവോളജി ബോട്ടണി ഒക്കെ നമുക്ക് പഠിക്കണം. അതുകൊണ്ടാണ് ഇത് ഓൾട്ടർനേറ്റ് ഡേയ്സ് ആക്കിയത്. പക്ഷെ ഈ ഓൾട്ടർനേറ്റ് ഡേയ്സ് ആക്കിയപ്പോഴും ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ്, ഓൾട്ടർനേറ്റ് ഡേയ്സിൽ ഇടുമ്പോൾ പോലും ചില ചാപ്റ്ററുകൾ പ്രോപ്പർ ആയിട്ട് പലരും കാണാതെ വരുന്നുണ്ട്. ചിലർ പേഴ്സണലി നമുക്ക് മെസ്സേജ് അയച്ചു, സാറേ ഇന്ന് ഞാൻ പഠിക്കുന്ന സെന്ററിൽ എനിക്ക് എക്സാം ഉണ്ടായിരുന്നു. ചിലര് നമുക്ക് മെസ്സേജ് അയച്ചു, റൈറ്റ് നൗ +2 പഠിക്കുന്ന കുട്ടികളാണ്, ലാബ് എക്സാം വരുന്നു, അപ്പൊ അതിന്റെ പ്രിപ്പറേഷനും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വരുന്നതുകൊണ്ടാണ് പ്രോപ്പർ ആയിട്ട് യൂട്യൂബ് ക്ലാസ്സസ് കാണാൻ പറ്റുന്നത്. അപ്പൊ ഈ കൺസിഡറേഷൻ ഒക്കെ എടുത്തിട്ടാണ് നമ്മൾ ഇനി ഇടാൻ പോകുന്ന വീഡിയോസിന്റെ ലെങ്ത് ഒക്കെ ഇത് തന്നെ കാണും. പക്ഷെ ഗ്യാപ്പ് ഒരു ചെറിയ മാറ്റം വരുത്താൻ പോകണം. മേ ബി ഒരു ദിവസം എന്നുള്ളത് ഒരു 2 ദിവസം ഒക്കെ ആക്കി അങ്ങനെ ആയിരിക്കാം വീഡിയോസ് ലോഞ്ച് ചെയ്യുന്നത്. ഞാൻ ജസ്റ്റ് നിങ്ങളോട് പറഞ്ഞതേ ഉള്ളൂ. ഡിപ്പെൻസ് നിങ്ങൾ എത്ര യൂട്യൂബിൽ നമ്മുടെ ക്ലാസ്സസിൽ ആക്റ്റീവ് ആവുന്നു അതിനനുസരിച്ചാണ് ഞങ്ങൾ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് 1 ഡയമെൻഷൻ ആണ്. അപ്പൊ ഈ കറണ്ട് ഇലക്ട്രിസിറ്റിയും കൂടെ കഴിഞ്ഞ് നമ്മൾ നേരെ +1 പോവാണ്. 1 ഡയമെൻഷൻ, 2 ഡയമെൻഷൻ, ലോസ് ഓഫ് മോഷൻ അങ്ങനെ കണക്ട് ചെയ്തൊരു 3-4 ചാപ്റ്റർ എടുക്കാമെന്ന് വിചാരിക്കുന്നു. സോ നമുക്ക് പുതിയൊരു ടോപ്പിക്കായിട്ട് ഇനിയും കണ്ടുമുട്ടാം. എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുക. കണ്ടിന്യൂസ് ക്ലാസ് എടുക്കുമ്പോൾ എൻ്റെ സൗണ്ടും പോകുന്നുണ്ട്. എഫേർട്ട് എടുക്കണം. എഫേർട്ട് എടുക്കാതെ ഇത് ക്ലാസ് നിങ്ങളിലേക്ക് എത്തില്ലെന്ന് നമുക്കറിയാം. പക്ഷെ നമ്മൾ എത്ര വേണമെങ്കിലും എഫേർട്ട് എടുക്കാൻ തയ്യാറാണ്. പക്ഷെ നിങ്ങളും പ്രോപ്പറായിട്ട് എഫേർട്ട് എടുക്കുക, കണ്ടിന്യൂസ് ആയിട്ട്. ഒരു എൻട്രൻസ് ക്രാക്ക് ചെയ്യേണ്ട ഒരു വിദ്യാർത്ഥി നമ്മളോട് ചോദിക്കുകയാണ് ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ എനിക്ക് അവരോട് ഒറ്റ ഉത്തരവേ ഉള്ളൂ, നന്നായിട്ട് ഹാർഡ് വർക്ക് വേണം, നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക. കൺസിസ്റ്റൻസി, അതായത് സ്ഥിരം ഇരിക്കുക. ഒരു ദിവസം ചുമ്മാ അതൊരു പേരിന് വേണ്ടി ഇരുന്നു അടുത്ത ദിവസം ഇരിക്കുന്നില്ല, ഒരു കാര്യമില്ല. കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ അതൊന്ന് പ്രിപ്പയർ ചെയ്യാനുള്ള മനസ്സ് കാണിക്കുക. സോ അടുത്ത വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. ഓൾ ദി വെരി ബെസ്റ്റ്.